അപ്പൊ അതിൽ രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മൾ തത്വങ്ങളെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ആ ക്ലാസ് കേട്ടിട്ടില്ലാത്തവർ ഒരു സിനിമയൊക്കെ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കില്ല, ഒരു ഡിസ്ക്ലെയിമർ പോലെ, അങ്ങനെ പറഞ്ഞോട്ടെ. ആ 36 തത്വങ്ങളുടെ ക്ലാസ് കേട്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഇതിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പൊക്കോളുക. കാരണം അത് കേട്ടിട്ടില്ലെങ്കിൽ ഇതിൽ ഇരിക്കണ വെറുതെയാണ്, ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അത്രയും താല്പര്യത്തോടു കൂടി ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ പോയിട്ട് ആ 36 തത്വങ്ങളുടെ ക്ലാസ് കേൾക്കുക. എന്നിട്ട് ഇതൊന്നും കൂടി കേൾക്കുക. അപ്പോൾ ഒരു വ്യക്തത വരും. അപ്പൊ അതൊരു ഡിസ്ക്ലെയിമർ ആയിട്ട് ആദ്യം തന്നെ പറയുകയാണ്. 36 തത്വങ്ങൾ എന്തുകൊണ്ടാണ് ആദ്യം എടുത്തതെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും അടിസ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് അവിടെ തുടങ്ങാൻ പറയുന്നത്. ഇന്ന് എടുക്കാൻ റെക്കോർഡിംഗ് അവൈലബിൾ ആവും. ഇന്ന് എടുക്കാൻ പോകുന്നത് ശൈവതന്ത്രത്തിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് ടോപ്പിക്കാണ്. 36 തത്വങ്ങളുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ പറഞ്ഞത് ഷഡത്വം എടുക്കാമോ എന്നാണ് പലരും ചോദിച്ചുകൊണ്ടിരുന്നത്. അതിന് കാരണം ഷഡത്വം എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമേ അല്ല, നല്ല ടഫായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്കിത് തെളിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഉള്ളിലൊരു വിത്ത് വീണിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അത് മുളയ്ക്കും എന്നുള്ളത് ഒരു തന്ത്രത്തിന്റെ ഒരു മേന്മയാണ്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഷഡത്വം നിങ്ങളുടെ ഉള്ളിൽ മുളയ്ക്കുമെന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വിഷയം എടുക്കുന്നത് എന്ന് ആദ്യമേ പറയട്ടെ. ഷഡത്വം മനസ്സിലാക്കിയാൽ തന്ത്രത്തിന്റെ ഭൂരിഭാഗം ഫിലോസഫിയും മനസ്സിലാക്കി എന്നാണ് പറയുക. അപ്പൊ തന്നെ ഊഹിച്ചാൽ അറിയാം അത് എത്രത്തോളം ടഫായിട്ടുള്ള ഒരു സിലബസ് ആണ് എന്ന്. രാംജി പരമരഹസ്യം എന്ന പുസ്തകത്തിൽ 6ാമത്തെ ചാപ്റ്റർ ആയിട്ട് ഷഡത്വം എഴുതിയിട്ടുണ്ട്. സ്വാമി ലക്ഷ്മൺ ജുവിന്റെ സീക്രട്ട് സുപ്രീം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഷഡത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. ചിദ്ഗഗന ചന്ദ്രിക തുടങ്ങിയ പുസ്തകങ്ങളിലൊക്കെ ഷഡത്വത്തെ കുറിച്ച് സൂചിപ്പിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇത് വായിക്കുക എന്നതിലുപരി ഇതിനെ ഉള്ളിലേക്ക് എടുക്കാനും പ്രാവർത്തികമാക്കുക, മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ടഫാണ്. നമ്മൾ ഒരിക്കൽ ദ്വാദശകാളി സ്തോത്രം, ഇപ്പൊ നിങ്ങൾ കേട്ട ഈ സ്തോത്രം, അത് ലോഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കാശ്മീരിൽ പോയിരുന്നു. അപ്പൊ ദ്വാദശകാളിയെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാനും ഒക്കെ വേണ്ടി പ്രിപ്പയർ ഒക്കെ ചെയ്ത് വലിയ ഒരു പ്രഭാഷണത്തിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെ സ്വാമി ലക്ഷ്മൺജുവിന്റെ ആശ്രമത്തിൽ ജോർജ് ബാർസലാർ എന്ന് പറയുന്ന ഒരു സ്കോളർ ഉണ്ടായിരുന്നു. സ്വാമി ലക്ഷ്മൺജുവിന്റെ ശിഷ്യനാണ് അദ്ദേഹം, ഒരു വിദേശിയാണ്. അപ്പൊ അദ്ദേഹം അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഈ മീറ്റിങ്ങിനിടയിൽ വന്നിരുന്നിട്ട് ദ്വാദശകാളിയെ പറ്റി സംസാരിച്ചു. ഒരു ജോ ഡ്രോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ ദ്വാദശകാളിയെ പറ്റി പറയാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. അത് ഒരു അക്ഷരം അറിയുന്ന ഒരു കുട്ടിയെ കൊണ്ടുവന്ന് മുന്നിലിരുത്തിയാൽ ആ കുട്ടിക്ക് മനസ്സിലാകുന്നത് പോലെയാണ് അദ്ദേഹം ദ്വാദശകാളിയെ കുറിച്ച് സംസാരിച്ചത്. അപ്പൊ നമുക്കൊക്കെ വളരെ ഒരു അത്ഭുതമായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഒരു ടീച്ചിങ് കരിയറിൽ ഞാനൊരു ഒരു എന്താ പറയുക, ഒരു സ്വപ്നമാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഷഡത്വം ഏതെങ്കിലും ഒരു സ്കൂൾ കുട്ടിക്കൊക്കെ എടുത്തു കൊടുത്തിട്ട് ആ കുട്ടിക്ക് മനസ്സിലായാൽ ഞാൻ എൻ്റെ ടീച്ചിങ് കരിയർ അവസാനിപ്പിക്കും, ഞാൻ കൃതാർത്ഥനായി. അപ്പൊ അങ്ങനെ ഇത് ആ ടോപ്പിക്കിന്റെ ഒരു ആഴവും വ്യാപ്തിയും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. വാക്കും അർത്ഥവും ആണ് ഷഡത്വത്തിന്റെ വിഷയം. അപ്പൊ ആദ്യം തന്നെ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പറയാം. വാക്കും അർത്ഥവും തമ്മിലുള്ള ബന്ധമാണ് ഷഡത്വം പറയുന്നത്. അപ്പൊ ഷഡത്വം എന്നുള്ള വാക്കും അതിന്റെ അർത്ഥവും എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. ഷഡ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അധ്വം എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം. 6 വഴികൾ, അതാണ് ഷഡത്വം. കേൾക്കുമ്പോൾ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും അല്ലെ? 6 വഴികളല്ലേ ഉള്ളൂ, പെട്ടെന്ന് പഠിക്കാമല്ലോ അല്ലെ? അതിന്റെ വിഷയവും ഇപ്പൊ നമ്മൾ പറഞ്ഞ വാക്കും അർത്ഥവും തമ്മിലുള്ള ബന്ധമാണ്. ലോകത്തിലുള്ള ഈ ഭാഷാ പണ്ഡിതന്മാരെ, ഭാഷാ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ ഒരുപാട് കുഴപ്പിച്ച ഒരു വിഷയമാണ് ഈ വാക്കും അർത്ഥവും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കുന്നു. നമുക്കിത് തോന്നാത്തത്, നിങ്ങൾ ആരെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. വാക്കും അർത്ഥവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതെങ്ങനെയാണ് വാക്കും അർത്ഥവും ചേർന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആലോചിച്ചാൽ ഭ്രാന്ത് വരും. നമ്മളിപ്പോ ഒരു കാര്യം പറയും, ഞാനിപ്പോ സംസാരിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് ശബ്ദം ഉണ്ടാക്കുകയാണ് ഇവിടെ നിന്ന് ചെയ്യുന്നത് അല്ലെ? എനിക്ക് എന്റെ തൊണ്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എന്റെ വോക്കൽ കോഡ് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന കുറെ ശബ്ദം ഞാൻ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എന്തോ മനസ്സിലാവുന്നുണ്ട് എന്നുള്ള പോലെ നിങ്ങളൊക്കെ തലയാട്ടുന്നുണ്ട്. അതിന് കാരണം എന്താ? നിങ്ങൾ ഈ ശബ്ദത്തെ ഒരർത്ഥവുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന
ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു അർത്ഥത്തെ ഇമാജിൻ ചെയ്യാനും അതിനെ ഉള്ളിലേക്ക് എടുക്കാനും സാധിക്കുന്നത്. ഇത് നാച്ചുറലി നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മൾ കേട്ടുവരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വർത്തമാനം ഒക്കെ കേട്ട് പഠിച്ചു വരുന്ന സമയത്ത് നാച്ചുറലി നമ്മുടെ ഉള്ളിൽ സംഭവിച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. വാക്ക് വേറെയാണെന്നും അർത്ഥം വേറെയാണെന്നും ഇത് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ലോകത്തെ പെർസീവ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത് എന്നും ചിന്തിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വന്നിട്ടില്ല. കാരണം അത് അത്രയും എവിഡന്റ് ആണ്. വാക്കും അർത്ഥവും എന്ന് പറയുന്നത് അത്രയേറെ ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് രണ്ടും രണ്ടാണെന്നോ എങ്ങനെ ഇത് ചേർന്നിരിക്കുന്നു എന്നോ ഞാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ വാക്കിലൂടെയും അർത്ഥത്തിലൂടെയും മനസ്സിലാക്കുന്നതെന്നോ ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഭാഷാ പണ്ഡിതന്മാരുടെ അവസ്ഥ അതല്ല. ഭാഷാ പണ്ഡിതന്മാർക്ക് ഇതൊക്കെ ചിന്തിച്ചേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വിദേശികളായിട്ടുള്ള വെസ്റ്റേൺ സ്കോളേഴ്സ് ഒക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതൊരാൾക്ക് മനസ്സിലാവുന്നത്? അങ്ങനെ അവരൊക്കെ പല നിഗമനങ്ങളിലൊക്കെ എത്തി. ഇത് വെറുതെ വാക്കും അർത്ഥവും എന്തെങ്കിലും ഒരു ഒച്ച ഉണ്ടാക്കുക, ആ ഒച്ചയ്ക്ക് ഒരു അർത്ഥം, അങ്ങനെയല്ല. അത് വ്യക്തികൾ ജീവിച്ച് വളർന്ന അവരുടെ സാഹചര്യം, അവരുടെ വിദ്യാഭ്യാസം, അവർ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന അവരുടെ കൾച്ചർ, ഇത് ട്രഡീഷൻസ്, ഇതൊക്കെയായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് എന്നവർ മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവാനായിട്ട്, ഇപ്പൊ ഞാൻ ചോറ് എന്ന് പറഞ്ഞാൽ അത് മലയാളികൾക്ക് കഴിക്കുന്ന ഒരു സാധനവും ഹിന്ദിക്കാരന് കള്ളനുമാണ്. ഉണ്ടാക്കിയ ശബ്ദം സെയിം ആണ് അല്ലെ? ചോറ് എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് ഉണ്ടാക്കിയത്. പക്ഷെ രണ്ട് കൂട്ടർക്കും രണ്ടർത്ഥമാണ് അവരുടെ ഉള്ളിൽ തെളിഞ്ഞത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് നമ്മൾ വളർന്നു വന്ന സാഹചര്യവും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഭാഷയും നമ്മൾ ഒരു ശബ്ദത്തിന് നമ്മുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഒരു വിഷ്വലും ആണ് ഇതിനൊക്കെ ബന്ധം, ആധാരം എന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ ആന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു അർത്ഥമുണ്ട്. ഞാൻ ചെയ്തത് ആന എന്ന് പറയുന്ന ഒരു ശബ്ദം ഉണ്ടാക്കി എന്നതാണ്. ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഒരു രൂപത്തെ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് ശബ്ദത്തെയും വിഷ്വൽ പ്രപഞ്ചത്തെയും നാദപ്രപഞ്ചത്തെയും വിഷ്വൽ ആയിട്ടുള്ള കാഴ്ചയുടെ പ്രപഞ്ചത്തെയുമാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ശബ്ദത്തിന്റെ ലോകത്തെയും പ്രകാശത്തിന്റെ ലോകത്തെയുമാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ പഠിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ രണ്ട് ലോകങ്ങളെ കുറിച്ച് ചിന്തിക്കണം. ഒന്ന് നിങ്ങളുടെ ചെവി നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്ന ശബ്ദത്തിന്റെ ലോകമാണ്. ഒന്ന് നിങ്ങൾക്ക് കണ്ണ് സൃഷ്ടിച്ചു തന്നിരിക്കുന്ന പ്രകാശത്തിന്റെ ലോകമാണ്. ഇങ്ങനെ രണ്ട് ലോകങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. രണ്ടല്ല അത് കൂടുതലുണ്ട്. മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമ്മൾ രണ്ട് ലോകങ്ങളെയാണ് പറയുന്നത്. കാരണം കേൾവിയുടെ ലോകവും കാഴ്ചയുടെ ലോകവും നമുക്ക് എളുപ്പം പെർസീവ് ചെയ്യാൻ സാധിക്കും, അതിനെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ രണ്ട് ലോകങ്ങളെ കുറിച്ച് പറയുന്നത്. തന്ത്രത്തിന്റെ ഏറ്റവും ബേസിക് കോൺസെപ്റ്റായ ശിവശക്തികളെ രണ്ട് രീതിയിൽ പറയാറുണ്ട്. ഒന്ന് ശബ്ദത്തിന്റെ ഭാഷയിൽ പറയാറുണ്ട്. അപ്പൊ നമ്മൾ അതിനെ നാദബിന്ദുവാത്മികം എന്ന് വിളിക്കും. നമോ നാദബിന്ദുവാത്മികേ എന്ന് ശ്രീനാരായണ ഗുരു എഴുതിയത് ഓർക്കുക. നാദവും ബിന്ദുവും ചേർന്നതാണ് ശിവശക്തികൾ അല്ലെങ്കിൽ പരാസംവിത്ത്. അതാണ് ശബ്ദത്തിന്റെ ലോകത്തുള്ള അവരുടെ ഡെഫിനിഷൻ. ശബ്ദത്തിന്റെ ലോകത്തുള്ള ജീവിക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ശിവന് ശക്തി എന്താണെന്ന് ചോദിച്ചാൽ അത് നാദബിന്ദുവാത്മികമാണ്. നാദവും ബിന്ദുവും ചേർന്നതാണ്. ഇനി പ്രകാശത്തിന്റെ ഒരു ലോകമുണ്ട് അല്ലെ, ലൈറ്റിന്റെ ലോകം പറഞ്ഞു. ലൈറ്റിന്റെ ലോകത്തുള്ളവരോട് ചോദിച്ചാൽ ശിവശക്തികൾ എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രകാശ വിമർശങ്ങളാണ്. പരാസംവിത്ത് എന്ന് പറഞ്ഞാൽ പ്രകാശ വിമർശങ്ങളാണ്. ഇതെന്താണ് ഈ സാധനമൊക്കെ? പ്രകാശവും വിമർശവും ആദ്യം പറയാം, അതാണ് എളുപ്പം. ലൈറ്റും റിഫ്ലക്റ്റിംഗ് സർഫസും. പ്രകാശം എന്ന് പറയുമ്പോൾ എൻ്റെ ഭാഷയുടെ പരിമിതി കൊണ്ടാണ് അതിനെ ലൈറ്റ് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നത്. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു സ്പെക്ട്രം ഉണ്ട്, വളരെ കുറഞ്ഞ. പ്രകാശം എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് ആണ്, എൻഡ്ലെസ് ആണ്. ആ പ്രകാശത്തിന്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രം മാത്രമാണ് നമ്മുടെ വിസിബിൾ യൂണിവേഴ്സ്. ആ ലിമിറ്റഡ് ആയിട്ടുള്ള വിസിബിൾ യൂണിവേഴ്സിനെ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള പ്രകാശമാണ്. അപ്പോൾ അവിടെ ഗാമ റേസ് ഉണ്ട്, ആൽഫ റേസ് ഉണ്ട്, എക്സ് റേസ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണിന് പിടിച്ചെടുക്കാൻ പറ്റാത്തതല്ലാത്ത പ്രകാശത്തിന്റെ ലോകമടക്കം ഇതൊരു വലിയ ഒരു സ്പെക്ട്രമാണ്. ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പ്രകാശം. അതിൽ നമുക്ക് കാണാവുന്ന ഒരു പെർട്ടിക്കുലർ ഒരു സ്പെക്ട്രത്തെ മാത്രമാണ് നമ്മൾ വെളിച്ചം അല്ലെങ്കിൽ ലൈറ്റ് എന്നൊക്കെ വിളിക്കുന്നത്. മറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ സഹായത്തോടു കൂടി നമുക്ക് അതിനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഉപകരണം എന്നാ നമ്മൾ പറയാം. അതായത് കരണത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കുക, അതാണ് ഉപകരണം. ഇപ്പൊ കണ്ണട എന്ന് പറയുന്നത് കണ്ണിന്റെ ഉപകരണമാണ്.
കണ്ണ് കരണമാണെങ്കിൽ കണ്ണട ഉപകരണമാണ്. കയ്യ് ഒരു കരണമാണെങ്കിൽ പേന എന്ന് പറയുന്നത് ഉപകരണമാണ്. ആ കയ്യിനെ സഹായിക്കുന്ന ഒരു സാധനമാണ്. ഇതുപോലെ നമുക്ക് ഇതിന്റെ വ്യാപ്തി കുറച്ച് കൂട്ടാം. പക്ഷെ എത്ര വരെ കൂട്ടാം? ലിമിറ്റ്ലെസ് ആവാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അപ്പോഴും ലിമിറ്റഡ് തന്നെയാണ്. ലിമിറ്റ്ലെസ് എന്ന് പറയുന്നത് ശിവാവസ്ഥയാണ്. അങ്ങനെ ഈ പ്രകാശത്തെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ലൈറ്റിനെ, ലൈറ്റ് എന്ന അർത്ഥം എടുത്താൽ മതി. ലിമിറ്റഡ് ആയിട്ടുള്ള പ്രകാശത്തിനെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ലൈറ്റിനെ നിങ്ങൾ കാണുന്നുണ്ടോ? ആ ചോദ്യം ഒന്നും കൂടി ലൈറ്റ് ആക്കാണ്. ലൈറ്റിനെ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ ഒരു വസ്തുവിനെ കാണുന്നു എന്ന് പറയുന്ന സമയത്ത് ആ വസ്തുവിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് നിങ്ങളുടെ കണ്ണിൽ വീഴുമ്പോഴാണ് നിങ്ങൾക്ക് ആ വസ്തുവിനെ നിങ്ങൾ കണ്ടു എന്ന അനുഭവം ഉണ്ടാവുന്നത്. നിങ്ങൾ ആകാശത്തേക്ക് ടോർച്ച്, നിങ്ങൾക്ക് ലൈറ്റിനെ മാത്രമായിട്ട് കാണാൻ പറ്റുമോ? ലൈറ്റിനെ മാത്രം കാണണം. അങ്ങനെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? നിങ്ങൾ വലിയ ബ്രൈറ്റ് ലൈറ്റ് പോലത്തെ ടോർച്ച് ഒക്കെ എടുത്തിട്ട് ആകാശത്തേക്ക് അടിക്കുക രാത്രി. അപ്പൊ ഒരു ലൈറ്റിന്റെ ഒരു ലൈൻ ഇങ്ങനെ പോകുന്ന കാണാം അല്ലെ? അപ്പൊ നിങ്ങൾ ലൈറ്റിനെ അല്ലേ കാണുന്നത്? എന്ന് വെച്ചാൽ ലൈറ്റിനെയാണോ കാണുന്നത്? അല്ല. ആ പാത്തിലുള്ള പൊടിപടലങ്ങളെ, ചിലപ്പോൾ ഫോഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആയിരിക്കാം, അതിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ലൈറ്റിന്റെ ആ ലൈനാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ ലൈറ്റിനെയാണല്ലോ കാണുന്നത് എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനർത്ഥം എന്താ? റിഫ്ലക്റ്റ് ചെയ്യാൻ ഒരു സർഫസ് ഇല്ലെങ്കിൽ ലൈറ്റിന് പ്രസക്തി ഇല്ല. റിഫ്ലക്റ്റ് ചെയ്യാൻ ഒരു സർഫസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ആ ലൈറ്റ് എന്ന് പറയുന്നതിന്റെ എഫക്റ്റിനെ അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി റിഫ്ലക്റ്റ് ചെയ്യാൻ ഒരു സർഫസ് ഉണ്ട്, പക്ഷെ ലൈറ്റ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അതിനെ ദൃശ്യപ്രപഞ്ചത്തിൽ അനുഭവിക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾക്ക് ഒരു ഇരുട്ട് മുറി സങ്കല്പിച്ചാൽ മതി. പിച്ച് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഇരുട്ട് മുറിയാണ്. അവിടെ റിഫ്ലക്റ്റ് ചെയ്യാൻ സർഫസുകൾ ഒരുപാടുണ്ട്, പക്ഷെ ലൈറ്റ് ഇല്ല. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ദൃശ്യപ്രപഞ്ചത്തിൽ ആ വസ്തുക്കളെ അനുഭവിക്കാൻ പറ്റില്ല. തൊട്ടൊക്കെ നോക്കാം. അപ്പോൾ ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. നിങ്ങൾക്ക് ലൈറ്റ് ഉണ്ടെങ്കിലേ റിഫ്ലക്റ്റിംഗ് സർഫസിനെ കാണാൻ പറ്റുള്ളൂ. റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടെങ്കിലേ ലൈറ്റിനെ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ചേർന്ന് ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ദൃശ്യപ്രപഞ്ചം സാധ്യമാവുള്ളൂ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ശിവശക്തികൾ ഒരുമിച്ചിരിക്കുമ്പോൾ മാത്രമേ ദൃശ്യപ്രപഞ്ചമുള്ളൂ. പ്രകാശവും വിമർശവും ഒരുമിച്ച് വേണം. ഇത് ഒരുമിച്ചില്ലാണ്ട് കിട്ടൂല. അതാണ് അതിന്റെ കാര്യം. പ്രകാശവും വിമർശവും നിങ്ങൾക്ക് എപ്പോഴും ഒരുമിച്ചേ കിട്ടുള്ളൂ. ശിവശക്തികളെ തമ്മിൽ പിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രകാശവും വിമർശവും എപ്പോഴും പരസ്പരം ചേർന്നിരിക്കും. അങ്ങനെയാണ് ദൃശ്യപ്രപഞ്ചം. ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് സൗണ്ടിന്റെ ലോകത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. നാദത്തിന്റെ, ശബ്ദത്തിന്റെ ലോകം. ശബ്ദത്തിന്റെ ലോകത്ത് ശിവശക്തികളെ എങ്ങനെ പറയാ? നാദബിന്ദു എന്നാണ് പറയാ. നാദബിന്ദുവാത്മികമായിരിക്കുന്ന പരാസംവിത്ത്. നാദബിന്ദു എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും ഉദാഹരണം, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു ഉദാഹരണം വീണയാണ്. വീണ എടുക്കുക. വീണയിൽ ശബ്ദം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഏത് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിനും ഇത് സാധിക്കും. വീണ പെർട്ടിക്കുലർലി ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. നമുക്ക് ചലനവും ചലനമില്ലായ്മയും കൂടി ചേർന്നിട്ടാണ് ശബ്ദം ഉണ്ടാക്കുക. ചലിക്കുന്ന ഒരു സാധനവും വേണം, ചലിക്കാത്തൊരു സാധനവും വേണം. അപ്പോഴാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദം ഉണ്ടാവുക. അതായത് വീണ എടുത്തു. വീണയുടെ കമ്പിയെ സങ്കല്പിക്കുക. ആ കമ്പി രണ്ടറ്റത്തും കെട്ടിവെച്ചിട്ടുണ്ട് അല്ലെ? ആ കമ്പിയെ ചലനമില്ലായ്മയാക്കി വെച്ചിട്ടുണ്ട് രണ്ടറ്റത്തും. ആ കമ്പിയിൽ നിങ്ങൾ തട്ടുന്ന സമയത്ത് ചലനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ശബ്ദം കേൾക്കില്ലേ? ആ ശബ്ദത്തിന് കാരണം എന്താ? ആ ചലനമല്ലേ? ചലനമല്ലേ ശബ്ദത്തിന് കാരണം? അങ്ങനെയാണെങ്കിൽ ആ രണ്ടറ്റത്തുള്ള കെട്ടഴിച്ചോളൂ, ചലനമില്ലായ്മയുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ ശബ്ദം ഉണ്ടാവുമോ? രണ്ടറ്റവും കെട്ടാത്ത ഒരു കമ്പിയാണെങ്കിൽ നിങ്ങൾ അതിനെ ചലിപ്പിച്ചാൽ വീണയുടെ ആ നാദം ഉണ്ടാവില്ല. അപ്പോൾ ചലനമില്ലായ്മ വേണം രണ്ടറ്റത്തും. ആ ചലനമില്ലായ്മയെ ആധാരമാക്കിക്കൊണ്ട് നിങ്ങൾ ആ കമ്പിയെ ചലിപ്പിക്കുന്ന സമയത്ത് ചലനവും ചലനമില്ലായ്മയും ചേർന്നിട്ടാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. ആ കമ്പിയിൽ നാദമാണ് ഇരിക്കുന്നത്. ആ നാദത്തെ നിങ്ങൾക്ക് കേൾക്കുന്ന ശബ്ദമാവണമെങ്കിൽ അതിന് ചലനം വേണം. ആ ചലനം ഇൻഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ബിന്ദു എന്ന് പറയാം. അപ്പൊ വീണ ഒരു സ്ഥലത്ത് വെറുതെ അടങ്ങി ഒതുങ്ങി ഇരുന്നപ്പോ ആ കമ്പിയിൽ നാദം ഉണ്ടായിരുന്നു, പക്ഷെ കേൾക്കാൻ പറ്റിയോ?
കേൾക്കാൻ പറ്റില്ല. വീണ ഒരു സ്ഥലത്ത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല. അതിന് കാരണം എന്താ? അതിൽ നാദം മാത്രമേ ഉള്ളൂ. ഇനി അതിന് ബിന്ദു ആക്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദമായിട്ട് അത് മാറുന്നത്. അപ്പൊ നാദവും ബിന്ദുവും ചേർന്നിട്ടാണ് ശബ്ദപ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് വീണയിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ സ്വരത്തെ കേൾക്കണം എന്ന് വിചാരിക്കാം. ഇപ്പൊ വീണയിൽ സപ്തസ്വരങ്ങളൊക്കെ വായിക്കാലോ. പല പല സ്വരസ്ഥാനങ്ങളൊക്കെ നിങ്ങൾക്ക് വീണയിൽ വായിക്കാം. ഒരു പർട്ടിക്കുലർ പോയിന്റിലെ സ്വരത്തെ നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാന്ന് ആലോചിച്ച് നോക്കൂ. ആ പർട്ടിക്കുലർ പോയിന്റിനെ ചലനമില്ലായ്മയാക്കും, ഞെക്കി പിടിക്കും. എന്നിട്ട് ആ പോയിന്റ് ഇരിക്കുന്ന കമ്പിയെ ചലിപ്പിക്കും. അല്ലെ? സ എന്ന് പറയുന്ന സ്വരമാണ് എനിക്ക് കേൾക്കേണ്ടത് എങ്കിൽ വീണക്കമ്പിയിൽ സ ഇരിക്കുന്ന ഭാഗത്തെ ഞാൻ ഞെക്കി പിടിച്ചിട്ട് ചലനമില്ലായ്മയാക്കും. എന്നിട്ട് ആ പോയിന്റ് ഏത് കമ്പിയിലാണോ ഇരിക്കുന്നത് ആ കമ്പിയെ ചലിപ്പിക്കും. അപ്പൊ വീണ്ടും ചലനവും ചലനമില്ലായ്മയും ചേർന്ന് സ എന്ന് പറയുന്ന ശബ്ദത്തെ നമുക്ക് കേൾപ്പിക്കും. ഇങ്ങനെ ശബ്ദത്തിന്റെ ലോകം എന്ന് പറയുന്നത് നാദവും ബിന്ദുവും ചേർന്നതാണ്, അല്ലെങ്കിൽ ചലനവും ചലനമില്ലായ്മയും ചേർന്നതാണ്. മിക്കവാറും നമുക്ക് പരിചയമുള്ള എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഞാൻ കുറെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായത് ചലനവും ചലനമില്ലായ്മയും ചേർന്നാലേ ശബ്ദം ഉണ്ടാവും. ഓടക്കുഴൽ എടുക്കുകയാണെങ്കിൽ ചലനമില്ലാത്ത ഓടക്കുഴലും അതിലൂടെ ചലിക്കുന്ന വായുവുമാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. തബല എടുക്കുകയാണെങ്കിൽ ആ ചലിക്കുന്ന വൈബ്രേറ്റ് ചെയ്യുന്ന അതിന്റെ തോലും ആ തോലിന് അറ്റത്ത് ചലിക്കാത്ത പോലെ കെട്ടിവെച്ചിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെയാണ് നമ്മൾ ശ്രുതിയൊക്കെ മാറ്റുക. അപ്പൊ അവിടെ ചലിക്കാതെ ഇതിനെ പിടിച്ചു വെക്കണം. നടുക്ക് വൈബ്രേഷൻ വരും, ചലനം വരും. അപ്പൊ അങ്ങനെയാണ് തബലയുടെ ശബ്ദം ഉണ്ടാവുന്നത്. ഇങ്ങനെ ഞാൻ ആലോചിച്ച് നോക്കി എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനും ഒരു ചലിക്കുന്ന ഭാഗവും ഒരു ചലിക്കാത്ത ഭാഗവും ഉണ്ടാവും. ഇത് രണ്ടും ചേർന്നിട്ടാണ് ശബ്ദത്തെ നമുക്ക് അനുഭവവേദ്യമാക്കുന്നത്. ഇപ്പൊ രണ്ട് ലോകങ്ങളെ മനസ്സിലായോ? ശബ്ദത്തിന്റെ ഒരു ലോകമുണ്ട്, പ്രകാശത്തിന്റെ ഒരു ലോകമുണ്ട്. ശബ്ദത്തിന്റെ ലോകത്ത് നാദബിന്ദുവാത്മകം എന്നാണ് പറയുക. പ്രകാശത്തിന്റെ ലോകത്ത് പ്രകാശ വിമർശം എന്നാണ് ശിവശക്തികളെ പറയാം. ഇത് രണ്ടും ഒരേ സാധനമാണ്. നമുക്ക് അവസാനം പറയാം. ഇത്രയും മനസ്സിലായാൽ നമുക്ക് ഷഡത്വത്തിന്റെ ഒരു അടുത്ത ലെവലിലേക്ക് പോകും. ഇത് ഇങ്ങനെ പാർട്സ് ആയിട്ടേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പല പല തലങ്ങളായിട്ടേ ഷഡത്വം പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത തലത്തിലേക്ക് പോവാം. അപ്പൊ ഞാൻ ആന എന്നൊരു ശബ്ദത്തെ ഉണ്ടാക്കി. ഇപ്പൊ ഇത് ഏത് ലോകത്താണ്? ശബ്ദത്തിന്റെ ലോകത്താണ്. ആന എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ ലോകത്താണ്. ആന എന്ന ശബ്ദത്തിന്റെ ലോകത്തുള്ള ആ സാധനത്തെ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് ഒരു വിഷ്വലാണ്. വിഷ്വല് വരികയാണെങ്കിൽ അത് ഏത് ലോക? ദൃശ്യപ്രപഞ്ചമാണ്, അല്ലെ? പ്രകാശ വിമർശങ്ങളുടെ ദൃശ്യപ്രപഞ്ച ലോകത്തേക്കാണ് വരുന്നത്. അപ്പൊ അവിടെ നടന്ന കൺവേർഷൻ എന്താണ്? ശബ്ദപ്രപഞ്ചത്തിൽ നിന്ന് ദൃശ്യപ്രപഞ്ചത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫർ ആണ്, അല്ലെ? ആന എന്നുള്ളത് ചെവിക്ക് കേൾക്കാൻ പാകത്തിനുള്ള ഒരു ശബ്ദമായിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആന എന്ന് പറയുന്ന നിങ്ങളുടെ ഇൻ റിയാലിറ്റി നിങ്ങൾ ചിന്തിക്കുകയല്ല എന്ന് വിചാരിക്കുക. ഇൻ റിയാലിറ്റി നിങ്ങളുടെ മുമ്പിൽ ഒരു ആനയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഗ്രോസ് ആയിട്ടുള്ള ഒരു ആനയെ കാണാം. നിങ്ങൾ ഗ്രോസ് ആയിട്ടുള്ള ശബ്ദത്തെ കേട്ടു. ആന എന്ന് പറഞ്ഞ ശബ്ദത്തെ നിങ്ങൾ ഗ്രോസ് ആയിട്ട് ചെവിയിൽ കേട്ടു. അതേ സമയത്ത് നിങ്ങൾക്ക് ഗ്രോസ് ആയിട്ടുള്ള ഫിസിക്കലി പ്രസന്റ് ആയിട്ടുള്ള ആനയെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കാണാം, അല്ലെ? അതിനെ തൊടാം, അതിനെ സ്മെല് ചെയ്ത് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം, അതിന്റെ ശബ്ദം കേൾക്കാം. ഇങ്ങനെ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെ നിങ്ങൾക്ക് ആ ആനയെ എങ്ങനെയൊക്കെ സ്വീകരിക്കാം അതുപോലെയൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ആന നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് സ്ഥൂല അവസ്ഥയാണ്, ഗ്രോസ് ആയിട്ടുള്ള അവസ്ഥയാണ്. അതായത് നിങ്ങൾ ആന എന്നുള്ള ശബ്ദം ചെവി കൊണ്ട് കേട്ടു. ഇൻ റിയാലിറ്റി ഒരു ആനയെ നിങ്ങൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് അനുഭവിച്ചു. അപ്പൊ അത് ഗ്രോസ് അല്ലേ? ഇൻ റിയാലിറ്റി സംഭവിച്ച കാര്യമാണ്. ഇനി ഇതേ കാര്യത്തെ നമുക്ക് ഒരു പടി ഉള്ളിലേക്ക് കൊണ്ടുപോകാം. ആന എന്നുള്ള ശബ്ദം ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ പാകത്തിന് പറയുന്നില്ല. നിങ്ങൾ നേരത്തെ കേട്ട ശബ്ദത്തെ ആലോചിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഞാനൊരു ശബ്ദം ഉണ്ടാക്കിയില്ലേ? എന്നിട്ട് ഒരു ജീവിനെ അതിനെപ്പറ്റി അതിനോട് ബന്ധിപ്പിച്ച് പറഞ്ഞില്ലേ? ആ ഉണ്ടാക്കിയ ശബ്ദത്തെ നിങ്ങൾ ആലോചിക്കുകയാണേ. നിങ്ങളുടെ മനസ്സിൽ ആ ശബ്ദം വന്നു. ഞാനത് പറഞ്ഞിട്ടില്ല, ഇപ്പൊ ഞാൻ പറയുന്നില്ല, ലൈവ് പറയുന്നില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ ശബ്ദം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ ആ ശബ്ദത്തെ ആലോചിക്കുകയാണ്. ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ചെവി കൊണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? പക്ഷെ നിങ്ങളുടെ അത് ഉള്ളിൽ കേൾക്കുന്നില്ലേ? കേൾക്കുന്നു എന്ന് ഉള്ളിൽ ആലോചിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഇതേപോലെ നേരത്തെ നിങ്ങൾ തൊട്ടും തലോടിയും ഒക്കെ അനുഭവിച്ച ഗ്രോസ് ആയിട്ടുള്ള ആനയെ നിങ്ങൾ ഉള്ളിൽ സങ്കല്പിക്കുക. രണ്ട് കാര്യവും നിങ്ങൾക്ക് ഉള്ളിൽ സങ്കല്പിക്കാം. എന്താണ്? ഒന്ന്, ആന എന്ന് പറയുന്ന ശബ്ദം, അതിനുള്ളിൽ ഓർക്കാം.
പിന്നൊന്നെന്താ, ആന എന്ന് പറയുന്ന രൂപം നേരത്തെ അനുഭവിച്ചതാണ്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ച സാധനമാണ്. ഇപ്പോൾ അത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല, അന്ധക്കരണത്തിന് വിഷയമായി. അപ്പോൾ ആലോചിക്കുന്ന സമയത്ത് ആന എന്ന് പറയുന്ന ഒരു കറുത്ത ജീവി, രണ്ട് കൊമ്പൊക്കെ ഉണ്ട്, അത് ശബ്ദം ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ നിങ്ങൾ ഉള്ളിൽ ആലോചിക്കുകയാണ്. ഇപ്പൊ ഇൻ റിയാലിറ്റി ആന അവിടെ ഉണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ആനയെ ആലോചിക്കാൻ കിട്ടുന്നില്ലേ? ഇനി നിങ്ങൾക്ക് ആനയെ തൊടണം എന്ന് വിചാരിക്കുക, ആലോചനയിൽ ആനയെ തൊട്ടൂടെ? അപ്പൊ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഒരു രൂപത്തെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കും, എന്നിട്ട് നിങ്ങൾ പോയിട്ട് ആനയെ തൊടുന്നതായിട്ട് സങ്കല്പിക്കുകയാണ് ചെയ്യുക. അപ്പോഴും നിങ്ങൾ ആനയെ തൊട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ സങ്കല്പത്തിലാണ്. ഇതെന്തായിരിക്കും? നേരത്തെ നിങ്ങൾ സ്ഥൂല അവസ്ഥയിലാണ് ഇതൊക്കെ ചെയ്തത്. സ്ഥൂലമായിട്ട് അതിനെ കേട്ടു, സ്ഥൂലമായിട്ട് അതിനെ അനുഭവിച്ചു. ഇത് സൂക്ഷ്മമാണ്. സൂക്ഷ്മ അവസ്ഥയിൽ നിങ്ങൾ ആന എന്ന് പറയുന്ന ശബ്ദത്തെ ഉള്ളിൽ കേൾക്കുകയും, ഇന്ദ്രിയങ്ങൾ കൊണ്ട് കേട്ടിട്ടില്ല, ഉള്ളിൽ കേൾക്കുകയും ആന എന്ന് പറയുന്ന രൂപത്തെ ഉള്ളിൽ സങ്കല്പിക്കുകയും ചെയ്തു, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചിട്ടില്ല. ഇവിടെ കളിക്കുന്നത് ആരാ? മനസ്സും ബുദ്ധി അഹങ്കാരവും മാത്രമാണ്. ഇത്രയും പിടികിട്ടിയോ? ഉറപ്പല്ലേ? ഓക്കെ. ഇനി ഇതിന്റെ സൂക്ഷ്മതരമായിട്ടുള്ള അവസ്ഥ. ഇപ്പൊ നമ്മൾ സ്ഥൂലത്തിൽ അതിനെ അനുഭവിച്ചു, സൂക്ഷ്മത്തിലേക്ക് കൊണ്ടുവന്നു, സൂക്ഷ്മതരമായിട്ടുള്ള അവസ്ഥ, സൂക്ഷ്മത്തിലും സൂക്ഷ്മതരമായിട്ടുള്ള അവസ്ഥ. ആ തലത്തിലേക്ക് പോകുമ്പോൾ, ഇത് നമുക്ക് അധികം പരിചയമില്ലാത്തൊരു ലോകമാണ്. നമ്മൾ ബാഹ്യപ്രപഞ്ചമായിട്ട് നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്, ബാഹ്യപ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളെ ഉള്ളിൽ ആലോചിച്ചിട്ടുമുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചം കുറച്ച് ടഫായിരിക്കും. ആന എന്ന് പറയുന്ന ശബ്ദം ചെവിക്ക് കേൾക്കാൻ പാകത്തിന് ഞാൻ ഉണ്ടാക്കി. ചെവിക്ക് കേൾക്കാൻ പാകത്തിന് ഞാൻ ഉണ്ടാക്കിയ ശബ്ദത്തെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കേൾക്കാതെ ഉള്ളിൽ നിങ്ങൾ കേട്ടു, മനസ്സുകൊണ്ട് നിങ്ങൾ കേട്ടു. ശബ്ദത്തിന്റെ ഏറ്റവും സൂക്ഷ്മതരമായിട്ടുള്ള അവസ്ഥയെ വർണ്ണം എന്നാണ് പറയാം. വർണ്ണം എന്ന് പറയുമ്പോൾ അത് ലൈറ്റ് ഫോം ആയിട്ട് മാറുകയാണ്. നമ്മൾ അക്ഷരമാലയ്ക്ക് വർണ്ണമാല എന്ന് പറയാറുണ്ട്. പണ്ട് സ്കൂളിലൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ അക്ഷരമാല തന്നെ എടുത്ത് കളഞ്ഞിട്ട് ഇപ്പൊ അടുത്ത് വീണ്ടും വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഒരു തലമുറയ്ക്ക് ഈ അക്ഷരമാല സ്കൂളിൽ പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും അക്ഷരമാല സ്കൂളിൽ പഠിച്ച ജനറേഷൻ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വർണ്ണമാല എന്നും നമ്മൾ അക്ഷരമാലയെ പറയാറുണ്ട്. ഇതിന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയിൽ, അത് വെറും വൈബ്രേഷൻ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ, അത് വർണ്ണം എന്നാണ് അതിനെ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞ നാദമൊക്കെ, ഇപ്പൊ നാദബിന്ദുവാത്മികം എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഈ ഞാനിപ്പോ ആന എന്ന് പറഞ്ഞത് വെറും വൈബ്രേഷൻസ് ആണ്, അല്ലെ? ഞാനൊരു പ്രത്യേക ഫ്രീക്വൻസിയിൽ എൻ്റെ വോക്കൽ കോഡിനെ വൈബ്രേറ്റ് ചെയ്തപ്പോൾ വന്ന ശബ്ദമാണ് ആന എന്ന് പറയുന്നത്. ഇത് വെറും, ഈ ശബ്ദം എന്ന് പറഞ്ഞത് വെറും വൈബ്രേഷൻ ആണ്. അതിന്റെ അത്രയും സൂക്ഷ്മതരമായ അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് അത് വെറും വൈബ്രേഷൻ ആണ്, കുറച്ച് ഫ്രീക്വൻസി ആണ്. ഇങ്ങനെ സൈൻ വേവ്സ് കണ്ടിട്ടുണ്ടാവും അല്ലെ? ഫ്രീക്വൻസി ഇങ്ങനെ പോകുന്ന ചലനം ഉണ്ടാവുന്ന സമയത്തൊക്കെ സൈൻ വേവ് ഉണ്ടാവും. ആള് തട്ടിപ്പോകുമ്പോൾ നേർവരയാവും. ഹോസ്പിറ്റലിലൊക്കെ ഇത് കണ്ടു, ECG. അപ്പൊ ചലനം ഉണ്ടാവുന്നതിന്റെയാണ് ഈ സൈൻ വേവ്. അപ്പോൾ അക്ഷരം ചലനാത്മകമാണ്, അതിൽ ശക്തിയുണ്ട്, അതുകൊണ്ട് അത് ചലിക്കുന്നു. അത് ഒരു ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസിയെ ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ പാകത്തിന് എൻ്റെ തൊണ്ട അനക്കി പറയുന്ന സമയത്താണ് നിങ്ങൾ ആന എന്നുള്ള ശബ്ദം കേട്ടത്. അപ്പൊ ഇതിന്റെ ഏറ്റവും സൂക്ഷ്മതരമായ അവസ്ഥയിലേക്ക് പോയാൽ അത് വെറും ഫ്രീക്വൻസിയാണ്. ഇനി ആനയാണെങ്കിലോ, അത് വെറും ലൈറ്റും റിഫ്ലക്റ്റിംഗ് സർഫസുമാണ്. ആന എന്ന് പറഞ്ഞ് നിങ്ങൾ അനുഭവിച്ചത് എന്താ? ആക്ച്വലി അതൊരു റിഫ്ലക്റ്റിംഗ് സർഫസാണ്. അത് തട്ടിയിട്ട് ഒരു ലൈറ്റ് വന്നപ്പോഴാണ് നിങ്ങൾ ആനയെ ദൃശ്യപ്രപഞ്ചത്തിൽ അനുഭവിച്ചത്. അപ്പൊ അൾട്ടിമേറ്റ്ലി അതിന്റെ ഏറ്റവും സൂക്ഷ്മതരമായ അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയ ആന ലൈറ്റും റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ഒരു കോമ്പിനേഷനാണ്. ഇതാണ് അതിന്റെ സൂക്ഷ്മതരമായിട്ടുള്ള അവസ്ഥ. അപ്പൊ ശബ്ദം എന്ന് പറയുന്നത് ഒരു വൈബ്രേഷനാണ്, നാദവും ബിന്ദുവും ചേർന്നുണ്ടാക്കുന്ന ഒരു വൈബ്രേഷനുമാണ്. ആന എന്ന് പറയുന്നത് ലൈറ്റും റിഫ്ലക്റ്റിംഗ് സർഫസും ചേർന്നുണ്ടാക്കിയ ഒരു അനുഭവവുമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ അകത്തേക്ക് ട്രാവൽ ചെയ്ത് വരികയാണ് ചെയ്തത്. ഗ്രോസ് ആയിട്ടുള്ള അവസ്ഥയിൽ ആന എന്ന ശബ്ദത്തെ കേൾക്കുകയും ആനയെ ഇന്ദ്രിയം കൊണ്ട് അനുഭവിക്കുകയും ചെയ്തു. ശബ്ദത്തിന്റെ ലോകത്ത് കേട്ടു, ദൃശ്യപ്രപഞ്ചത്തിൽ അനുഭവിച്ചു, കണ്ടനുഭവിച്ചു എന്ന് വിചാരിക്കുക. തൊട്ടും ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, കണ്ടനുഭവിച്ചു. സൂക്ഷ്മ അവസ്ഥയിലേക്ക് പോയ സമയത്ത് ആന എന്ന ശബ്ദത്തെ ചെവി കൊണ്ട് കേൾക്കാതെ ഉള്ളിൽ കേട്ടു, ആനയുടെ രൂപത്തെ ഉള്ളിൽ കണ്ടു. അതിന് നിങ്ങൾക്ക് കണ്ണ് വേണ്ട, കണ്ണടച്ചാലും ആനയെ നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കും, അല്ലെ? അപ്പോൾ ഇന്ദ്രിയം അവിടെ ആവശ്യമില്ല, ഓർമ്മയാണ് സൂക്ഷ്മാവസ്ഥയിലേക്ക് വന്നു.
ഇനിയും അതിന്റെ സൂക്ഷ്മതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയാൽ ആ നിങ്ങൾ ഉള്ളിൽ കേട്ട ശബ്ദം ഒരു ഫ്രീക്വൻസി മാത്രമാണ്. ആന എന്ന് പറയുന്നത് ലൈറ്റും റിഫ്ലക്റ്റിംഗ് സർഫസും മാത്രം ഉണ്ടാക്കിയ ഒരു അനുഭവമാണ്. ലോകത്തുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ കണ്ടത് ലൈറ്റും റിഫ്ലക്റ്റിംഗ് സർഫസും വെച്ചിട്ടാണ്. ലോകത്തുള്ള എല്ലാ ശബ്ദവും നിങ്ങൾ കേട്ടത് നാദവും ബിന്ദുവും ചേർന്നിട്ടാണ്. അപ്പോൾ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഇത് ഡിഫറൻസിയേഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ടോ? നേരത്തേത് ശബ്ദമായിരുന്നു. ഗ്രോസ് ആയിട്ടുള്ള അവസ്ഥയിൽ ഒന്ന് ശബ്ദവും ഒന്ന് രൂപവുമായിരുന്നു. മനസ്സിൽ ആലോചിച്ച സമയത്ത് രണ്ടും ഒരു ഓർമ്മയുടെ തലത്തിലേക്ക് വന്നു. അപ്പോഴും ഒന്ന് ശബ്ദമായിട്ടും ഒന്ന് രൂപമായിട്ടുമാണ് ഓർത്തത്. ഇനിയും സൂക്ഷ്മതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് വന്ന സമയത്ത് ഒന്ന് സൗണ്ടിന്റെ ഒരു വൈബ്രേഷനും ഒന്ന് ലൈറ്റിന്റെ വൈബ്രേഷനാണ്. ലൈറ്റും ഒരു ഫ്രീക്വൻസിയാണ് അല്ലെ? ലൈറ്റും ഒരു വേവ് ആണ്, സൗണ്ടും ഒരു വേവ് ആണ് അല്ലെ? അപ്പോഴും ഡിഫറൻസിയേഷൻ ഉണ്ട്, പക്ഷെ അതിന്റെ തോത് കുറഞ്ഞു 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 വരികയാണ്. ഇതിനും താഴ്ന്ന അവസ്ഥയാണ് പര. പരയിൽ ലൈറ്റും സൗണ്ടും ഡിഫറൻ്റ് അല്ല. അതിനെയാണ് നമ്മൾ നേരത്തെ നാദബിന്ദുവാത്മികം എന്നും പ്രകാശ വിമർശം എന്നും ഒക്കെ വിളിച്ചത്. പരയുടെ തലത്തിലേക്ക് എത്തുന്ന സമയത്ത് ലോകത്തുള്ള ഒരു സാധനങ്ങളും തമ്മിൽ ഭേദമില്ല. ലോകത്ത് തന്നെ ഒരു സാധനവും ഇല്ല, അത് ശിവശക്തികൾ മാത്രമാണ്. ശിവശക്തികൾ സ്പ്ലിറ്റായി ഒന്ന് പ്രകാശത്തിന്റെ വഴിക്കും ഒന്ന് ശബ്ദത്തിന്റെ വഴിക്കും പോയി. അങ്ങനെ രണ്ട് വഴിക്ക് പോയി. ഈ രണ്ട് വഴിക്ക് പോയ സമയത്ത് ഒന്ന് സൂക്ഷ്മതരമായ അവസ്ഥയും ഒന്ന് സൂക്ഷ്മമായ അവസ്ഥയും ഒന്ന് സ്ഥൂലമായ അവസ്ഥയുമായി. രണ്ട് വഴിയുണ്ട്, മൂന്നവസ്ഥയുണ്ട്. അപ്പൊ മൊത്തം എത്രയായി? 6 കിട്ടിയോ? രണ്ട് വഴികളിലായി മൂന്നവസ്ഥയിലൂടെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാണ് ഷഡധ്വം. ശിവശക്തികൾ തന്നെ ഒന്ന് പ്രകാശത്തിന്റെ വഴിക്കും ഒന്ന് നാദത്തിന്റെ വഴിക്കും പോയി. അപ്പൊ ഇതിനെ നമ്മൾ ഇനി ഇത്രയും ബേസിക് പിടികിട്ടിയാൽ ഷഡധ്വത്തിന്റെ ആക്ച്വൽ ഭാഷയിലേക്ക് കടക്കാം. ഇതുവരെ ഞാൻ ഷഡധ്വത്തിലേക്ക് കടന്നിട്ടില്ല. ആക്ച്വലി ഷഡധ്വം പറയുന്ന ഭാഷയിലേക്ക് കടക്കാം. ബേസിക് ആയിട്ട് ഇത്രയും അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമുണ്ട് ഷഡധ്വത്തിന്. അപ്പൊ ഇൻട്രോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നാദബിന്ദുവാത്മികമായ അല്ലെങ്കിൽ പ്രകാശ വിമർശങ്ങളായ ശിവനും ശക്തിയും രണ്ട് വഴിക്ക്, ഒന്ന് ശബ്ദത്തിന്റെ വഴിക്കും ഒന്ന് പ്രകാശത്തിന്റെ വഴിക്കും പോകുന്നു. ആ രണ്ട് വഴിയിൽ മൂന്നവസ്ഥകളായിട്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ഒന്ന് സൂക്ഷ്മതരമായിട്ടുള്ള അവസ്ഥ, അവിടെ രണ്ടും ഫ്രീക്വൻസിയാണ്. സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ, അവിടെ ഒന്ന് ശബ്ദത്തിന്റെ തലത്തിലുള്ള മെമ്മറിയും ഒന്ന് പ്രകാശത്തിന്റെ തലത്തിലുള്ള മെമ്മറിയുമാണ്. പിന്നെ ഒന്ന് സ്ഥൂലമായിട്ടുള്ള അവസ്ഥ, അവിടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സ്വീകരിക്കാവുന്ന ശബ്ദവും ഇന്ദ്രിയം കൊണ്ട് സ്വീകരിക്കാവുന്ന രൂപവുമാണ്. ഓക്കെ അല്ലേ? കുറച്ച് കട്ടി കൂടിയോ? വേറെ നിർത്തിയില്ല, ഷഡത്വം അങ്ങനെയാണ്. ഈ ക്ലാസ് വീണ്ടും വീണ്ടും കേൾക്കുക. ഇതിന് എന്തായാലും റെക്കോർഡ് തരാൻ പറയാം. അപ്പോൾ ഇങ്ങനെ 6 വഴികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 6 വഴികൾ എന്തിനാ? വഴി എന്തിനാ? സഞ്ചരിക്കാനാ. പക്ഷെ ശൈവം പറയുന്ന ഈ വഴി സഞ്ചരിച്ച് ഉപേക്ഷിക്കാനാണ്. സഞ്ചരിച്ച് ഈ വഴിയെ ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മൾ എവിടെ എത്തുക? പരയിലെത്തുക. നിങ്ങൾ സ്ഥൂല അധ്വത്തിൽ കൂടെ സഞ്ചരിച്ചു, സൂക്ഷ്മ അധ്വത്തിൽ കൂടെ സഞ്ചരിച്ചു, സൂക്ഷ്മതര അധ്വത്തിൽ കൂടെ സഞ്ചരിച്ചു. ഇങ്ങനെയൊക്കെ സഞ്ചരിക്കുമ്പോഴും നിങ്ങൾ അതിനെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വഴിയിൽ തന്നെ കിടക്കും. വഴിയിലൂടെ സഞ്ചരിക്കുന്നത് വഴിയെ ഉപേക്ഷിക്കാനാണ്. വഴിയെ ഉപേക്ഷിച്ചാൽ മാത്രമേ ഈ വഴിക്ക് അപ്പുറത്തുള്ള പര എന്ന് പറയുന്ന പരാസംവിത്ത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ ഉപേക്ഷിക്കേണ്ടത് എന്തിനാണെന്ന് അറിയണമെങ്കിൽ ഇത് പഠിക്കണ്ടേ? എനിക്ക് വഴിയെ ഉപേക്ഷിക്കണം, ഒരു സാധനത്തിന് ഉപേക്ഷിക്കണം. അതെന്താണെന്ന് അറിയില്ല, പിന്നെ എങ്ങനെ ഉപേക്ഷിക്കുക? അപ്പൊ അതുകൊണ്ടാണ് ഷഡത്വം പഠിക്കേണ്ടി വരുന്നത്. ഉപേക്ഷിക്കാൻ വേണ്ടി പഠിക്കുകയാണ്. ശരി. അപ്പോ ഈ രണ്ട് വഴിക്ക് പിരിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് വാച്യമാണ്, ഒന്ന് വാചകമാണ്. ഇനി ശൈവത്തിന്റെ ഭാഷയിലേക്ക്, ഷഡത്വത്തിന്റെ ഭാഷയിലേക്ക് കടക്കുകയാണെ. നോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഴുതി വയ്ക്കാം. വാചകത്തിന്റെയും വാച്യത്തിന്റെയും ലോകം. അതിനെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാനായിട്ട് സബ്ജക്റ്റിന്റെയും ഒബ്ജക്റ്റിന്റെയും ലോകം എന്ന് പറയാം. സബ്ജക്റ്റിന്റെ ലോകത്തെ നമ്മൾ ശിവന്റെ ലോകമായിട്ടാണ് പറയുക. ഒബ്ജക്റ്റിന്റെ ലോകത്തെ നമ്മൾ ശക്തിയുടെ ലോകമായിട്ടാണ് പറയുക. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ശബ്ദത്തിന്റെ ലോകവും പ്രകാശത്തിന്റെ ലോകവും എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ എന്തിനാ ആ പ്ലെയിൻ വിടുക കേട്ടോ. നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ആ പ്ലെയിനെ പതുക്കെ മാറ്റി വയ്ക്കാം. നമ്മൾ മറ്റൊരു പ്ലെയിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ പ്ലെയിൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്.
അപ്പോൾ വാചകം എന്ന് പറയുന്നതിനെ ശിവന്റെ ലോകം അഥവാ സബ്ജക്റ്റിന്റെ ലോകമാണ്. വാച്യം എന്ന് പറയുന്നതിനെ ശക്തിയുടെ ലോകം അഥവാ സബ്ജക്റ്റിന്റെ ലോകമാണ്. സബ്ജക്റ്റിന്റെ ലോകമാണ് പറയുന്ന ഈ വാക്ക് എന്ന് പറയാം. സബ്ജക്റ്റിന്റെ ലോകമാണ് വാക്ക്. ഒബ്ജക്റ്റിന്റെ ലോകമാണ് അർത്ഥം. അതായത് ഞാൻ ആന എന്ന് പറയുന്ന സമയത്ത് ആന എന്ന് പറയുന്ന ശബ്ദം സബ്ജക്റ്റിന്റെ ലോകവും, ആന എന്ന് പറയുന്ന അർത്ഥം ഉണ്ടല്ലോ, നിങ്ങൾ വിഷ്വലൈസ് ചെയ്തില്ലേ ആന എന്ന് പറയുന്ന ഒരു ജീവിയെ, അതതിന്റെ അർത്ഥമാണല്ലോ. ആ അർത്ഥം ഒബ്ജക്റ്റിന്റെ ലോകമാണ്. അപ്പൊ സബ്ജക്റ്റും ഉണ്ട് ഒബ്ജക്റ്റും ഉണ്ട്, നിങ്ങളും ഉണ്ട് പ്രപഞ്ചവും ഉണ്ട്. നിങ്ങളുടെ ലോകമാണ് ശബ്ദത്തിന്റെ ലോകം. പ്രപഞ്ചത്തിന്റെ കയ്യിലിരിക്കുന്ന സാധനമാണ് അർത്ഥം, വാക്കും അർത്ഥവും. കാളിദാസൻ രഘുവംശം തുടങ്ങുന്ന സമയത്ത് സ്തുതിക്കുന്നുണ്ട് പാർവതി പരമേശ്വരന്മാരെ. എങ്ങനെയുള്ള പാർവതി പരമേശ്വരന്മാരെയാണെന്നറിയോ? വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥ പ്രതിപത്തയെ ജഗത പിതരൗ വന്ദേ പാർവതി പരമേശ്വരവും. വാക്കും അർത്ഥവും പോലെ ചേർന്നിരിക്കുന്ന ജഗത് പിതാക്കളായ പാർവതി പരമേശ്വരന്മാരെ ഞാൻ വന്ദിക്കുന്നു. ഇവിടെ വെസ്റ്റേൺ സ്കോളേഴ്സ് ഒക്കെ ഇതിൽ പഠിച്ച പണി 18 എടുക്കുന്നതിനൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാളിദാസൻ എഴുതിയതാണ്. വാക്കും അർത്ഥവും പോലെ ചേർന്നിരിക്കുന്ന ശിവശക്തികൾ. വാക്കിനെയും അർത്ഥത്തെയും തമ്മിൽ പിരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പിരിക്കാൻ സാധിക്കാത്ത വിധം ചേർന്നിരിക്കുന്ന ശിവശക്തികളാണ് പ്രപഞ്ചത്തിന്റെ പിതാവും മാതാവും. അവരെ വന്ദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. നമ്മളിപ്പോ ലിമിറ്റഡ് ആയിട്ടുള്ള പശു അവസ്ഥയിലായതുകൊണ്ട്, 36 തത്വങ്ങളുടെ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, പാശം ഉപയോഗിച്ച് പശുവിനെ കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് സബ്ജക്റ്റും ഒബ്ജക്റ്റും വേറെയാണെന്ന് അനുഭവപ്പെടുന്നു. നിങ്ങളും ആനയും വേറെയാണ്, നിങ്ങളും നിങ്ങളുടെ പ്രപഞ്ചവും വേറെയാണ് എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള കാരണം ഈ പാശബന്ധനാണ്. മായയാകുന്ന പാശം കൊണ്ട് നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആന എന്ന് പറയുന്ന ശബ്ദം വേറെയാണെന്നും ആന റെപ്രസെന്റ് ചെയ്യുന്ന അർത്ഥം വേറെയാണെന്നും നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത് മുടിയുന്ന സമയത്ത്, അതായത് ഈ ഡ്യുവാലിറ്റി മുടിയുന്ന സമയത്ത് നമ്മൾ അദ്വത്തിലൂടെ ട്രാവൽ ചെയ്ത് ഉള്ളിലേക്ക് സഞ്ചരിച്ച് രണ്ടും ഫ്രീക്വൻസി ആയി അവസാനം രണ്ടും കോൺഷ്യസ്നസ് ആണ്, ശിവശക്തിയാത്മകമാണെന്ന് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഗ്രോസ് വേൾഡിൽ, നമ്മുടെ സ്ഥൂല ലോകത്തിൽ സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും തമ്മിൽ വേർതിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ശക്തി ഒരു പാശം പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. നോളജ് ആവുന്ന പാശം കൊണ്ട് സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊരു പുഷ്പത്തെ കാണുന്ന സമയത്ത് നിങ്ങളാണ് കാണുന്ന സബ്ജക്റ്റ്, ആ പുഷ്പമാണ് ഒബ്ജക്റ്റ്. ഇതിനിടയിൽ കാഴ്ച എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡിറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്നും അർത്ഥം. നിങ്ങളും ആ പൂവും വേറെയാണ് എന്നുള്ള ഡിറ്റാച്ച്മെന്റ് ആണ് ആ കാഴ്ച നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷൻ, അല്ലെ? നിങ്ങളൊരു വസ്തുവിനെ നോക്കുന്ന സമയത്ത് ഞാനും ഉണ്ട്, ആ വസ്തു ഉണ്ട്, ആ വസ്തു എന്നിൽ നിന്ന് അന്യമാണ് എന്ന ഇൻഫർമേഷൻ ആണ് നിങ്ങളുടെ കാഴ്ച. നിങ്ങളൊരു ശബ്ദത്തെ കേൾക്കുന്ന സമയത്ത് ഞാനും ആ ശബ്ദവും ഉണ്ട്, അല്ലെങ്കിൽ ആ ശബ്ദത്തിന്റെ സോഴ്സും ഉണ്ട് എന്ന് ഭേദമുണ്ടാക്കുന്നതാണ് നിങ്ങളുടെ കേൾവി. ഇതിനിടയിലുള്ള ഈ നോളജ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളെ അറിവ് തരികയാണോ അതോ നമ്മളെ ബന്ധിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അറിവ് തന്നിട്ട് നമ്മളെ കെട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങളും മറ്റൊന്നും ഉണ്ട് എന്നുള്ള ചിന്തയിൽ നമ്മളെ കെട്ടിയിടുകയാണ്. ഓരോ നിമിഷവും നിങ്ങൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ കാണുമ്പോഴും, നിങ്ങൾ എന്തെങ്കിലും ഒരു ശബ്ദത്തെ കേൾക്കുമ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, യു ആർ ഡിഫറെന്റ് ഫ്രം ദാറ്റ്. എന്നിൽ നിന്ന് അന്യമായി മറ്റൊരു സാധനം ഉണ്ട് എന്ന് ഓരോ നിമിഷവും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സബ്ജക്റ്റിന്റെ ലോകവും ഒബ്ജക്റ്റിന്റെ ലോകവും ഉണ്ട്. അപ്പൊ സബ്ജക്റ്റിന്റെ ലോകം ഞാൻ പറഞ്ഞു, അത് ശബ്ദത്തിന്റെ ലോകമാണ്, വാക്കിന്റെ ലോകമാണ്. ഒബ്ജക്റ്റിന്റെ ലോകമാകട്ടെ അർത്ഥത്തിന്റെ അല്ലെങ്കിൽ ഇമേജറിയാണ്, അർത്ഥത്തിന്റെ ലോകമാണ്. ഈ ഇമേജിന്റെ ലോകത്ത് 3 സാധനങ്ങളുണ്ട്: സൂക്ഷ്മതരം, സൂക്ഷ്മം, സ്ഥൂലം. നമ്മൾ നേരത്തെ ആനയെ സങ്കല്പിച്ചതുപോലെ തന്നെ 3 തലങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും സ്ഥൂലമായിട്ടുള്ള തലത്തെ ഭുവനം എന്നാണ് വിളിക്കുക. അതായത് ഒബ്ജക്റ്റിന്റെ ലോകത്തിനെ / ശക്തിയുടെ ലോകത്തിനെ, അർത്ഥത്തിന്റെ ലോകത്തിനെ 3 തലങ്ങളായിട്ട് പറയുന്നു: സൂക്ഷ്മതരം, സൂക്ഷ്മം, സ്ഥൂലം. അതിലെ സ്ഥൂല അവസ്ഥയാണ് ഭുവനം എന്ന്
വിളിക്കാം. 118 ഭുവനങ്ങളാണ് അർത്ഥത്തിന്റെ ലോകത്ത് അല്ലെങ്കിൽ ശക്തിയുടെ ലോകത്തെ സ്ഥൂലമായിട്ടുള്ള തലം. 118 ഭുവനങ്ങൾ എന്നാണ് അഭിനവഗുപ്തനെ പോലെയുള്ള ആചാര്യന്മാരുടെ അഭിപ്രായം. 256 ആണ് എന്ന് മറ്റൊരു അഭിപ്രായമുണ്ട്. അപ്പൊ ഇത് അനുഭവത്തിൽ മാത്രം വേദ്യമാകുന്നതായതുകൊണ്ട് നമുക്ക് അനുഭവിച്ചറിയാം. പുസ്തകജ്ഞാനം അവിടെ നിൽക്കട്ടെ. കൂടുതൽ പ്രിയ അഭിനവഗുപ്തനോടായതുകൊണ്ട് നമ്മൾ 118 എന്ന് എടുക്കുന്നു. അപ്പൊ പരമരഹസ്യം പുസ്തകത്തിലൊക്കെ നിങ്ങൾക്ക് 118 എന്നാണ് കാണാൻ പറ്റുക. അപ്പൊ നേരത്തെ നിങ്ങൾ ആനയെ തൊട്ട് തലോടി ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ച ആ ഒരു അവസ്ഥ ഓർക്കുന്നുണ്ടോ? അത് സ്ഥൂലമായിട്ടുള്ള അവസ്ഥയായിരുന്നു. ഇവിടെ സ്ഥൂലമല്ല. നിങ്ങൾക്ക് ഭുവനത്തെ തൊട്ട് തലോടി ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ പ്ലെയിനെ മാറ്റി വെക്കുക. ഇത് മറ്റൊരു പ്ലെയിനിലാണ് ഈ കഥ നടക്കുന്നത്. നേരത്തെ പറഞ്ഞ ഇൻട്രോ ഇവിടെ പ്രയോഗിക്കേണ്ടത് കൊണ്ട് മാത്രമാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് ഒരിക്കലും ഭുവനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ട് തലോടി ടേസ്റ്റ് ചെയ്യാനും സ്മെല് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണെന്ന് കരുതരുത്. അർത്ഥത്തിന്റെ ലോകത്തെ ഏറ്റവും എവിഡന്റ് ആയിട്ടുള്ള, ഏറ്റവും മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള, ഏറ്റവും സ്ഥൂലമായിട്ടുള്ള അവസ്ഥയെ നമ്മൾ ഭുവനം എന്നാണ് വിളിക്കുക. അത് 118 എണ്ണം ഉണ്ട്. ഭുവനങ്ങളുടെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ അതാണ് തത്വങ്ങൾ. ആ തത്വങ്ങളെയാണ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. 36 തത്വങ്ങൾ. അപ്പോൾ ഈ 118 ഭുവനങ്ങളും 36 തത്വങ്ങളിൽ അടങ്ങുന്നുണ്ട്. ഓരോ തത്വത്തിനും അതിൻ്റെതായ ഭുവനങ്ങളുടെ കൂട്ടമുണ്ട്. ഇപ്പൊ ഭൂമി എന്ന് പറയുന്ന തത്വം എടുക്കുകയാണെങ്കിൽ അതിന് ഇത്ര ഭുവനങ്ങൾ ഉണ്ട്. ജലം എന്ന് പറയുന്ന തത്വം എടുത്താൽ ആ ജലതത്വത്തിന്റെ അണ്ടറിൽ ഇത്ര ഭുവനങ്ങളുണ്ട്. അങ്ങനെ ഓരോ തത്വത്തിനും ഇത്ര വീതം ഭുവനങ്ങൾ വരുന്നു. ഇപ്പൊ സൂക്ഷ്മ അവസ്ഥയാണ് പറഞ്ഞത് തത്വം. ഇതിന്റെ സൂക്ഷ്മതരമായിട്ടുള്ള അവസ്ഥയാണ് കല. സ്ഥൂലമായിട്ടുള്ള അവസ്ഥയാണ് ഭുവനം, സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയാണ് തത്വം, തത്വത്തിനേക്കാൾ സൂക്ഷ്മതരമായിട്ടുള്ള അവസ്ഥയാണ് കല. കലകൾ 5ആണ്: നിവൃത്തി, പ്രതിഷ്ഠ, വിദ്യ, ശാന്തി, ശാന്ത്യാതീതം. ഇതൊക്കെ പരമരഹസ്യം പുസ്തകത്തിലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പേരുകളാണ്. എന്നാലും ഇതിനൊപ്പം നോട്ട് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെച്ചോളൂ. നിവൃത്തി, പ്രതിഷ്ഠ, വിദ്യ, ശാന്തി, ശാന്ത്യാതീതം. എങ്ങനെയാണോ ഓരോ തത്വത്തിനും അതിൻ്റെ അണ്ടറിൽ ഭുവനങ്ങൾ ഉണ്ടായത്, അതുപോലെ തന്നെ ഓരോ കലയ്ക്കും അതിന് അണ്ടറിൽ തത്വങ്ങളെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നിവൃത്തി എന്ന് പറയുന്ന കല എടുക്കുക. ആദ്യത്തെ ഏറ്റവും താഴത്തെ കലയാണ് നിവൃത്തി കല. നിവൃത്തി കല എടുത്താൽ അതിൽ ഭൂമി എന്ന് പറയുന്ന തത്വം അതിലാണ് അടങ്ങിയിരിക്കുന്നത്. നിവൃത്തി എന്ന് പറയുന്ന കലയുടെ ഈക്വലന്റ് ആയിട്ടുള്ള തത്വം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭൂമി തത്വമാണ്. 36ാമത്തെ തത്വമായിട്ടുള്ള ഭൂമിയാണ്. അപ്പൊ ഭൂമി തത്വത്തിലുള്ള ഭുവനങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 3 ടേബിൾ ആക്കുക ഇതിന്. ഫസ്റ്റ് ടേബിളിൽ കലകൾ എഴുതുക: നിവൃത്തി, പ്രതിഷ്ഠ, വിദ്യ, ശാന്തി, ശാന്ത്യാതീതം. അതിന്റെ റൈറ്റ് സൈഡിൽ തത്വങ്ങൾ എഴുതുക, 36 തത്വങ്ങൾ. അതിന്റെ റൈറ്റ് സൈഡിൽ ഭുവനങ്ങൾ. ഇങ്ങനെ ഒരു ടേബിളിനെ വിഷ്വലൈസ് ചെയ്യാം. നിവൃത്തി എന്ന് പറയുന്ന കല എടുത്താൽ ആ കലയ്ക്ക് കീഴിലായിട്ട് നിങ്ങൾക്ക് ഭൂമി എന്ന് പറയുന്ന തത്വമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഭൂമിയുടെ ഭുവനങ്ങൾ ഉണ്ടല്ലോ, 3ാമത്തെ ടേബിളിലുള്ള ഭൂമിയുടെ ഭുവനങ്ങളും ഇതിൽ അടങ്ങുന്നു. അപ്പൊ കല, നിവൃത്തി കല എടുത്താൽ അതിൽ ഭൂമി എന്ന് പറയുന്ന തത്വവും ഭൂമിയുടേതായ ഭുവനങ്ങളും അതിൽ അടങ്ങും. പ്രതിഷ്ഠ തൊട്ടടുത്ത കലയാണ് പ്രതിഷ്ഠാകല. പ്രതിഷ്ഠാകല എടുത്തു കഴിഞ്ഞാൽ അതിൽ ജലം മുതൽ പ്രകൃതി വരെയുള്ള തത്വങ്ങൾ അതിലാണ് അടങ്ങുക. ജലം മുതൽ എണ്ണി, ജലം, അഗ്നി, വായു, ആകാശം, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 തന്മാത്രകൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പ്രകൃതി. ഈ തത്വങ്ങളൊക്കെ അടങ്ങുന്നത് പ്രതിഷ്ഠ എന്ന് പറയുന്ന കലയിലാണ്. അങ്ങനെ വരുമ്പോൾ ഇത്രയും തത്വങ്ങളുടെ ഈക്വലന്റ് ആയിട്ടുള്ള ഭുവനങ്ങളും പ്രതിഷ്ഠാ കലയിൽ അടങ്ങും. മനസ്സിലാവുണ്ടോ? ആ ടേബിൾ കമ്പയർ ചെയ്യുമ്പോൾ പിടികിട്ടും. ഇനി വിദ്യ, അടുത്ത കലയാണ് വിദ്യാകല. വിദ്യാകലയിൽ വരുന്നത് മായയും മായയുടെ 5 കഞ്ചുകങ്ങളും പുരുഷനുമാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 36 തത്വങ്ങളുടെ ക്ലാസ് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എക്സിറ്റ് അടിച്ച് പൊക്കോളെ. മായയും മായയുടെ 5 കഞ്ചുകങ്ങളായിട്ടുള്ള കാലം, കല, രാഗം, വിദ്യ, നിയതി എന്ന് പറയുന്ന 5 കഞ്ചുകങ്ങളും പുരുഷനും ചേർന്ന 7 തത്വങ്ങളാണ് വിദ്യ എന്ന് പറയുന്ന കലയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഈ 7 തത്വങ്ങളുടെ ഈക്വലന്റ് ആയിട്ടുള്ള ഭുവനങ്ങളും ഈ വിദ്യാകലയിൽ അടങ്ങും. അടുത്തത് ശാന്തി കലയാണ്. ശാന്തി കലയിൽ സദാശിവൻ, ഈശ്വരൻ, ശുദ്ധവിദ്യ എന്ന് പറയുന്ന 3 തത്വങ്ങളാണ് ശാന്തി കലയിൽ അടങ്ങിയിരിക്കുന്നത്. അതിൽ ഈക്വലന്റ് ആയിട്ടുള്ള ഭുവനങ്ങളും അപ്പൊ ശാന്തി കലയിൽ ഒടുങ്ങും. ഇനി
ശാന്ത്യാതീതമാണത്, ശിവശക്തികളാണ്. അപ്പൊ ചില സമ്പ്രദായങ്ങളിൽ ഇവര് സദാശിവൻ, ഈശ്വരൻ, ശുദ്ധവിദ്യ, ശക്തി എന്ന് പറയുന്ന തത്വത്തെ കൂടി ഈ ശാന്തി കലയിൽ അടക്കും. എന്നിട്ട് പറയും ശാന്ത്യാതീതം എന്ന് പറയുന്നത് ശിവാവസ്ഥയാണ് എന്ന് പറയും. അങ്ങനെയും സമ്പ്രദായങ്ങൾ പറയാറുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്നത് സെയിം ആണ്. അത് നമ്മൾ ശിവശക്തികൾ തമ്മിൽ ഭേദമില്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ശാന്ത്യാതീതം ശിവനും ശക്തിയും ചേർന്നതാണെന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു സ്റ്റെപ്പ്, ഒരു ഭേദം കൊടുക്കും. ശക്തി എന്ന് പറഞ്ഞാൽ ശിവനാണെന്നും തൊട്ട് മുകളിൽ കിടക്കുന്ന ശിവൻ എന്ന് പറയുന്ന തത്വം പരാസംവിത്താണെന്നും ഉള്ള കോൺസെപ്റ്റാണ് ഇങ്ങനെ പറയുന്നത്. ശാന്ത്യാതീതം എന്ന് പറഞ്ഞാൽ അത് ശിവൻ മാത്രമാണ്, ശക്തിയും സദാശിവനും ഈശ്വരനും ശുദ്ധവിദ്യയും ചേർന്നതാണ് ശാന്തികല എന്നും ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അതൊരു ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു വ്യത്യാസം മാത്രമാണ്, അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ 5 കലകളെ കണ്ടു. ഈ 5 കലകളിൽ ഒടുങ്ങുന്ന 36 തത്വങ്ങളെ കണ്ടു. ഈ 36 തത്വങ്ങളിൽ ഒടുങ്ങുന്ന 118 ഭുവനങ്ങളെ കണ്ടു. ഇതാണ് ശക്തിയുടെ ലോകം, അഥവാ അർത്ഥത്തിന്റെ ലോകം, അഥവാ ഒബ്ജക്റ്റിന്റെ ലോകം. ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. സബ്ജക്റ്റിന്റെ ലോകത്തെ നമ്മൾ ശിവന്റെ ലോകം എന്നാണ് പറയാം. ശിവന്റെ ലോകമാണത്, സബ്ജക്റ്റിന്റെ ലോകമാണത്, വാക്കിന്റെ ലോകമാണ്. നേരത്തെ കണ്ടത് അർത്ഥത്തിന്റെ ലോകമാണെങ്കിൽ ഇത് വാക്കിന്റെ ലോകമാണ്. ഇവിടെ 3 തലങ്ങളുണ്ട്: സൂക്ഷ്മതരം, സൂക്ഷ്മം, സ്ഥൂലം. സ്ഥൂലമായിട്ടുള്ള അവസ്ഥയാണ് പാദം എന്ന് പറയും. വാക്കിന്റെ ഏറ്റവും സ്ഥൂലമായിട്ടുള്ള, ഏറ്റവും മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണ് പാദം. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ പാദമാണ്. ഇതിന്റെ സൂക്ഷ്മ അവസ്ഥ, അതായത് ഉള്ളിലേക്കുള്ള ഒരു പടി ഉള്ളിലേക്ക് കടന്നിട്ടുള്ള സൂക്ഷ്മ അവസ്ഥയെ നമ്മൾ മന്ത്രം എന്ന് വിളിക്കും. അതുകൊണ്ടാണ് മന്ത്രം മനസ്സിനുള്ളതാണെന്ന് പറയുന്നത്. മനനാൽ ത്രായതേ എന്നാണ് മന്ത്രത്തിന്റെ നിർവചനം. മന്ത്രത്തെ നമ്മൾ ജപിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് ഉള്ളിലേക്കാണ് സഞ്ചാരം. ആദ്യം നമ്മൾ പുറത്തേക്ക് കേൾക്കുന്നത് പോലെ വാചികമായിട്ട് ജപിക്കും. അപ്പൊ നമ്മൾ ജപിക്കുന്നത് നമുക്കും പുറത്തുള്ളവർക്കൊക്കെ കേൾക്കാം. ഇനി ഉപാംശുവായിട്ട് ജപിക്കും. പുറത്തേക്ക് കേൾക്കാതെ ചുണ്ടനക്കിക്കൊണ്ട് ജപിക്കുന്നതാണ് ഉപാംശു എന്ന് പറയാം. ഇനി അതിനെ മാനസികമായിട്ട് ജപിക്കും. അതായത് ചുണ്ടും അനക്കില്ല, പുറത്തേക്ക് കേൾക്കൂല, ഉള്ളിലാണ് ജപം നടക്കുന്നത്. അപ്പൊ അവിടെ പ്രവർത്തിക്കുന്നത് മനസ്സാണ്. മന്ത്രം മനസ്സിന്റെ ലോകത്തുള്ള പണിയാണ്. ആ ഉള്ളിലേക്കുള്ള സഞ്ചാരമാണ് നമ്മൾ നേരത്തെ വാചികമായിട്ടും ഉപാംശമായിട്ടൊക്കെ ജപിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവന്നതാണ് മാനസിക ജപം. അപ്പൊ മന്ത്രമാണ് സൂക്ഷ്മമായിട്ടുള്ള, പാദത്തിന്റെ സൂക്ഷ്മമായിട്ടുള്ള തലം. അപ്പൊ നമ്മൾ കാണുമ്പോൾ ഓം നമ ശിവായ എന്നൊക്കെ പറയാം. ഓം നമ ശിവായ എന്ന് ഞാൻ പറയുന്ന സമയത്ത് അവിടെ ഏറ്റവും മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണ്, നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് പാദമാണ്. അതിനെ മനസ്സിന്റെ തലത്തിലേക്ക് സൂക്ഷ്മമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത്, അല്ലെങ്കിൽ ബീജാക്ഷരങ്ങളുടെ ഒക്കെ തലത്തിലേക്ക് വരുന്ന സമയത്ത് അത് മന്ത്രമായി. ആ അവസ്ഥയെ മന്ത്രം എന്നാണ് പറയാം. ഒരു പടി കൂടി കടന്നാൽ അത് വർണ്ണമാണ്. സൂക്ഷ്മതരമായിട്ടുള്ള അവസ്ഥയെ വർണ്ണം എന്നാണ് പറയാം. അപ്പൊ വർണ്ണം എന്ന് പറഞ്ഞാൽ അതിൽ ലൈറ്റ് ഫോമാണ്. നിങ്ങൾ കേട്ട ശബ്ദരൂപത്തിലുള്ള ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു വാക്ക് ലൈറ്റ് ബോഡീഡ് ആയിട്ട് മാറുന്നു, പ്രകാശമായിട്ട് അലിഞ്ഞ് ചേരുന്നു. അപ്പോൾ മന്ത്രം ജപിച്ച് അവസാനം ഇത് നിങ്ങളുടെ പ്രാണന്റെ ഭാഗമായിട്ട് അജപയായി മാറും, അങ്ങനെ പറയാം. പിന്നെ നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇൻവോളണ്ടറി ആയിട്ട് നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കും. അത് ഈ സൂക്ഷ്മതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നതാണ്. സൂക്ഷ്മ അവസ്ഥയിൽ നിന്ന് മന്ത്രം നിങ്ങളുടെ പ്രാണനിലേക്ക് കടക്കുന്ന സമയത്ത്, സൂക്ഷ്മതരത്തെ അനുഭവിക്കുന്ന സമയത്ത് വർണ്ണത്തെയാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നത്. അപ്പോ ഒന്നുകൂടി പറയാം: വർണ്ണം, മന്ത്രം, പാദം. ഇതാണ് ശബ്ദത്തിന്റെ ലോകത്ത് അല്ലെങ്കിൽ വാക്കിന്റെ ലോകത്ത്, ശിവന്റെ ലോകത്ത്, സബ്ജക്റ്റിന്റെ ലോകത്തുള്ള അധ്വങ്ങൾ, 3 അധ്വങ്ങൾ. ശക്തിയുടെ ലോകത്ത്, ഒബ്ജക്റ്റിന്റെ ലോകത്ത്, അർത്ഥത്തിന്റെ ലോകത്ത് അതെങ്ങനെയാണ്? കല, തത്വം, ഭുവനം എന്നിങ്ങനെയാണ്. ഈ 6 വഴികളിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിക്കുന്നത്. ബോധത്തിന്റെ ഒരു തലത്തിലുള്ള നമ്മുടെ ട്രാവൽ സംഭവിക്കുന്നത് ഈ 6 വഴികളിലൂടെയാണ്. ഭുവനങ്ങളിലൂടെ, തത്വങ്ങളിലൂടെ, കലകളിലൂടെ. ഇപ്പുറത്ത് നോക്കിയാൽ പാദത്തിലൂടെ, മന്ത്രത്തിലൂടെ, വർണ്ണത്തിലൂടെ. ഇങ്ങനെ ട്രാവൽ ചെയ്താൽ നമ്മൾ എത്തിച്ചേരുന്ന അവസ്ഥയെ പര എന്നാണ് പറയുക. അവിടെ വർണ്ണമെന്നോ കല എന്നോ ഭേദമില്ല, പ്രകാശമാണോ നാദമാണോ എന്നൊന്നും ഭേദമില്ല. അവിടെ ശിവനും ശക്തിയും മാത്രമേ ഉള്ളൂ. അതിനെ പര എന്നാണ് വിളിക്കുക. ഇതേ സാധനത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ശബ്ദത്തിന്റെ ലോകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക്
പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ 4 അവസ്ഥകൾ. അപ്പൊ പരയിലെത്തുന്ന സമയത്ത് ശബ്ദത്തിന്റെ ഏറ്റവും സൂക്ഷ്മതരമായിട്ടുള്ള അവസ്ഥയാണ് അത്. എന്റെ വാക്കിന്റെ പരിമിതി കൊണ്ട് പറയുന്നതാണ്. സൂക്ഷ്മതരം എന്ന് പറഞ്ഞാൽ പോലും പരയാവില്ല. പരയെ പരാന്ന് തന്നെ പറയണം. ആ അവസ്ഥയിൽ നിന്ന് ഞാൻ എന്താ ആശയത്തെ പ്രകടിപ്പിക്കണം എന്നുള്ള തോട്ട് വരുന്ന സ്ഥലമാണ് പശ്യന്തി. ഒരാശയം പറയാൻ എനിക്കറിയാവുന്ന ഏതൊക്കെ വാക്കുകളെ സ്വീകരിക്കണം എന്ന തോട്ട് ഉണ്ടാവുന്ന സ്ഥലമാണ് മധ്യമ. അങ്ങനെ അവിടെ വെച്ച് മധ്യമയിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ വാക്ക് എടുക്കണമെന്നും എന്ത് അർത്ഥം ദ്യോതിപ്പിക്കണം എന്നും ആലോചിച്ചു. ഇനി അത് ശബ്ദമായിട്ട് പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ് വൈഖരി. അപ്പൊ പരയായിരുന്ന സാധനം സ്ഥൂലമായിട്ട് കൺവേർട്ട് ആവുകയാണ്. നേരത്തെ നമ്മൾ കണ്ട പരയായിട്ടുള്ള സാധനം വർണ്ണം, മന്ത്രം, പാദം എന്നിങ്ങനെ വന്നതുപോലെ പരയായിട്ടുള്ള സാധനം കല, തത്വം, ഭുവനം എന്ന് വന്നതുപോലെ ശബ്ദം പരയിൽ നിന്ന് പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് വരുന്നു. ഇങ്ങനെയാണ് അതിന്റെ ട്രാവൽ. പരയിൽ നിന്ന് സ്ഥൂലത്തിലേക്കുള്ള ട്രാവലാണ് നമ്മൾ പറഞ്ഞത്. അതിനെ 2 ലോകത്ത് പറഞ്ഞു. ഒന്ന് വാക്കിന്റെ ലോകത്തും ഒന്ന് അർത്ഥത്തിന്റെ ലോകത്തും. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിലും തലകുലുക്കിയേ നിവൃത്തിയുള്ളൂ. അപ്പൊ ഇത് ഒരു ഒരു കടലാണിത്. ഷഡ്ബന്ധം എന്ന് പറയുന്നത് വലിയൊരു ഇൻഡെപ്ത് പഠിക്കേണ്ടതും ആ പഠിക്കണതിനൊപ്പം തന്നെ പ്രാക്ടിക്കലി ചെയ്ത് അനുഭവിച്ചറിയേണ്ടതുമായിട്ടുള്ള ഒരു ലോകമാണ്. അപ്പൊ ഞാൻ അതിന്റെ ഏറ്റവും സ്ഥൂലമായിട്ടുള്ള അവസ്ഥയായിട്ടുള്ള വാക്ക് കൂടെയാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ഇനി ഇതിന് സൂക്ഷ്മതരമൊക്കെ ഉണ്ട്. അത് സ്വയം അനുഭവിച്ചറിയാനേ സാധിക്കുള്ളൂ. അപ്പൊ പരയായിരിക്കുന്ന സാധനം വൈഖരി ആവുന്ന സമയത്ത് അതിൽ ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഏറ്റവും മോശം അവസ്ഥയാണ് വൈഖരി. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഷഡത്വം എന്ന് പറയുന്നതിന്റെ ആ ഒറിജിനൽ കണ്ടന്റ് വൈഖരിയായിട്ട് പുറത്തു വന്ന സമയത്ത് കുറെ ലോസുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ ലോസിനെ നികത്താൻ നിങ്ങൾ സ്വയം ഈ അദ്വത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. എന്റെ വാക്കിന് പരിമിതിയുണ്ട്. ഓക്കെ. അപ്പോ ചെറിയൊരു സംശയ നിവാരണം വെക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിനൊന്നും സംശയ നിവാരണം വെച്ചിട്ടില്ല. കാരണം ഇതൊരു പ്രിപ്പറേറ്ററി ക്ലാസ് ആണല്ലോ. നിങ്ങൾ മെയിൻ ആയിട്ടുള്ള ഒരു വലിയ വിഷയം പഠിക്കാനുള്ള ഒരു പ്രിപ്പറേറ്ററി ക്ലാസ് ആണല്ലോ. അപ്പോൾ ആക്ച്വലി സംശയ നിവാരണം അല്ല. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം വേണമെങ്കിൽ പങ്കുവെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് പങ്കുവെക്കാം. കുറച്ച് നേരമുള്ളേ. SSP ജയ്പൂർ ഒരാളുടെ പേരാത്. ആ പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചത് നമ്മളിപ്പോ 2 എക്സാമ്പിൾ ഡിവൈസ് അല്ലേ ഇപ്പൊ സച്ചിൻജി ഉപയോഗിച്ചത്. ഒന്ന് ശബ്ദത്തിന്റെ ഡിവൈസും രൂപത്തിന്റെ ഡിവൈസ് ഉപയോഗിച്ചാണല്ലോ പോയത്. ബാക്കി സെൻസസ് ഇപ്പോഴും കിടപ്പുണ്ടല്ലോ. ഉണ്ട്. ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ശബ്ദം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നടക്കാത്തതുകൊണ്ടാണ് ആ ഭാഷ ഉപയോഗിക്കാഞ്ഞത്. അതായത് ശബ്ദത്തിന്റെ ലോകവും പ്രകാശത്തിന്റെ ലോകവുമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇത് കൂടാതെ സ്പർശത്തിന്റെ ലോകമുണ്ട്, രസത്തിന്റെ ലോകമുണ്ട്, പിന്നെ ഏതാണ് ഗന്ധത്തിന്റെ ലോകമുണ്ട്. അപ്പോൾ ശബ്ദത്തിനെയും പ്രകാശത്തെയും നമുക്ക് ഇങ്ങനെ ചിന്തിക്കും. ഇപ്പൊ ഞാൻ പറയുന്നതിന്റെ ഒപ്പം നിങ്ങൾക്ക് ആനയെ കേൾക്കാനും ആനയെ സങ്കല്പിക്കാനും ഒക്കെ പറ്റിയതുപോലെ നിങ്ങൾക്ക് ഈ രസത്തിന്റെയും സ്പർശത്തിന്റെയും ഗന്ധത്തിന്റെയും ലോകം എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് ഷഡ്ബന്ധം എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈ 2 ലോകത്തെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഒരു കൺവേർഷൻ സംഭവിക്കും. അതായത് ഇതേ സാധനം നമുക്ക് സ്പർശത്തിന്റെ ലോകത്തും ഗന്ധത്തിന്റെ ലോകത്തും രസത്തിന്റെ ലോകത്തും അനുഭവിക്കാൻ പറ്റും. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വാക്കില്ല എന്നതാണ് അതിന്റെ അവസ്ഥ. ഉദാഹരണത്തിന് ജന്മന അന്ധനായ ഒരാള്, ജന്മന കാഴ്ചയില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കാം. അയാൾക്ക് ദൃശ്യപ്രപഞ്ചമില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ കാണുന്ന സ്വപ്നം എന്തായിരിക്കും? സ്വപ്നം സൂക്ഷ്മല്ലേ? അതായത് നിങ്ങളുടെ മനസ്സ് ബുദ്ധി അഹങ്കാരങ്ങളുടെ തലത്തിലാണ് നടക്കുന്നത്. ആ അർത്ഥത്തിൽ സ്വപ്നം സൂക്ഷ്മമാണ്. അയാൾക്ക് സ്ഥൂലത്തില് കാഴ്ചയില്ല. സ്ഥൂലത്തിൽ കാഴ്ചയില്ലെങ്കിൽ അയാൾക്ക് സൂക്ഷ്മത്തിൽ അയാൾ കാണേണ്ട സ്വപ്നം എന്തായിരിക്കും? നമുക്കൊക്കെ സ്ഥൂലത്തിൽ കാഴ്ചയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷ്മത്തിൽ സ്വപ്നത്തെ കാണുന്നത്. സ്ഥൂലത്തിൽ കാഴ്ചയില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ സൂക്ഷ്മത്തിൽ മറ്റൊരു ഇന്ദ്രിയം കൊണ്ടാണ് അതിനെ പെർസീവ് ചെയ്യുക. അതായത് അയാൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇപ്പൊ കേൾവിയായിരിക്കാം. അപ്പൊ ജന്മന അന്ധനായ ഒരാള് സ്വപ്നം കാണുന്നത് ശബ്ദത്തെ ആയിരിക്കും. സ്വപ്നം കേൾക്കുന്നത് ശബ്ദത്തെ ആയിരിക്കും. അയാളുടെ സ്വപ്നം എന്ന് പറയുന്നത് ശബ്ദമായിരിക്കും. അപ്പൊ ഇങ്ങനെ
ഒന്നില്ലെങ്കിൽ അത് മറ്റൊന്നായിട്ട് കൺവേർട്ട് ആവും. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഈ പറഞ്ഞ കൺവേർഷൻ ഉണ്ട്. ഒരേ സാധനം, ഒരേ ശക്തി തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളിലും ഇങ്ങനെ കൺവേർട്ട് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മറ്റ് ഈ 3 സാധനങ്ങളിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ശബ്ദത്തിന്റെ ലോകവും പ്രകാശത്തിന്റെ ലോകവും തിരഞ്ഞെടുത്തത്. അതായത് 108ഉം 226 രണ്ട് 118ഉം 226 രണ്ട് കണക്ക് പറഞ്ഞല്ലേ ഭുവനങ്ങൾക്ക്? ആ അതെന്താ വ്യത്യാസം? ഇപ്പൊ നമ്മൾ ആധാര ചക്രങ്ങളെ പറയാറുണ്ട്. ശരീരത്തിൽ 6 ആധാരങ്ങളാണെന്ന് പറയാറുണ്ട്. പക്ഷെ വേറൊരു സിസ്റ്റം പ്രകാരം അസംഖ്യം ഉണ്ട്. 13 ആധാരങ്ങളുള്ള സിസ്റ്റം ഉണ്ട്. ഇനി അതല്ല 112 അല്ലെങ്കിൽ 118 ആധാരങ്ങളുള്ള സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതൊരു എന്താ പറയാ, ആ സ്കൂൾ ഓഫ് തോട്ടിന്റെ ആശയമാണത്. അത്രേ പറയാൻ പറ്റും. അപ്പൊ അഭിനവഗുപ്തനൊക്കെ ഫോളോ ചെയ്ത സ്കൂൾ ഓഫ് തോട്ട് പ്രകാരം 118 ഭുവനങ്ങളാണ്. എനിക്ക് തോന്നുന്നു ക്ഷേമരാജനല്ല, വസുഗുപ്തൻ, കല്ലടൻ, ആ ഒരു സിസ്റ്റം ആണെന്ന് തോന്നുന്നു 256 ഭുവനങ്ങളെ പറ്റി പറയാം. എനിക്ക് ഉറപ്പില്ല, അതൊന്ന് റെഫർ ചെയ്യേണ്ടി വരും. 26 256 226. ആ, ഓക്കെ ഓക്കെ. അതേപോലെ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു കോളം കൂടെ എനിക്ക് ഓർമ്മയുണ്ട്. രാംജിയുടെ പുസ്തകമല്ലേ പരമശരത്തില്. അപ്പൊ അതിനകത്ത് അതിദേവത എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ. ഈ ഭുവനങ്ങൾക്കൊക്കെ അതിദേവതകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓരോ ഭുവനങ്ങൾക്കും ഓരോ അധിപന്മാരുണ്ട്. അപ്പൊ അധിപന്മാരായിട്ടുള്ള ഭൈരവന്മാർ ഉണ്ട് എന്നുള്ള സിസ്റ്റം ഉണ്ട്. അതല്ലാതെ അല്ലാത്ത ഭദ്രകാളി തുടങ്ങിയ അതിദേവതകളുള്ള സിസ്റ്റം ഉണ്ട്. അപ്പൊ നിവൃത്തി കലയിൽ ഒരേ ഒരു തത്വമേ ഉള്ളൂ, ഭൂമി തത്വമാണ്. ആ ഭൂമി തത്വത്തിൽ 7 ഭുവനാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. 7 or 11 സംശയമുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും അവസാനത്തെ ഭുവനം, അതിന്റെ ദേവതയായിട്ടാണ് നമ്മൾ കുട്ടിച്ചാത്തനം പറയാ, വടുക ഭൈരവൻ. വടുക ഭൈരവനാണ് ആ ഏറ്റവും അവസാനത്തെ ഭുവനത്തിന്റെ ദേവത. അപ്പൊ ഇങ്ങനെ ഓരോ ഭുവനത്തിനും ഓരോ ദേവതകളുണ്ട്. നമ്മളപ്പോ ആക്ച്വലി ക്രോസ് ചെയ്യുന്നത് ഈ ദേവതയെ പിടിച്ചിട്ടാണ് ഓരോ ഭുവനവും ക്രോസ് ചെയ്യുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ആ പരമരഹസ്യം ഒന്നും കൂടി വായിക്കുക, ഈ ക്ലാസ് ഒന്നും കൂടി റിപ്പീറ്റ് ഒക്കെ അടിച്ച് കാണുക. അപ്പൊ തെളിയുമെന്ന് വിചാരിക്കണം, എപ്പോഴെങ്കിലും മുളയ്ക്കും, അത്രേ പറയാൻ പറ്റുള്ളൂ. ഈ ഇത്ര പേര് കൈവക്കിയാൽ അലൗ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അഖിലേഷ് അൺമ്യൂട്ട് ചെയ്തോളൂ. ഞാൻ നെക്സ്റ്റ് കാണുന്ന ആൾക്കാരെ വിളിക്കുകയാണേ. നമസ്കാരം സച്ചിൻജി. നമസ്കാരം. ഇപ്പം പറഞ്ഞ ഒരു ചെറിയൊരു കണ്ടിന്യൂഷൻ. അപ്പം ഭട്ടുക ഭൈരവൻ ആ ലാസ്റ്റ് ഭുവനത്തിൽ, അപ്പം അതുകൊണ്ടാണോ പുള്ളി വിളിച്ച പെട്ടെന്ന് കേൾക്കുന്നെന്ന് പറയുന്നത്? ആയിരിക്കാം, അങ്ങനെയുള്ള, അത് വളരെ പെട്ടെന്ന് അവൈലബിൾ ആണ്. ശരിയാണ്. അതാണോ ഇതിന്റെ റീസൺ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് താണ്ടാൻ പറ്റുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭുവനം അതാണ്. അപ്പൊ ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ദേവതയും അത് തന്നെ ആയിരിക്കാം. ഓക്കെ, എനിക്ക് 2 ഒബ്സർവേഷൻ പറയണമെന്നുണ്ട്. ഒന്ന്, ലൈറ്റ് കാണാമോ എന്ന് ചോദിച്ചു. സത്യം, ലൈറ്റ് സോഴ്സാണ് നമ്മൾ നോക്കുന്നത്. വെളിച്ചം കാണാൻ പറ്റത്തില്ല, അതിൻ്റെ റിഫ്ലക്ഷനാണ് കാണുന്നത്. ഇപ്പം മൂൺ കാണുമ്പോൾ സണ്ണിൻ്റെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരു ഒബ്ജക്റ്റ് കാണുന്നത് അത് ലൈറ്റ് സോഴ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇപ്പം ചില സമയത്ത് മെഡിറ്റേഷനിലിരിക്കുമ്പം ഇരുട്ടുള്ള ഒരു മുറിയിലിരിക്കുവാണെങ്കിലും കണ്ണടയ്ക്കുമ്പോൾ ചില സമയത്ത് വെളിച്ചം കാണാം. അപ്പോൾ അതെന്താ നമുക്ക് പിച്ച് ബ്ലാക്ക് എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ല. പിച്ച് ബ്ലാക്ക് ആയിട്ട് ആകെ ഒരു സാധനം ഉള്ളത് അത് കാളിയാ. അല്ലാത്ത സ്ഥലത്തൊക്കെ ലൈറ്റ് ഉണ്ടെന്ന് പറയും. ഇപ്പം നിങ്ങൾക്ക് ഈ സൂമിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് അല്ലേ, ബ്ലാക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ബ്ലാക്ക്, ഇതിനേക്കാൾ ഹയർ ബ്ലാക്ക് വരുന്നത് വരെ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ലൈറ്റ് സത്യത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ണടച്ചിട്ട് ആനയെ ചിന്തിക്കാൻ പറഞ്ഞ സമയത്ത് ആനയെ നിങ്ങൾ ഉള്ളിൽ കണ്ടല്ലോ, ലൈറ്റ് ഉള്ളത് കൊണ്ടല്ലേ ആനയെ കണ്ടത്. അപ്പൊ ഉള്ളില് ലൈറ്റ് ഉണ്ട്. അതായത് നിങ്ങൾ റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ഇരുട്ടത്ത് ഇരുന്നിട്ട് നിങ്ങൾ കണ്ണടച്ചിട്ട് ആനയെ ആലോചിച്ചാലും വെളിച്ചത്ത് നിൽക്കുന്ന ആനയാണല്ലോ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുക. ഞാൻ എക്സാക്ട്ലി അതല്ല മീൻ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പം ഒരു വെളിച്ചം, കണ്ണടയ്ക്കുമ്പോൾ വെളിച്ചം പോലെ, അങ്ങനത്തെ ലൈറ്റ്സ് ഇല്ലേ, അത് ഓക്കെ, ശരിയാ. അങ്ങനത്തെ ചില കളേഴ്സ് ഒക്കെ അനുഭവവേദ്യമാകാറുണ്ട്. അത് സൂക്ഷ്മ തരത്തിലുള്ള ലൈറ്റ് ആണ് എന്ന് മാത്രം മനസ്സിലാക്കുക. കാരണം അതിന് നമുക്ക് കണ്ണ് വേണ്ട, കണ്ണടച്ചാൽ കാണുന്നതാണല്ലോ. അത് ലൈറ്റിന്റെ ഒരു സൂക്ഷ്മാവസ്ഥയാണ്, അത് ശരിയാ. പിന്നെ വാക്കിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു. വൈഖരി, മധ്യമ,
പശ്യന്തി പര. ആ. അപ്പം വൈഖരിയാണ് നമ്മൾ ഇപ്പം വർത്തമാനം പറയുന്നത്. മധ്യമ എന്ന് പറഞ്ഞാൽ ഞാൻ ആ പറയുന്ന വാക്ക് ആനയുടെ അർത്ഥം മനസ്സിലാക്കുന്നു. അല്ല, മധ്യമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആന എന്ന് പറയാൻ തന്നെ എനിക്ക് അറിയാവുന്ന കുറെ വാക്കുകൾ ഉപയോഗിക്കാം അല്ലെ. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ്, ഇപ്പൊ നമ്മൾ ഉത്സവപ്പറമ്പിൽ നിൽക്കുക, അപ്പൊ ആന അടഞ്ഞു, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ആന അടഞ്ഞത്. അപ്പൊ എനിക്കിത് നാട്ടുകാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഓടുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോ ആശയം കിട്ടി. ഏതാണ്? ആന വരുന്നു ഓടിക്കോ എന്നാണ് കൺവേ ചെയ്യേണ്ട ആശയം. ഇനി എനിക്കിത് എനിക്കറിയാവുന്ന പല അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടും പറയാം. ഞാൻ ഇപ്പൊ പറയാണ് കളഭം വരുന്നേ എന്ന് പറയാമെന്ന് വിചാരിക്കാം. ഉത്സവപ്പറമ്പിൽ നിന്നിട്ട് കളഭം എന്ന് പറഞ്ഞ ആനയാണല്ലോ. ഉം. കളഭം വരുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ഓടുവോ? അവർ വിചാരിക്കും അമ്പലത്തിൽ നിന്ന് പൂജാരി പൂജയും കഴിഞ്ഞ് കളഭവും കൊണ്ടുവരിക എന്ന് വിചാരിക്കും. അപ്പൊ ആരും ഓടില്ല. അപ്പോൾ ഒരു ആശയത്തെ ദ്യോതിപ്പിക്കാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വാക്കിനെ ഉപയോഗിക്കണം. അത് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലമാണ് മധ്യമ. ഓ ഓ അപ്പൊ ഞാൻ ആന വരുന്നേ ഓടിക്കോ എന്നുള്ള ആ വാക്കിന്, ആന എന്നുള്ള വാക്ക്, വരുന്നേ എന്നുള്ള വാക്ക്, ഓടിക്കോ എന്നുള്ള വാക്ക്, ഇതൊക്കെ തിരഞ്ഞെടുക്കുന്ന ആ പോയിന്റ് ആണ് മധ്യമ. അപ്പം പശ്യന്തി എന്ന് പറഞ്ഞാൽ ആ വൈബ്രേഷൻ. അല്ല, പശ്യന്തി എന്ന് പറഞ്ഞാൽ ആ ആശയം, അതായത് ഓ എന്താണ് ഞാൻ അർത്ഥം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എന്റെ ഉദ്ദേശം എന്താണ്, അതാണ് പശ്യന്തി. അപ്പം പര എന്ന് പറഞ്ഞാൽ ശിവശക്തികൾ ചേർന്നിരിക്കുന്ന അവസ്ഥ. അതായത് അവിടെ ഇതിന്റെയൊക്കെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയാണ്. അതായത് ഞാൻ ഇത് ജസ്റ്റ് പെർസീവ് ചെയ്തിട്ടേ ഉള്ളൂ. എൻ്റെ ഉള്ളിൽ ആ ആശയം വിത്ത് മുളയ്ക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ. വിത്ത് മുളച്ചിട്ടില്ല. വിത്ത് മുളച്ചാൽ അത് പശ്യന്തിയായി. അതായത് ഇങ്ങനെ നമ്മൾ കൈ ഞൊടിക്കുക എന്ന് പറയില്ലേ, ഈ ഞൊടിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ. ഇങ്ങനെ ശരി. കാണിച്ചാൽ ഞൊടിച്ചു, ആ ഞൊടിക്ക് മുമ്പുള്ള അവസ്ഥ എന്താ, അതാണ് പര. ഓക്കെ. ലാസ്റ്റ് ഒരു കാര്യം കൂടെ, ലൈൻ കൂടുതലായോണ്ട്, ഈ ഓം എന്ന് പറഞ്ഞാൽ കേൾക്കാത്തൊരു ശബ്ദം എന്ന് പറയും. യെസ്. അപ്പോൾ അത് പരയാണോ പശ്യന്തിയാണോ? അത് ഏതാണെന്നുള്ളത് അതിന്റെ അവസ്ഥ നോക്കിയിട്ടാ പറയാം. ഇപ്പൊ ഞാൻ ഓം എന്ന് പറഞ്ഞാൽ പരയാണോ പശ്യന്തിയാണോ എന്ന് ചോദിച്ചേ? അതെ. ഓക്കെ. ഞാനിപ്പോ ഓം എന്ന് പറഞ്ഞാൽ അത് വൈഖരിയായി. അതിലേക്ക് ഞാൻ ശബ്ദം തെരഞ്ഞെടുത്ത സമയത്ത് അത് മധ്യമയായി. പ്രണവത്തെയാണ് ഞാൻ ദ്യോതിപ്പിക്കേണ്ടത് എന്ന ചിന്ത എൻ്റെ ഉള്ളിൽ വന്ന സമയത്ത് അത് പശ്യന്തിയാണ്. ഓം എന്നുള്ളത് പ്രണവമാണല്ലോ. അപ്പൊ ഞാൻ ഇപ്പോ ഓം പ്രണവത്തെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് എന്നുള്ള തോട്ട് വരുന്ന സമയത്ത് അത് പശ്യന്തിയായി. പ്രണവത്തെ ദ്യോതിപ്പിക്കാൻ വേണ്ടി ഓം എന്ന അക്ഷരത്തെ എടുക്കുന്നു എന്ന് പറയുന്ന ആ തലത്തിൽ അത് മധ്യമയായി. പ്രണവമായിട്ട് ഓം എന്ന് പറയുന്ന ശബ്ദമായിട്ട് അത് പുറത്തേക്ക് വന്ന സമയത്ത് വൈഖരിയായി. ഓക്കെ ഓക്കെ ശരി. ദീപകേട്ടാ മതിയോ? കുറച്ചാൾ നിങ്ങളുടെ കുറെ പേരുടെ സംശയം നിങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറെ പേര് കൈ താഴ്ത്തിയിട്ടുണ്ട്. നമസ്കാരം സജ്ജി. നമസ്കാരം. ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ. അപ്പൊ അത് കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി. അതായത് പര പശ്യന്തി മധ്യമ വൈഖരിയാണല്ലോ. ഓ. അപ്പൊ സ്ഥൂലം വരുന്നത് വൈഖരിയില്, സൂക്ഷ്മം മധ്യമയില്, സൂക്ഷ്മതരം പശ്യന്തയില് ആ. അല്ലെ? പരയിൽ അപ്പൊ എന്താ വരിക? പരയിൽ പര മാത്രമേ ഉള്ളൂ. പര അല്ലാണ്ട് പര വേറെ മാത്രമേ ഉള്ളൂ അല്ലെ? പരയല്ലാത്തതായിട്ട് മറ്റൊരു സാധനം ഇല്ലാത്ത അവസ്ഥയാണ് പര. ഓക്കെ. അപ്പോ വൈഖരിയില് പാദം, മധ്യമത്തില് മന്ത്രം, പശ്യന്തിയില് വർണ്ണം. കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ വൈഖരിയില് ഭുവനം, മധ്യമയില് തത്വം, പശ്യന്തിയില് കല. ഓക്കെ. കറക്റ്റ് അല്ലേ? യെസ്. ഇത് ക്ലിയർ ചെയ്യണായിരുന്നു. സമാധാനായി, ഒരാൾക്കെങ്കിലും മനസ്സിലായല്ലോ. സംഗമേശൻ ജി അൺമ്യൂട്ട് ചെയ്തോളൂ. മ്യൂട്ടായി പോയി വീണ്ടും. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. എനിക്കൊരു സംശയമുള്ളത്, നമ്മൾ പ്രകാശം വിമർശം എന്ന് നമ്മൾ പറയുമ്പോൾ പ്രകാശം ശിവനാണ്, വിമർശം ശക്തിയാണ്. വാഗർത്ഥായുവ സംപൃക്തവും എന്നുള്ളതിലടക്കം നമ്മൾ പറയും അർത്ഥം ശിവനാണ്, ശബ്ദം ശക്തിയാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ പറഞ്ഞപ്പോ അത് മാറിപ്പോയതാണോ അതോ മറ്റൊരു വ്യാഖ്യാനം ഉണ്ടോ? ഇപ്പൊ ശൈവത്തിന്റെ ഭാഷയിൽ പറയുന്ന സമയത്ത് വാക്ക് എന്നുള്ളത് ശിവനെ ആയിട്ടും അർത്ഥം എന്നുള്ളത് ശക്തിയായിട്ടാണ് ശൈവ ടെക്സ്റ്റുകളിലൊക്കെ പറയുന്നത്. ഇനി ഇവിടുത്തെ ഒരു
ഒരു ഒരു റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനെയും ശക്തിയെയും തമ്മിൽ ഭേദം കൽപ്പിക്കുന്നവന് തലയ്ക്ക് നല്ല സുഖമില്ല എന്നാണ് തന്ത്രം പറയുക. അതായത് ഇത് തമ്മിൽ ഒരു വ്യത്യാസമില്ല. ശിവൻ തന്നെയാണ് ശക്തി, ശക്തി തന്നെയാണ് ശിവൻ. അപ്പോൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാറുണ്ട്. ഇപ്പോൾ ശിവനെയാണ് നിങ്ങൾക്ക് വിമർശം എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ശിവനാണ് വിമർശം, അങ്ങനെയാണെങ്കിൽ ശക്തി പ്രകാശമാവും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതിന് എളുപ്പം മനസ്സിലാവാൻ നമ്മൾ പറയുക, ചലിക്കുന്ന ശിവനാണ് ശക്തി, ചലിക്കാത്ത ശക്തിയാണ് ശിവൻ. രണ്ടും ഒരേ സാധനം തന്നെയാ, ഒന്ന് ചലിക്കും ഒന്ന് ചലിക്കില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ അത് ആർക്ക് ആട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. സ്വതവേ ശൈവത്തിന്റെ ഭാഷയിലൊക്കെ പറയാ ശിവൻ ചലനമില്ലായ്മയും ശക്തി ചലനവും എന്നാണ്. അതെ, ഇപ്പോ നമ്മൾ വാഗർത്ഥായവ സംപൃക്തൗ എന്നുള്ള ശ്ലോകത്തില് വളരെ കൃത്യമാണ് അന്വയിക്കുമ്പോ വാക്ക് അർത്ഥം പാർവതി പരമേശ്വരൻ. അപ്പോ വാക്ക് പാർവതിയും അർത്ഥം പരമേശ്വരൻ തന്നെയാണ് അവിടെ അന്വയിക്കാൻ പറ്റുള്ളൂ. അതെ അതെ അതെ. അതേപോലെ ഞാൻ കുറച്ച് കാശ്മീർ ഷവീസം നോക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞത് കാശ്മീർ ഷവീസിലും പ്രകാശം വിമർശം എന്നുള്ളത് പ്രകാശം അർത്ഥം ശിവസ്വരൂപമാണെന്നും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അത് മറ്റൊരു തരത്തില് തീർച്ചയായിട്ടും അഭേദം ആണ് അല്ലെങ്കിൽ അദ്വൈതമാണ് എന്നുള്ളത് അംഗീകരിക്കുന്നു. എങ്കിൽ പോലും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അർത്ഥം ശിവൻ, ശബ്ദം ശിവന്റെ ശബ്ദനമാണ് ശക്തി എന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ ഈ വ്യാഖ്യാനത്തിന്റെ സാധ്യത എനിക്ക് അറിയില്ല, അത് കൺഫ്യൂഷൻ വന്നുകൊണ്ട് ചോദിച്ചതാ. കാളിദാസൻ എഴുതിയ ശ്ലോകപ്രകാരം അങ്ങനെ തന്നെയാണ് വരിക. ഞാൻ ഷഡധ്വത്തിന്റെ ഭാഷയിൽ ഇതിനെ വാക്കിനെയാണ് ശിവപ്രപഞ്ചമായിട്ടും അർത്ഥത്തെയാണ് ശക്തി പ്രപഞ്ചമായിട്ടും പറയുന്നത്. അതിന് തിരിച്ചിട്ടാലും പ്രശ്നമില്ല എന്നതാണ് ശിവനും ശക്തിയും തമ്മിൽ ഭേദമില്ല എന്ന് പറയുമ്പോൾ. ഇനി വിമർശം എന്ന് നമ്മൾ പറഞ്ഞല്ലോ, പ്രകാശമുണ്ട് വിമർശമുണ്ട്. വിമർശം എപ്പോഴും ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും, വിമർശിക്കുന്നത് ഒബ്ജക്റ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു പുഷ്പം വിമർശിക്കുകയാണ് ചെയ്യുന്നത്, പുഷ്പത്തിൽ തട്ടി പ്രകാശം വിമർശിക്കുന്നത്. അപ്പൊ പുഷ്പമാണ് അവിടെ വിമർശം, അപ്പൊ പുഷ്പമാണ് അവിടെ ഒബ്ജക്റ്റ്. അതുകൊണ്ടാണ് വിമർശം ഒബ്ജക്റ്റ് എന്ന് പറയുന്ന സാധനവും പ്രകാശം സബ്ജക്റ്റ് എന്ന് പറയുന്ന സാധനമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ആ കോൺസെപ്റ്റിലാണ് ചിന്തിച്ചത്. എനിക്ക് തോന്നുന്നു ഈ ശൈവ ടെക്സ്റ്റുകളൊക്കെ ചിലപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ഇത് തെറ്റല്ല കേട്ടോ, ഇങ്ങനെ തന്നെ കാളിദാസൻ എഴുതിയ ശ്ലോകപ്രകാരം ഇങ്ങനെ തന്നെയാണ്. പാർവതിയാണ് വാക്ക്, ശിവനാണ് അർത്ഥം. പോയോ? ഒന്നുകൂടി അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. നിങ്ങൾ ഇരിഞ്ഞാലക്കുടയാണോ സ്ഥലം? ഞാൻ ഇരിഞ്ഞാലക്കുടക്കാരനാ. ഞാനും. അതെ, ഇവിടെ നമ്മള് പ്രതിഭിജ്ഞ വിമർശിനി, പ്രതിഭിജ്ഞ കാരികയിലൊക്കെ പറയുന്നത് അറിവ് എന്നുള്ളതും അറിയുക എന്നുള്ളതും, അറിവ് എന്നുള്ളത് ശിവനും അറിയുക എന്നുള്ള ക്രിയ ശക്തിയുമാണ്. ജ്ഞാനം ക്രിയ രണ്ട് വിശേഷണങ്ങളാ പറയാ ശിവനെ പറ്റിയിട്ട്. ജ്ഞാനം എന്നുള്ളത് ശിവനും ക്രിയ എന്ന് പറയുന്നത് ശക്തിയും. അപ്പോ അർത്ഥം എന്നുള്ളത് ജ്ഞാനമാണ്. അർത്ഥത്തിനെ ശബ്ദിക്കുക, ശബ്ദനം എന്ന വ്യാപാരം ക്രിയയായിട്ട് വരുമ്പോൾ ശക്തിയാവും. ആ രീതിയിലാണ് പ്രതിഭിജ്ഞ കാരികയും പ്രതിഭിജ്ഞ വിമർശിനിയും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് അത് ഞാനിപ്പോ ഇങ്ങനെയുള്ളൊരു ട്വിസ്റ്റ് ശിവനെ ശബ്ദമായിട്ടും ഇപ്പൊ നമ്മള് സാഹിത്യത്തിലും സാഹിത്യശാസ്ത്ര ധ്വന്യാലോകത്തിന് അഭിനവഗുപ്തം വ്യാഖ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിന് അഭിനവഗുപ്തം വ്യാഖ്യാനിക്കുമ്പോഴൊക്കെ നമ്മൾ ശിവൻ ശക്തി എന്നുള്ളത് ശിവൻ അർത്ഥം, ശക്തി ശബ്ദം, ആ രീതി തന്നെയാണ് നമുക്ക് അന്വയിച്ച് ക്രമപ്പെടുത്താൻ ഇതുവരെ പറ്റിയിട്ടുള്ളത്. ഇപ്പൊ ഒരു ട്വിസ്റ്റ് വന്നപ്പോ എനിക്കൊരു കൺഫ്യൂഷനായി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അത് കൺഫ്യൂഷൻ ആവണ്ട. അഭിനവ ഭാരതി പ്രകാരം ഇങ്ങനെ കിട്ടുമോ? ഈ പറഞ്ഞ രീതിയിൽ അന്വയിക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഇതുവരെ ഞാൻ കണ്ട ടെക്സ്റ്റുകൾ, സാഹിത്യശാസ്ത്രം ടെക്സ്റ്റുകളായാലും കാശ്മീർ ഷബിസം ടെക്സ്റ്റുകൾ ഇതുവരെ കണ്ടത് കേട്ടോ, ഇതുവരെ കണ്ടതിലൊക്കെ ശിവൻ അർത്ഥം, ശക്തി, ശബ്ദം എന്ന രീതി തന്നെയാണ് ഇതുവരെ കണ്ടത്. ഇപ്പോ നിങ്ങൾ പറയുന്ന ടെക്സ്റ്റുകൾ ഏതാണെന്ന് ഞാൻ ഒന്നുകൂടി നോക്കാം. അല്ല, ഇത് നോക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. അത് രണ്ട് സ്കൂൾ ഓഫ് തോട്ടിന്റെ വഴിക്ക് പോയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു എന്നേ ഉള്ളൂ. അതൊരു തെറ്റല്ല. എന്നാലും ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ തീർച്ചയായിട്ടും നോക്കാം. സീക്രട്ട് സുപ്രീം എന്ന് പറയുന്നത് ഇപ്പോൾ കാശ്മീരി ശൈവത്തിലെ ആ അഭിനവഗുപ്തന്റെ പരമ്പര എത്തി നിൽക്കുന്ന സ്വാമി ലക്ഷ്മൺജു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സീക്രട്ട് സുപ്രീം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. പിന്നെ ജയദേവ് സിംഗ് എഴുതിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായി. ഞാൻ അധികവും പ്രൈമറി സോഴ്സ് ആണ്. ഞാൻ ശിവസൂത്രങ്ങളും ശിവദൃഷ്ടിയും അല്ലെങ്കിൽ പ്രതിഭിജ്ഞ കാരിക വിമർശിനി, ആ പ്രതിഭിജ്ഞ ഫിലോസഫിയിലാണ് ഞാൻ കൂടുതൽ നോക്കിയിട്ടുള്ളത്.
ഓക്കെ ഓക്കെ. എന്തായാലും വളരെ സന്തോഷം. ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ അവിടെ കാശ്മീര ശൈവം പഠിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പരിചയപ്പെടായിരുന്നു. നമുക്ക് തീർച്ചയായിട്ടും സംസാരിക്കാം, പിന്നീട് സംസാരിക്കാം. ശരി ശരി. ഓക്കെ, സന്തോഷം. ജയശ്രീ ചേച്ചി അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്തിരിക്കില്ല, കേൾക്കുന്നില്ലേ? കേൾക്കാം. നമസ്തേ. ഇതിപ്പോ നമ്മൾ ആദ്യം പറഞ്ഞത് രണ്ട് ലോകമുണ്ട്, പ്രകാശത്തിന്റെയും ശബ്ദത്തിന്റെയും രണ്ട് സെപ്പറേറ്റ് ലോകം ഉണ്ടെന്ന് പറഞ്ഞത്. സെപ്പറേറ്റ് എന്ന് പറഞ്ഞില്ല, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അനുഭവപ്പെടുന്നു. സത്യത്തിൽ ഇത് രണ്ടും ഒരു ലോകം തന്നെയാണ്. പ്രകാശത്തിലും പ്രകാശം വിമർശനം അല്ലെങ്കിൽ ശിവൻ ശക്തിയുണ്ട്, ശബ്ദത്തിന്റെ ലോകത്തിലും നാദം ബിന്ദു എന്നുള്ള രീതിയിൽ ശിവന് ശക്തിയുണ്ട്. യെസ്. അപ്പൊ ഈ നമ്മൾ പറയുന്ന പാദം, മന്ത്രം, വർണ്ണം എന്ന് പറയുന്നത് ഏതിന്റെ ലോകത്തിലാണ്? ശബ്ദത്തിന്റെ ലോകത്തിലാണോ പ്രകാശത്തിന്റെ ലോകത്തിലാണോ വരുന്നത്? ശബ്ദത്തിന്റെ. ഭുവനം, തത്വം, കല എന്ന് പറയുന്നത് അർത്ഥത്തിന്റെ. അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചത് ഇപ്പൊ അത് ശബ്ദത്തിന്റെ ഇതിൽ തന്നെയല്ലേ വരുന്നത്? അത് ശബ്ദവും അർത്ഥവും തമ്മിൽ ഭേദമില്ല എന്ന് പറയുമ്പോൾ അത് ശബ്ദത്തിന്റെ ലോകം തന്നെയാണെന്ന് പറയാം. പക്ഷെ നമുക്ക് ഇപ്പോ അനുഭവപ്പെടുന്നത് ഇത് രണ്ടായിട്ടാണ്. വാക്കും അർത്ഥവും എന്ന് പറയുന്ന സബ്ജക്ട് ഒബ്ജക്ട് ഡിഫറൻസിയേഷനെയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അർത്ഥത്തിന്റെ ലോകത്ത് എന്ന് പറയുന്നത്. പര എന്ന് പറയുന്ന അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ ഇതിന് ഭേദമില്ല. പക്ഷെ നമ്മൾ പ്രകാശത്തിന്റെ ലോകത്തിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. പ്രകാശത്തിന്റെ ലോകത്തിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഈ തലത്തിൽ സൂക്ഷ്മം, സൂക്ഷ്മതരം, സ്ഥൂലം എന്ന് പറയുന്ന തലത്തെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പ്രകാശത്തിന്റെ ലോകവും ശബ്ദത്തിന്റെ ലോകവും എന്നൊക്കെ പറഞ്ഞു വന്നത്. ഇവിടെ ഷഡത്വത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തൊരു ഭാഗമില്ലേ, ഇനി ഞാൻ ഷഡത്വത്തിന്റെ ഭാഷയിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, അവിടെ ഞാൻ വാക്കിന്റെയും അർത്ഥത്തിന്റെയും ലോകമാണ് പറഞ്ഞത്. വാക്ക്, അർത്ഥം. അവിടെ ഈ ശബ്ദവും പ്രകാശവും എന്നുള്ളത് മിക്സ് ചെയ്യരുതേ. വാക്ക്, അർത്ഥം മാത്രമേ ഉള്ളൂ. യെസ്, വാക്കിന്റെ ലോകവും അർത്ഥത്തിന്റെ ലോകവും. ഓക്കെ. ഓക്കെ കേട്ടാൽ അറിയാം തലക്കകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന്. നാദം ബിന്ദു എന്നുള്ള കൺസെപ്റ്റ് ഇതിനകത്ത് വാക്ക്, അർത്ഥ, ഷഡത്വത്തിന്റെ കൺസെപ്റ്റിൽ വരുന്നില്ല നേരം. മനസ്സിലായില്ല. ഈ പ്രകാശം, വിമർശം അല്ലെങ്കിൽ നാദം ബിന്ദു എന്നുള്ള കൺസെപ്റ്റ് ഈ ഷഡത്വത്തിന്റെ ഇതിൽ വരുന്നില്ല. ആ കൺസെപ്റ്റ് വരുന്നുണ്ടല്ലോ. നാദം ബിന്ദു, നാദബിന്ദുവാത്മകമായിരിക്കുന്ന ആ പരയാണ് ശബ്ദമായിട്ട് വന്നത്. ഇപ്പൊ ഞാനിപ്പോ ഈ ഉച്ചരിക്കുന്നത് ഇതിനൊരു പരാവസ്ഥ ഉണ്ടായിരുന്നു. പര ട്രാവൽ ചെയ്ത് വൈഖരിയായി വരുമ്പോഴാണ് നിങ്ങളൊക്കെ കേൾക്കുന്നത്, അല്ലെ? അതെ, അത് ശബ്ദത്തിന്റെ ലോകമാണ്. ശബ്ദത്തിന്റെ ലോകമാണ്. അപ്പൊ ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അർത്ഥവും പിടികിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് റിപ്ലൈ, ഡയലോഗ് സാധ്യമാവുന്നത്, അല്ലെ? അർത്ഥം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ വാക്കിനോട് ചേർന്ന് അർത്ഥവും ഇരിക്കുന്നുണ്ട്. തുടക്കത്തിൽ എന്തായിരുന്നു? പരയായിരുന്നു. വാക്കും അർത്ഥവും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ പരയായിട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ട്രാവൽ ചെയ്ത് വൈഖരിയായിട്ട് വന്നു. നമ്മൾ അതിനെ ശബ്ദമായിട്ട് കേട്ടിട്ട് അതിന്റെ അർത്ഥത്തെ ഉള്ളിൽ സങ്കല്പിക്കുന്നു. അപ്പൊ ഈ നമ്മൾ പറയുന്നത് മൂന്നും ശബ്ദത്തിന്റെ ലോകമാണ്. ഈ പര, പശന്തി, മധ്യമ, വൈദിക നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം. അതുപോലെ ഈ വാക്കും അർത്ഥമായിട്ട് നമ്മൾ ശിവനെ ശക്തിയും ഡിവൈഡ് ചെയ്ത് കല, തത്വം, ഭുവനം, വർണ്ണം, മന്ത്രം, പാദം എന്ന് പറയുന്നത് വാക്ക് അർത്ഥമായിട്ട് പറഞ്ഞതും അത് ശരിക്കും ശബ്ദത്തിന്റെ ലോകത്ത് തന്നെയാണ്. ഇതിലൊക്കെ ശബ്ദത്തിന്റെ ലോകത്ത് തന്നെയാ. പക്ഷെ ശബ്ദത്തിന്റെ ലോകത്ത് എന്ത്? ശബ്ദവും അർത്ഥവും. ശബ്ദം അർത്ഥമായിട്ട്. അപ്പൊ പ്രകാശത്തിന്റെ ലോകത്തിൽ നമ്മളത് പറയുന്നില്ല. ഇതേപോലത്തെ ഷഡബ്ദം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ല. പ്രകാശത്തിന്റെ ലോകത്ത് സംഭവിക്കുന്നത് ഇത് തന്നെയാ. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം ഇത് ശബ്ദത്തിന്റെ ലോകത്താണ്. ഓക്കെ. ഇത് തന്നെ സ്പർശത്തിന്റെ ലോകത്തും രസത്തിന്റെ ലോകത്തും ഘ്രാണ ലോകത്തൊക്കെ നടക്കും. ശരി. സുനിൽ പ്രഭ, ഇത്തിരി സ്പീഡപ്പ് ആക്കണേ. തീർച്ചയായിട്ടും. നമസ്തേ സച്ചിൻജി. ഞാൻ എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ, നമ്മൾ ഈ വാചകം, വാച്യം പറഞ്ഞു, അതിന്റെ നടുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള പാശം പറഞ്ഞു, പിന്നെ നമ്മളെ വാചകം, വാച്യം നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പോയി നെക്സ്റ്റ് ലെവലിലേക്ക്. അപ്പൊ ഈ പാശം എവിടെയാണ് അതിന്റെ ഇന്റർ കണക്ഷൻ? ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാശം. അപ്പൊ നമ്മളൊരു വസ്തുവിനെ നോക്കുന്ന സമയത്ത് സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന നോളജാണ് പാശം. അപ്പൊ ഇവിടെ നമ്മൾ സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സബ്ജക്റ്റിന്റെ ലോകവും ഒബ്ജക്റ്റിന്റെ ലോകവും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സബ്ജക്റ്റിന്റെ ലോകം ഉണ്ടെന്നും ഒബ്ജക്റ്റിന്റെ ലോകം ഉണ്ടെന്നും ഭേദം ഉണ്ടാക്കുന്ന സാധനമാണ് പാശം. സത്യത്തിൽ ഇതൊന്നാണ്. നിങ്ങൾക്ക് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്ന് ഭേദം വരുത്തേണ്ട കാര്യം ഉണ്ടായില്ല. പക്ഷെ ആ ഭേദം വരുത്തി നമുക്കിങ്ങനെ ഇതിനെ മനസ്സിലാക്കേണ്ടി വരാനുള്ള കാരണമാണ് പാശം. അപ്പൊ നമ്മൾ ഈ ഡിഫറെന്റ്
അർത്ഥവും വാക്ക് ലോക്കത്തിന്റെ ഡിഫറെന്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞല്ലോ. അതിനകത്തൊക്കെ ഈ പാശത്തിന്റെയും വേരിയേഷൻസ് ഉണ്ടോ? പാശത്തിന്റെ അതോ വേരിയേഷൻ അല്ല, പാശമാണ് ആ വേരിയേഷൻ ഉണ്ടാക്കുന്നത് തന്നെ. അതായത് എവിടെ ഭേദമുണ്ടോ അവിടെയൊക്കെ ഈ പാശ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. പരയായിരുന്ന സമയത്ത് ഭേദമില്ല, ഒറ്റ സാധനമേ ഉള്ളൂ. അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പാശം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വാക്ക്, അർത്ഥം, വാക്കിന്റെ ലോകം, അർത്ഥത്തിന്റെ ലോകം, സൂക്ഷ്മം, സൂക്ഷ്മതരം, സ്ഥൂലം എന്നൊക്കെ ഡിവൈഡ് ചെയ്യേണ്ടി വരുന്നത്. ആ ഡിവിഷൻ വരുമ്പോൾ തന്നെ മനസ്സിലാക്കുക അവിടെ പാശം ആക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ശരി, ഓക്കെ സാർ, താങ്ക് യു. ശ്രീകുമാർജി ചെയ്യാൻ വേണ്ടിയതോളൂ. നമസ്കാരം. നമസ്കാരം. എന്റെ ഒരു സംശയമുള്ളത് ഇടയ്ക്ക് ചോദിച്ച് ക്ലിയർ ആയി. ആണോ? ആ, പിന്നെ മന്ത്രത്തിന്റെ സ്ഥൂലഭാവം എന്തായിരുന്നു പറഞ്ഞ്? പാദം. പാദം. അതെ. ഓക്കെ ഓക്കെ. പിന്നെ ഒരു മ്യൂട്ടായി പോയി. ശ്രീകുമാർജി മ്യൂട്ടായി പോയി. ക്ലിയർ അല്ലേ? പറഞ്ഞു. ഒരു കാര്യം ഷെയർ ചെയ്യാനാണ്. അതൊന്ന് ഈ അന്ധനായ ആള്, ജന്മനാ അന്ധനായ ആളുടെ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അത് ശബ്ദമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും, മറ്റിന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവമായിരിക്കും. പക്ഷെ അതിനകത്തൊരു എനിക്ക് തോന്നിയൊരു സാധനം, ഈ കണ്ണിന്റെ, അതായത് ദൃക്കിന്റെ ആ ഇന്ദ്രിയങ്ങളിലൂടെ, ഇന്ദ്രിയാർത്ഥം എന്ന് പറയുന്നത് രൂപമാണ്. രൂപം എന്ന് പറയുന്നത് വർണ്ണം എന്നുള്ള അർത്ഥം. ബാക്കി ഈ വിഷ്വൽ പെർസെപ്ഷന്റെ, അതായത് കാഴ്ചയുടെ ബാക്കിയുള്ള എല്ലാ ആസ്പെക്ട്സും, കളറ് മാത്രമല്ലല്ലോ നമ്മൾ കാഴ്ചയിലൂടെ മനസ്സിലാക്കുന്നത്. എൻ്റെ ഷേപ്പ് ഉണ്ട്, സൈസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പലതും വരുന്നത് മനസ്സിന്റെ മറ്റു ഗുണങ്ങളിൽ നിന്നാണ്, പരാതി ഗുണങ്ങളിൽ നിന്നാണ്. ആഡ് ഓൺ വരുമ്പോഴാണ് നമുക്ക് ഒരു പൂർണ്ണ രൂപം കാണുന്നതായിട്ട് പറയുന്നത്. ആയുർവേദവും തർക്കവും കൂടെ ചേരുമ്പോൾ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കളർ ഒഴിച്ച്, അല്ലെങ്കിൽ ആ രൂപം എന്ന് പറയുന്ന ഭാവം ഒഴിച്ച് ബാക്കിയുള്ളത് ഒരു അന്ധനായ ആൾക്കും കിട്ടേണ്ടതല്ലേ എന്നുള്ളതുണ്ട്. കാരണം മറ്റിന്ദ്രിയങ്ങളിലൂടെ മനസ്സ് അവിടെ ഉണ്ടല്ലോ ഏതായാലും. അപ്പൊ അങ്ങനെ അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇയാൾക്ക് സ്വപ്നം കാണാമില്ലേ? അതെ അതെ അതെ, അതാണ്. ജന്മനാ അന്ധനായ ഒരാള് അയാളുടെ ത്വക്ക് എന്ന് പറയുന്ന ഇന്ദ്രിയം കൊണ്ട് തൊട്ടറിഞ്ഞിട്ട് അയാളുടെ ഉള്ളിൽ ഒരു ഷേപ്പ് ഉണ്ടായില്ലോ. യെസ്. ആ ഷേപ്പിനെ തൊടുന്നതായിട്ട് അനുഭവിച്ചുകൊണ്ട് വേണമെങ്കിൽ അയാൾക്ക് സ്വപ്നം കാണാം. അതെ, കാരണം ഈ ത്വക്കിന് ഈ ഷേപ്പ് അറിയാനുള്ള കഴിവില്ല, അത് മനസ്സിന്റെയാണ്. പരാതി ഗുണങ്ങൾ, ആ പരാതി, മനസ്സിന്റെ പരാതി ഗുണങ്ങളിൽ നിന്നാണ്. ത്വക്കിന് സ്പർശം മാത്രമേ ഉള്ളൂ. ഒരു ഇന്ദ്രിയത്തിന് ആ ഇന്ദ്രിയത്തിന് അർത്ഥം മാത്രമല്ല, വേറൊന്നും ഗ്രഹിക്കാൻ പറ്റില്ല. പക്ഷെ ബാക്കിയൊക്കെ മനസ്സാ ചെയ്യണം, മനസ്സിന്റെ പരാതി ഗുണങ്ങളാ. അപ്പൊ ഇവിടെ അന്ധന് ഈ വർണ്ണം അല്ലെങ്കിൽ രൂപം രൂപം എന്ന് വെച്ചാൽ അവിടെ വർണ്ണം എന്നാ ഉദ്ദേശിക്കുന്നതെന്നാ പറയാം. അപ്പൊ അത് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഇയാൾക്ക് ഒരു വിഷ്വൽ പെർസെപ്ഷനിലൂടെ പോസിബിൾ ആവുമെങ്കിൽ അയാൾക്ക് ഈ കളർലെസ് ആയിട്ടുള്ള സ്വപ്നം കണ്ടുകൂടെ എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് എനിക്ക് തോന്നിയൊരു സംശയം ഷെയർ ചെയ്തതേ ഉള്ളൂ. രണ്ടൊന്ന്, ഇത് VS രാമചന്ദ്രന്റെ ന്യൂറോളജിസ്റ്റ് ഉണ്ടല്ലോ, കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ്, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ ബുക്കിനകത്തൊരിടത്ത് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. അതായത് നമ്മൾ ഒരാളോട് ഇരുന്നിട്ട് ഈ തലയിലെ ഈ ഗാൽവനോസ്കോപ്പ് ഒക്കെ വെച്ചിട്ടാ ഈ അയാളുടെ ഈ ബ്രെയിനിലെ സെൻസേഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് ഉണ്ടാവുന്നത്. ഇയാള് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ആ ഡിസിഷൻ എടുക്കുന്ന കൈ പൊന്തിക്കുക എന്നുള്ളതാണ് അയാളുടെ ഇത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കാതെ കേട്ടോ, നോക്കിയത് ആദ്യം. അതായത് നിങ്ങൾക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ കൈ പൊന്തിക്കണം, വലത്തെ കൈ പൊന്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഫിറ്റ് ചെയ്തു. ഈ സാധനം ഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇയാൾ ആക്ച്വലി ഞാൻ ഈ കൈ പൊന്തിക്കാൻ പോവാണ് എന്ന് തീരുമാനം എടുക്കുന്നതിന് മുൻപേ ബ്രെയിനിൽ അതിന്റെ ആ സ്പോട്ടിൽ ഒരു ഫ്ലാഷ് ഉണ്ടായി. എന്ന് വെച്ചാൽ ഒരു മെസ്സേജ് അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ ആക്ച്വലി കോൺഷ്യസ്ലി ഇയാള് ഈ തീരുമാനം എടുക്കുന്നതിന് മുന്നേ ആ ബ്രെയിനിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മോട്ടോർ മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞു എന്നർത്ഥം. മുമ്പേ പറഞ്ഞതായിട്ട് ഞാൻ അങ്ങനെ തട്ടിച്ചു നോക്കിയതാണ്. നമ്മുടെ ഈ
തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ വൈഖരിക്ക് മുമ്പ് ആ ഒരു സാധനം പറഞ്ഞല്ലോ, അതായത് മധ്യമ, അതിനു മുമ്പത്തെ അവസ്ഥയില്, അതായത് പശ്യന്തി ഒരുപക്ഷെ ആ ഒരു സ്പോട്ട് ആയിരിക്കും തോന്നിയതാണ്. അതുകൊണ്ട് പറഞ്ഞു എന്നല്ലേ ഋഷി അറിയുന്നത്. അതെ അതെ, അത് ട്രാവൽ ചെയ്തിട്ട്, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രാവൽ ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ അത്രയും എവിഡന്റ് ആയതുകൊണ്ട് നമ്മൾ അത്രയും സ്റ്റെപ്സിനെ ആലോചിക്കുന്നില്ല. അതെ അതെ. ഓക്കെ, നന്നായി. ശരി ശരി. ഞാൻ ഒന്ന് ക്യൂ തെറ്റിച്ചിട്ട് രാംജി അൺമ്യൂട്ട് ചെയ്യാണേ. കേക്കാമോ? കേക്കാം കേക്കാം. ഞാൻ കഴിഞ്ഞ ചോദ്യം കേട്ടിട്ട് ഈ ഇയാമ്പാറ്റ വിളക്ക് കണ്ടിട്ട് ഓടി വന്ന മാതിരി ഓടി വന്നതാ. എന്താ അത്? അല്ല, വാക്കും അർത്ഥം. അദ്ദേഹം പോയോ? ഇതിന്റെ അകത്തുനിന്ന് അദ്ദേഹം ഉണ്ടോ? യെസ് യെസ്. സംഗമേശ്വർജി ഇപ്പോഴുണ്ടോ? അദ്ദേഹം പോയോ? ഉണ്ട് സംഗമേശ്വർ. ഒരു മിനിറ്റ്. ഇല്ല കുഴപ്പമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ആ ചോദ്യം, അതിലൊരു ക്ലാരിറ്റി, അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞ പ്രകാരം അത് ശരിയാണ് ആ പറയുന്നത്, അങ്ങനെ നോക്കുന്ന സമയത്ത്. പക്ഷേ നമ്മൾ ഇവിടെ പറയുന്ന സമയത്ത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. അതായത് നമ്മൾ ഇതിനെ നോക്കുന്ന സമയത്ത്, അതായത് രണ്ട് കാര്യങ്ങൾ. പര എന്ന് പറയുന്ന ഭാവം, പരാസംവിത്ത് എന്ന് പറയുന്ന അവസ്ഥ. ഭാവം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു രൂപത്തിലേക്ക് വന്നു. അഭാവം എന്നും പറയാൻ പറ്റില്ല, ഭാവവും അല്ല അഭാവവും അല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ പരാസംവിത്ത്. ഈ പരാസംവിത്തിന്റെ, അദ്ദേഹത്തിന് കാണുന്നില്ല, ഇവിടെ ഉണ്ടോ? അദ്ദേഹം ഉണ്ടായിരിക്കും അല്ലേ? കുഴപ്പമില്ല, ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ജനറലി പറയാം. അതില് ഈ വാക്കും വാചകത്തിന്റെ അധ്വം അല്ലെങ്കിൽ അധ്വൻ, അല്ലെങ്കിൽ വാച്യത്തിന്റെ അധ്വൻ, അതായത് വാചകത്തിന്റെ വഴി വാക്യത്തിന്റെ വഴി എന്നുള്ള, വാച്യത്തിന്റെ വഴി അർത്ഥത്തിന്റെ വഴി ശബ്ദത്തിന്റെ വഴി എന്നുള്ളതിനകത്താണല്ലോ നമ്മൾ ശബ്ദത്തിന്റെ വഴിയിലാണ് നമ്മൾ വർണ്ണം, മന്ത്രം, പാദം തുടങ്ങിയവ മനസ്സിലാക്കിയത്. അപ്പുറത്ത് എന്താണ് കണ്ടിട്ടുള്ളത്? കലാതത്വം, ഭുവനാണ്. ഇത് സൂക്ഷ്മ സ്ഥൂല, അല്ലെങ്കിൽ സൂക്ഷ്മതരം സൂക്ഷ്മം സ്ഥൂലം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സച്ചിൻ അങ്ങനെയാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണോ? അങ്ങനെ തന്നെ. സൂക്ഷ്മതരം സൂക്ഷ്മം സ്ഥൂലം. അവിടെയും നമ്മൾ പറയാതിരിക്കുന്ന ഒരു വാക്ക് പര എന്നാണ്. സൂക്ഷ്മതരത്തിനെ നമ്മൾ പര എന്ന് വിളിച്ചിട്ടില്ല, നമ്മൾ സൂക്ഷ്മതരം എന്നേ വിളിച്ചിട്ടുള്ളൂ. അതിന്റെ അർത്ഥം പൊളാരിറ്റിയാണ്. വാസ്തവത്തിൽ കാശ്മീര ശൈവത്തിലെ ത്രികദർശനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് പോൾസിലേക്ക് എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഒബ്ജക്റ്റിവിറ്റിയുടെ ഒരു പോള്, സബ്ജക്റ്റിവിറ്റിയുടെ ഒരു പോള്, മനസ്സിലായില്ലേ? അതായത് അഹംബോധത്തിന്റെ ഒരു ഭാഗം, ഇതം ബോധത്തിന്റെ ഒരു ഭാഗം, അഹമിത ബോധങ്ങളുടെ ഇടയിലുള്ള സഞ്ചാരമാണ് വാസ്തവത്തിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പം നമ്മൾ 36 തത്വം നിങ്ങൾ പഠിച്ചു. 36 തത്വം പഠിക്കുന്ന സമയത്ത് അതിൽ ആദ്യത്തെ 5 തത്വങ്ങൾ, ശുദ്ധതത്വങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്ത് ശിവൻ, ശക്തി, ശുദ്ധവിദ്യ, ഈശ്വരൻ, സദാശിവൻ എന്നിവയില് ഈ ശിവൻ, ശക്തി എന്നിവ പോലും ലെസർ ഡയമെൻഷൻസ് ആണ്. എന്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? പരാസംവിത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 36 താഴെ നിന്ന് എണ്ണിയാൽ 36ാമത്തെ തത്വം എന്താ? ശിവനാണ്, അല്ലെ? താഴെ നിന്ന് എണ്ണിയാൽ, ഭൂമിയിൽ നിന്ന് എണ്ണി തുടങ്ങിയാൽ 36ാമത്തെ തത്വം ശിവതത്വമാണ്. അങ്ങനെയെങ്കിൽ 36ാമത്തെ തത്വത്തിന് മേലെ എന്ത്? 37ാമത്തെ തത്വ. 37ാമത്തെ തത്വം എന്താന്നുള്ള ചോദ്യത്തിന് 37ാമത്തെ തത്വം ഈ സമഷ്ടിയെ ഉൾക്കൊള്ളുന്ന, അതായത് 36 മുതൽ 1 വരെയുള്ള തത്വങ്ങളെ ഉൾക്കൊള്ളുന്ന എല്ലാം ചേർന്നിരിക്കുന്നതാണ് 37ാമത്തെ തത്വം, സമഷ്ടിയാണ്. അങ്ങനെയെങ്കിൽ 37ാമത്തെ തത്വത്തിന് മേലെ എന്ത്? വീണ്ടും ചോദ്യം. 37ാമത്തെ തത്വത്തിന്റെ മേലെ തത്വമില്ലായ്മ. 37 തന്നെ ഒരു തത്വമല്ല, 37ാമത്തിന്റെ മേലെ എന്താ? 38 എന്ന് പറയുന്ന തത്വം. അങ്ങോട്ടൊന്നും പോണ്ട, ഞാൻ പറഞ്ഞു വരുന്നത് 37 നമ്മൾ മനസ്സിലാക്കാം. 37നെയാണ് നമ്മൾ പരാസംവിത്ത് അല്ലെങ്കിൽ പരാ എന്ന് വിളിച്ചിരിക്കുന്നത് എങ്കിൽ 36 ശിവത്വമാണ്. ശിവത്വം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ ഈ ശിവൻ, ശക്തി എന്ന് പറയുന്ന 3 എണ്ണത്തിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം?
ഒബ്ജക്റ്റിവിറ്റിയും സബ്ജക്റ്റിവിറ്റിയും കണക്കാക്കാം. അതായത് പരാസംയുത്തിൻ്റെ ഉള്ളിൽ രണ്ടവസ്ഥ ഉണ്ട്. എന്താ അവസ്ഥ? അഹംബോധവും ഇതം ബോധവും. അഹമിതമായിക്കൊണ്ട് അത് രണ്ടെണ്ണമായിട്ടല്ല നിൽക്കുന്നത്, പരസ്പരം മെർജായി കിടക്കുക. കാരണം അഹമേത് ഇതമേതെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ പിന്നീട് അത് അഹമെന്നും ഇതമെന്നും രണ്ട് സെപ്പറേറ്റ് ഫോം സ്വീകരിക്കുന്നു. ശിവനെന്നും ശക്തി എന്നും പറഞ്ഞ രണ്ട് സെപ്പറേറ്റ്. അതിൽ ശിവന്റെ സബ്ജക്റ്റിവിറ്റിയെയും ഇതം ശക്തി ഒബ്ജക്റ്റിവിറ്റി ഇതത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇനി ബാക്കി മൂന്നെണ്ണം വന്നു. ആരൊക്കെയാ? സദാശിവൻ, ഈശ്വരൻ, ശുദ്ധവിദ്യ. സദാശിവൻ ആരായിട്ടാ കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്? സദാശിവൻ ശിവതത്വമായിട്ടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. കാരണം അതിൽ കൂടുതലുള്ളത് സബ്ജക്റ്റിവിറ്റിയാണ്. അല്ലെങ്കിൽ സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന വാക്ക് ശരിയല്ല, സബ്ജക്റ്റീവ് കോഷ്യന്റ് ആണ്. സബ്ജക്റ്റീവ് കോഷ്യന്റ് ആണ്. ഇതം അഹംനസ് ആണ്, ഐനസ് ആണ്. ഐനസ് കൂടി നിൽക്കുകയാണ്. അതാണ് സദാശിവൻ. ഇനി നടുക്കുള്ള എന്താ? ഈശ്വരൻ. സദാശിവൻ, ഈശ്വരൻ, ശുദ്ധവിദ്യ. അപ്പൊ ഈശ്വരനിൽ എന്താ ഉള്ളത്? ഈശ്വരനിൽ രണ്ടും ഈക്വലാ. കാരണം പൊളാരിറ്റി അപ്പുറത്തേക്ക് മൂവ്മെന്റാ. ആ പൊളാരിറ്റിയിൽ ഈശ്വര തത്വത്തിൽ എന്താ ഉള്ളത്? രണ്ടും തുല്യാതുല്യാണ്. ഐനസ് ആൻഡ് ദാറ്റ്നസ് ആർ ഈക്വൽ. അഹം ആൻഡ് ഇതം ആർ ഈക്വൽ. തൂക്കി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഐനസ് ആണെന്ന് വിചാരിക്കുക. എൻ്റെ ഈ വിരൽ ഐനസ് ആണെന്ന് വിചാരിക്കുക. എളുപ്പത്തിന് മനസ്സിലാവാൻ എന്തെങ്കിലും ചുറ്റണോ? ഇത് പിടിച്ച വിരൽ ഇത് ഐനസ് ആണ് എന്ന് വിചാരിക്കുക. ഇത് സദാശിവനിൽ ഇങ്ങനെയാണ്. തൂക്കം കൂടുതൽ ഏതിലാ? ഐനസിലാണ്. ഈശ്വരനാകുമ്പോൾ ഇത് രണ്ടും ഈക്വലായി. ശുദ്ധവിദ്യ ആകുമ്പോൾ ദാറ്റ്നസ് കൂടി, ഇതം തത്വം കൂടി. അപ്പൊ എന്താ? ഇതായി. ക്ലിയർ ആയോ? അപ്പൊ വാസ്തവത്തില് എന്തിനാണ് പരാസംവിത്ത് ഈ 5 ആയത്? അല്ലെങ്കിൽ 5 കഴിഞ്ഞ് പിന്നെ 11 ആയത്, പിന്നെ 25 ഇതാണല്ലോ ക്വസ്റ്റ്യൻ. സാഖ്യത്തിൽ നിന്ന് തന്ത്രത്തെ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വൈ എന്ന ക്വസ്റ്റ്യൻ ആണ്. സാഖ്യത്തിന് പ്രകൃതിയുണ്ട്, പുരുഷനുണ്ട്. എന്തിനാണ് വൈ ഇതൊക്കെ എന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്, അതാൻ്റെ സ്വഭാവവാദമാണ്, അതങ്ങനെയാണ് എന്നേ പറയുള്ളൂ. പക്ഷെ തന്ത്രത്തിൽ ഈ ക്വസ്റ്റ്യൻ വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. വൈ, എന്തിന്? അപ്പോൾ അഹംബോധത്തിന് സബ്ജക്റ്റീവ് കോഷ്യന്റ് അതിനകത്തുള്ള, അല്ലെങ്കിൽ പരാസംവിത്ത് സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ആയിരിക്കുന്നത് ഒബ്ജക്റ്റീവ് കോഷ്യന്റ് ആയിട്ട് മാറുക. അപ്പൊ നമ്മൾ പറയും ഏറ്റവും ഉയർന്ന ആനന്ദത്തിൽ നിന്ന് ഏറ്റവും താഴ്ന്ന ആനന്ദത്തിലേക്കുള്ള വരവാണ്, ജഗദാനന്ദം അനുഭവിക്കാനുള്ള വരവാണ്. ക്ലാരിറ്റി കിട്ടിയോ? അപ്പം ശിവന്റെ ഏറ്റവും പരമമായ ആനന്ദത്തിന്റെ പ്രകടനം വാസ്തവത്തിൽ ഉണ്ടാവുന്നത് എവിടെയാ? ക്രിയാതത്വത്തിലാണ്. ക്രിയാതത്വം എക്സ്പ്രസ്ഡ് ആവുമ്പോഴാണ്, ക്രിയ എക്സ്പ്രസ്ഡ് ആവുമ്പോഴാണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ പഞ്ചഭൂതങ്ങളെ നോക്കിയാൽ ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് ക്രിയാതത്വമാണ്, അത് ഭൂമിതത്വം. അതുകൊണ്ട് ഭഗവാൻ ഇച്ഛ കൊണ്ട് അഗ്നിയെ, ജ്ഞാനം കൊണ്ട് ജലത്തെ, ക്രിയ കൊണ്ട് ഭൂമിയെ തീർന്നു. ഭൂമി തത്വത്തിൽ തന്നെ തീർന്നു. ജഗദാനന്ദം പരമാവധിയായി. പിന്നുള്ളത് നിവൃത്തിയ, പിന്നുള്ള മുകളിലേക്കുള്ള പോക്കാണ്. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ ചോദ്യവുമായിട്ട് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഞാൻ പറയാം കേട്ടോ. നമ്മൾ അതിനെ ഇങ്ങനെ ഇപ്പൊ പ്രതിജ്ഞാഹൃദയത്തിന്റെ ഭാഷയിലായാലും ഇതിന്റെ ഭാഷയിലായാലും കണ്ടാലും നമ്മൾ നോക്കുന്ന സമയത്ത് സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റിവിറ്റിയിലേക്കുള്ള മൂവ്മെന്റ് ആണ് ഇവിടുത്തെ വിഷയം. ആ പൊളാരിറ്റിയാണ്. ഒരു ഹൈപ്പർബോള ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ശിവശക്തിയാത്മകമായിട്ട് അതിന്റെ രൂപത്തെ കാണാൻ പറ്റും. ഈ ഭാഗത്ത് ശക്തി, ഈ ഭാഗത്ത് ശിവനും. ഈ മൂവ്മെന്റ് ആണ്, ഈ പൊളാരിറ്റിയാണ്, ഈ രണ്ട് പോൾസിലേക്കുള്ള ഈ മൂവ്മെന്റ് ആണ് മൊത്തം പ്രപഞ്ചത്തിന്റെ രഹസ്യം. അങ്ങനെ വരുമ്പം ഷഡദ്വത്തിൽ വരുമ്പം, ഷഡദ്വം എന്ന് പറഞ്ഞാൽ എന്താ? സത്യത്തിൽ ഷഡദ്വം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് കോഷ്യന്റിലേക്ക് ഉള്ള പോക്ക് തന്നെയാണ്. ആ ഒബ്ജക്റ്റീവ് കോഷ്യന്റിൽ സബ്ജക്റ്റീവ്നെസ് എവിടെ കൂടിക്കിടക്കുന്നു? സബ്ജക്റ്റീവ്നെസ് കൂടിക്കിടുന്നത് ആബ്സ്ട്രാക്ട്നെസ്സിലാണ്. ആബ്സ്ട്രാക്ട്നെസ് ഏതാണ്? ആബ്സ്ട്രാക്ട്നെസ് എന്ന് പറയുന്നത്, അതായത് ആബ്സ്ട്രാക്ട്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? അമൂർത്താവസ്ഥ. അതിൽ നല്ല ആബ്സ്ട്രാക്ട്നെസ് അല്ലേ? ശരി, അമൂർത്തായിരിക്കുക ഒരു വസ്തു. അതായത് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ആപ്പിൾ എന്ന ആശയം എൻ്റെ അകത്തുണ്ട്, ആപ്പിൾ എന്നൊരു കാഴ്ചയുണ്ട്.
ഇതിൽ സ്ഥൂലമായിരിക്കുന്ന ആപ്പിളാണ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ളത്. ആ ആപ്പിൾ എന്ന് പറയുന്ന ആശയം എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അതിൻ്റെ സൂക്ഷ്മാവസ്ഥയാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ആ സൂക്ഷ്മത്തെ അർത്ഥം എന്ന് വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ ആ അർത്ഥം എന്ന് പറയാം. അത് ശരിയാ, ആ ആർഗ്യുമെന്റ് തെറ്റല്ല, അത് കറക്റ്റാണ്. പക്ഷെ ഇവിടുത്തെ പോയിന്റ് എന്താ? ആ ആപ്പിൾ ഉണ്ടല്ലോ, അകത്തുള്ള ആപ്പിള്, ആ ആപ്പിള് സച്ചിൻ വ്യാഖ്യാനിച്ചതുപോലെ ആ ആപ്പിൾ എന്ന ആശയം അകത്തുള്ളത് ആ സബ്ജക്റ്റീവ് കോഷ്യന്റിന്റെ ഉള്ളിലായിരിക്കുന്നത്, രൂപത്തിലല്ല, മറിച്ച് ആശയത്തിലായിരിക്കുന്നത്. മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. അതായത് ശിവതത്വം ഒരു ആബ്സ്ട്രാക്ട്നെസ് ആണ്, അമൂർത്താവസ്ഥയാണ്. അത് കണ്ണടച്ചാലും കാണാം, അതുകൊണ്ടാണ് സബ്ജക്റ്റിൽ അത് അമൂർത്താവസ്ഥയാണ്. അത് അമൂർത്താവസ്ഥയാ. അതിന് ഈ പറഞ്ഞ പോലെ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഉദാഹരണത്തിന് സിമ്പിൾ ആയിട്ട് പറയാം, ഫിസിക്സിന്റെ ഉദാഹരണം എടുക്കാം. E = mc² എന്നുള്ള ഭയങ്കര സിമ്പിളായ ഉദാഹരണമായി പോയി. E = mc² എന്ന് പറയുമ്പോൾ എനർജി എന്ന് പറയുന്ന സാധനം, പ്രപഞ്ചം എന്ന് പറയുന്ന എനർജി മാറ്റർ ആണ്. E = m അവസാനം നോക്കുമ്പോൾ മാറ്റർ ആൻഡ് എനർജി ആർ സെയിം എന്നൊരു ആശയത്തിലേക്ക് വരികയാണെങ്കിൽ മാറ്ററിനെ നമുക്ക് എനർജി ആക്കാൻ പറ്റും. എങ്ങനെ? കത്തിച്ചാൽ മതി. ഇപ്പോൾ ഒരു വിറക് കത്തിച്ചാൽ ഹീറ്റ് എനർജി ഉണ്ടായി, ലൈറ്റ് എനർജി ഉണ്ടായി, അല്ലേ? എനർജിയെ മാറ്റർ ആക്കാൻ പറ്റുമോ? കുറച്ച് വെളിച്ചങ്ങളെ നേരെ ഇങ്ങനെ അടിച്ചു പിടിച്ച് അതിങ്ങനെ പിടിച്ചെടുത്തിട്ട് ഒരു കട്ടയാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു മെഷീനിലൂടെ വെളിച്ചം കടത്തി വിട്ടാൽ അതൊരു കട്ടയാക്കാൻ പറ്റുമോ? ആസ് ഓഫ് നോ പറ്റൂല. ഭാവി പറ്റിയേക്കാം. ഇപ്പൊ ഫോട്ടോസിന്തസിസ് ഒക്കെ വരുന്ന സമയത്ത്, ഫോട്ടോസിന്തസിന്റെ ഉദാഹരണം വരുന്ന സമയത്ത് വെളിച്ചത്തെ, അവിടെയും വേറെ കുറെ പ്രോസസ്സ് നടക്കുന്നുണ്ട്, എന്നാൽ പോലും വെളിച്ചത്തെ അതെന്ത് ചെയ്യുന്നുണ്ട്? മാറ്റർ. അപ്പൊ ഈ വെളിച്ചത്തെ ശിവത്വം എന്ന് കണക്കാക്കിയാൽ ആ എനർജി എപ്രകാരമാണോ ദ്രവ്യമായി പരിണമിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ വളരെ പെർട്ടിനന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് അമൂർത്തമായിരിക്കുന്ന ഒരു സംഭവം ഈ മൂർത്തമായിരിക്കുന്ന ഒരു പ്രപഞ്ചമായി തീർന്നത്? തൊടാവുന്ന, എടുക്കാവുന്ന, മണക്കാവുന്ന, രുചിക്കാവുന്ന, കടിക്കാവുന്ന, പിടിക്കാവുന്ന ഒരു പ്രപഞ്ചമായി മാറിയത് എങ്ങനെ? ആ മാറിയത് ഈ പൊളാരിറ്റിയിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ്, ഈ ചലനം കൊണ്ടാണ്. ഈ പൊളാരിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ നമുക്ക് സ്പർശയോഗ്യമാക്കിയത്, നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലാക്കിയത്. ആ പൊളാരിറ്റിക്ക് കാരണമാകുന്നതിനെ ശക്തി എന്നാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ശക്തിയുടെ ഇടപെടലിന്റെ ഭാഗമായി പ്രകടിതമായിരിക്കുന്നത് എന്താണ്? സ്ഥൂലമായ പ്രപഞ്ചം. ആ സ്ഥൂലമായ പ്രപഞ്ചത്തെയും വെറും സ്ഥൂലമായ പ്രപഞ്ചം എന്നല്ല വിളിച്ചിരിക്കുന്നത്. അതിന് 3 അവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് അതിന്റെ സ്ഥൂലാവസ്ഥ, ഗ്രോസ് ആയ അവസ്ഥ. ഒന്ന് അതിന്റെ ഇടയ്ക്കുള്ള എന്താണ്, സൂക്ഷ്മാവസ്ഥ. ഒന്ന് അതിന്റെ സൂക്ഷ്മതരാവസ്ഥ. അപ്പൊ ഏറ്റവും സ്ഥൂലാവസ്ഥ എന്ന് വിളിച്ചിരിക്കുന്നത് 118 ഭുവനങ്ങളെയാണ്. അതിട്ട് കാണാൻ വയ്യ, അതാണ് ഏറ്റവും സ്ഥൂലം എന്ന് വിളിച്ചിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? കലാതത്വം ഭുവനം. ഭുവനം കഴിഞ്ഞാൽ പിന്നെ തത്വമാണ്, പിന്നെ 36 തത്വമാണ്. അത് പിന്നെയും കാണാൻ പറ്റും. പിന്നെയുള്ള കലയാണ്. അതെന്താ? നിവൃത്തിയാദി ശാന്തിയാതീത കല വരെയുള്ള കല. നിവൃത്തി, പ്രതിഷ്ഠ, വിദ്യ, ശാന്തി, ശാന്തിയാതീതം തുടങ്ങിയ കലകൾ. അതാണ് സൂക്ഷ്മം. അതേ സാധനം ഇപ്പുറത്ത് അതിന് പാരലായിട്ട് ഇപ്പുറത്ത് എന്താ കാണുന്നത്? വർണ്ണം, മന്ത്രം, പാദം. അങ്ങനെ നോക്കുമ്പം ആ അമൂർത്താവസ്ഥ ഏറ്റവും കൂടുതൽ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ശിവതത്വത്തെയാണ്. പക്ഷേ അത് ശിവൻ തന്നെയാണോ, ഇത് ശക്തി തന്നെയാണോ എന്ന ചോദ്യത്തിന് തന്ത്രം അല്ല എന്ന അഭിപ്രായം പറയുന്നത്. തന്ത്രത്തിന്റെ അഭിപ്രായത്തിൽ എന്തിനാണ് നിങ്ങൾ ഷഡത്വം പഠിക്കുന്നതെന്നാണ് ആദ്യത്തെ ചോദ്യം. സച്ചിൻ പറഞ്ഞിട്ടുണ്ടാവും അത്. ഷഡത്വം പഠിക്കുന്നത് നിങ്ങൾ ഇത്രയും കാലം ഇതിൽ വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾ ഇതിൻ്റെ അകത്ത് പെട്ട് നശിച്ചു പോണ്ട, രക്ഷപ്പെട്ടോളാനാണ് തന്ത്രം ഷഡത്വം എന്ന് തന്നെ. ദ പാത്ത് ഇസ് റോങ്. നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ്. പക്ഷെ വഴി തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ ഷഡത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം ആശയത്തെക്കുറിച്ച് തന്ത്രത്തിന്റെ അഭിപ്രായം ഈ പാത്ത് തെറ്റിക്കൊണ്ടാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കുന്ന പാത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് യു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്. അപ്പം മാത്രമേ എന്തുണ്ടാവുള്ളൂ? പരാസംവിത്തിനെ അറിയാൻ സാധിക്കുന്നുള്ളൂ. പറഞ്ഞു വരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ പരാസംവിത്ത് എന്നതിൻ്റെ അകത്തുള്ള ഐ കോൺഷ്യസ്നസ്സും ദാറ്റ് കോൺഷ്യസ്നസ്സും ആശയം എന്ന തരത്തിൽ
അല്ലെങ്കിൽ അമൂർത്തമായ അവസ്ഥയിൽ വാക്കിലും അല്ലെങ്കിൽ മൂർത്തമായ അവസ്ഥയിൽ വാച്യത്തിലും റെപ്രസെന്റ് ചെയ്യപ്പെടുന്നു. ഉദാഹരണത്തിന് ആപ്പിൾ എന്ന എൻ്റെ മനസ്സിന്റെ ഉള്ളിലെ വാസ്തവത്തിലുള്ള ആശയത്തിന്റെ പ്രകാശനം ആപ്പിൾ എന്ന് പറയുന്ന ഒരു വസ്തുവിലാണ്. അത് തിരിച്ചുമാണ്. ആപ്പിൾ എന്ന വസ്തു ഞാൻ കാണുമ്പോൾ ആ വസ്തുവിന്റെ ആശയരൂപത്തിലുള്ള പ്രകാശനം എൻ്റെ ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് ബിംബ പ്രതിബിംബവാദാവുന്നത്. പക്ഷെ നമ്മൾ സാധാരണ നോക്കുമ്പോഴുള്ള ബിംബ പ്രതിബിംബം പോലെ മിററിൽ ഒരു വ്യക്തി നോക്കുന്നതല്ല ശിവശക്തികളും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ കണ്ണാടിയിൽ നോക്കുന്നു, എൻ്റെ പ്രതിബിംബം അതിൽ പ്രതിഫലിക്കുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഞാൻ ഒരു യഥാർത്ഥ വസ്തുവും മറ്റേതൊരു പ്രതിഫലനവുമാണ്. പക്ഷെ ശിവശക്തികൾ നോക്കുന്ന സമയത്ത് ഇത് രണ്ട് കണ്ണാടിയാണ്. രണ്ടും കണ്ണാടിയാണ്. ശിവനും കണ്ണാടിയ, ശക്തിയും കണ്ണാടി. രണ്ട് കോൺകേവ് മിറർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ 2 കോൺകേവ് മിറർ. അപ്പൊ അത് ഇങ്ങനെ തിരിച്ചും റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അത്? റിസൾട്ട്സ് ആൻഡ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. ഒരു രക്ഷയില്ലാത്ത അത്രയും പോസിബിലിറ്റീസിലേക്ക് അതിങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ ആശയപരമായ എന്താ പറയാ സാങ്കത്യം. ഇനി പറയാനുള്ളത് ഇപ്പൊ സാമാന്യ കൺഫ്യൂഷൻ ആയില്ലേ അല്ലേ? സ്വസ്ഥായിട്ടിരിക്കുകയില്ല എല്ലാവരും. ഞാൻ അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ ഓടി വന്നാണ് അത് കേൾക്കാൻ. ഞാനും സച്ചിനൊക്കെ ആദ്യം പറയും ഇത് പറയാൻ ഞാൻ മനസ്സിലാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് ചോദ്യങ്ങൾ വരുന്നത്. വളരെ സന്തോഷം സംഗമേശൻ ജി. ഞാൻ ഈ പ്രതിജ്ഞാകാരിക ഉൽപ്പലന്റെ ഈശ്വര പ്രതിജ്ഞാകാരികയും അതിന്റെ അഭിനവഗുപ്തന്റെ വിവൃതി വിമർശിനി 2 വ്യാഖ്യാനങ്ങളുണ്ട്. അത് കുറച്ച് നോക്കിയിട്ടുണ്ടായി. അപ്പൊ അതിലിപ്പോ പറയും, നമ്മൾ ഇപ്പൊ താങ്കൾ പറഞ്ഞ ശരി തന്നെ, നമ്മൾ ശിവൻ ശക്തി എന്ന 2 വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ കുറച്ച് അദ്വൈത ഹാനി സംഭവിക്കുന്നുണ്ട്. ശരിക്കും തത്വാതീതൻ എന്ന് 36ന്റെ അപ്പുറത്ത് തത്വാതീതൻ എന്ന് പറയുമ്പോഴാണ് ഒരു പരാസംവിത്ത് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. തത്വാധികാര നിർണയം അതാണ് ചാപ്റ്റർ. അതെ. അപ്പൊ അതില് ഇപ്പോ ഈ ശിവനെ പറ്റി പറയുമ്പോ നമ്മൾ ആത്മാവ് തന്നെയായുള്ള ശിവൻ അത് ജ്ഞാനം ക്രിയ 2 വിശേഷണത്തോട് കൂടിയതാണ് എന്ന് പറയും. ശരിക്കും നമ്മൾ പറയും ശിവനെയും ശക്തിയെയും വേർപിരിക്കാൻ പറ്റില്ല എന്ന് പറയും. ശരിക്കും ഒരു ശക്തിയേ ഉള്ളൂ. ആ ഒരു ശക്തി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇച്ഛാശക്തിയായും ജ്ഞാനശക്തിയായും ക്രിയാശക്തിയായും ക്രമത്തിൽ വളരുന്നത്. ഇച്ഛാശക്തി സൂക്ഷ്മമാണ്, അതിനേക്കാൾ കുറച്ചും കൂടിയും സ്ഥൂലമാണ് ജ്ഞാനശക്തി, അതിനേക്കാൾ കുറച്ചുകൂടി സ്ഥൂലമാണ് ക്രിയാശക്തി. ഇതിനെ തന്നെ സ്വാതന്ത്ര്യ ശക്തി, നിർമ്മാണ ശക്തി എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ പറയും. അത് തന്നെ സദാശിവൻ ഈശ്വരൻ ശുദ്ധവിദ്യ. അതെ. ഈ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി തന്നെയാണ് ഈ പറഞ്ഞ പോലെ സദാശിവനും ഈശ്വരനും ശുദ്ധവിദ്യ ആയിട്ടുള്ളത് പറയുന്നതും അത് തന്നെ. അപ്പോ യഥാർത്ഥത്തിൽ തത്വാതീതമായ പരാസംവിത് തന്നെയാണ് നമ്മൾ അർത്ഥരൂപത്തിലുള്ള ശിവനായിട്ടും ശബ്ദരൂപത്തിലുള്ള ശക്തിയായിട്ടും അല്ലെങ്കിൽ ഇച്ഛാജ്ഞാനക്രിയകളായിട്ടും അങ്ങനെ ക്രമത്തിൽ സ്ഥൂലമായിട്ട് വരുന്നത് എന്നുള്ള കാര്യം ഈ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായത് ഇത്രയേ ഉള്ളൂ. ഇത് ഈ ശബ്ദം അർത്ഥം എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞതാണോ മാറിപ്പോയതാണോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായുള്ളൂ. അല്ല മാറിപ്പോയതല്ല, അങ്ങനെ തന്നെ പറഞ്ഞാണ്. ഓക്കെ ശരി, സന്തോഷം. ശരി, ബാക്കി ചോദ്യം നടന്നോട്ടെ സച്ചിനെ. ഈ ഇന്ത്യൻ റുപ്പിയില് പൃഥ്വിരാജ് ചോദിക്കണ പോലെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ തോന്നുന്നു സംഗമേശൻജിയോട്. അതെ. അല്ല, വളരെ വളരെ പ്രസക്തമായ ചോദ്യമാണല്ലോ. ശക്തിയും ശിവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഇതാണ്. ഇപ്പൊ നമ്മൾ ചിദ്ദാണോ ആനന്ദമാണോ, ചിദ് ശിവനും ആനന്ദം ശക്തിയാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ആ പ്രശ്നം വരും. അങ്ങനെ ഒരു അത് ആ കോംപ്ലിക്കേഷൻസിനെ തന്ത്ര അഭിമുഖീകരിക്കുന്നുണ്ട്. അഭിസംബോധന ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ തന്നെ. തന്ത്രത്തില് ഏതാ തന്ത്രം ഞാൻ മറന്നുപോയി. ഏതോ ശക്തിതന്ത്രം എന്നാ എൻ്റെ ഓർമ്മ കേട്ടോ, ശൈവതന്ത്രങ്ങളല്ല. അതിന്റെ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ശിവനും ശക്തിയും തമ്മിൽ ഭേദം കൽപ്പിക്കുന്നത് മൂഢത്വമാണ്, മൂർഖന്റെ ലക്ഷണമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും ശരിയാട്ടോ അങ്ങനൊക്കെ വിചാരിക്കും. പക്ഷെ അവസാനമാണ് നമുക്ക് മനസ്സിലാവുക നമ്മളെയാണ് ഈ വിളിക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആണ് നമുക്ക് മനസ്സിലാവുക, എടാ നിന്നെയാണ് ഈ പറഞ്ഞേ എന്ന് മനസ്സിലാവും. അപ്പൊ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ യാത്രയിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഈ ഡൗട്ടാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഡൗട്ട് വരുന്നിടത്താണ് നമ്മളത്
നമ്മൾ തലയിൽ ആ സാധനം വർക്ക് ചെയ്യുന്നതിന്റെ ഇത് ആ ആ ആ പൊളാരിറ്റിയിൽ കിടന്ന് കളിക്കണം. അപ്പോഴേ അദ്വൈതം ഉണ്ടാവുള്ളൂ. നമുക്ക് ആ രണ്ടെണ്ണത്തിന്റെ ആ ഇടിച്ച് കുത്തല് മാത്രമേ അതിന്റെ ആ ഇത് സംഭവിക്കുള്ളൂ. എന്നാൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഡയറക്ട്ലി എളുപ്പമല്ല. നേതി പറയല് നമ്മളെ മാർഗല്ല. അടുത്ത തുറക്കാം അല്ലേ? ഓ ശില്പ സുനിൽ. ഞാൻ ആക്ച്വലി ട്രേസ് ചെയ്ത് ഈ പരം പശുവിനെ അത് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞുതരുന്നതാണ്. അതാരും ചോദിച്ച് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഓക്കെ ശരി. ഞാൻ പിന്നെ ഇപ്പൊ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ എന്റെ ഫസ്റ്റ് ക്ലാസ് ഈ ഷടത്വം ഉണ്ടല്ലോ ഇപ്പൊ മൊത്തം കേട്ടിട്ട് ഇതിപ്പോ എന്തിനാ നമ്മളിങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നത് എന്തിനാണ്? ഇതിനെ ഉപേക്ഷിക്കാൻ, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ, വഴി ഉണ്ടെന്നും ഇതൊക്കെയാണ് വഴി എന്ന് അറിയുന്നത് ആ വഴിയെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാ. സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറയും. അതായത് ഇപ്പൊ നമുക്ക് അദ്വയം ഉള്ളൂ എന്ന് വിചാരിക്കുക, അഭേദേ ഉള്ളൂ എന്ന് പഠിക്കണമെങ്കിൽ പോലും നമ്മൾ ഭേദത്തിന്റെ ഭാഷ ഉപയോഗിക്കേണ്ടി വരും. പരാസംവിത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ രണ്ട് സാധനം വെച്ചിട്ട് പറയാം, അത് ശിവനും ശക്തിയും ചേർന്നതാണെന്ന് പറയും. അപ്പൊ സത്യത്തിൽ ഒന്നുള്ളൂ, ആ ഒന്നിനെ പറയണമെങ്കിൽ നമുക്ക് രണ്ടിന്റെയും മൂന്നിന്റെയും നാലിന്റെ ഒക്കെ സഹായം വേണ്ടി വരും. അപ്പൊ അങ്ങനെ ഈ പര എന്ന് പറയുന്ന ആ ഒറ്റയെ വിവിധ മാനങ്ങളിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഇപ്പൊ 6 ആക്കി ഷഡത്വം. പോയോ? ഞാൻ അടുത്ത ആളെ വിളിക്കട്ടെ. നിഷ കേസ്. പുതിയതായിട്ട് ആരും ഇനി അൺറൈസ് ചെയ്യരുതേ, സമയം കുറച്ച് നീണ്ടു പോകുന്നുണ്ട്. നിഷാജി അൺമ്യൂട്ട് ചെയ്യാമോ? എനിക്കൊന്നുമില്ലല്ലോ. ഓക്കെ, എന്നാ ദീപക്കേട്ട പറഞ്ഞോളൂ. ഹാൻഡ് റൈസ് ചെയ്ത് നേരത്തെ വെച്ചതാണോ? താഴ്ത്താൻ മറന്നു പോയതാ? എന്നാ അൺമ്യൂട്ട് ചെയ്യൂ. സോറി, ഒരു ചെറിയൊരു കാര്യം, ചെറിയൊരു ഡൗട്ടാണേ. ഈ സ്ഥൂലമായത് 118 ഭുവനങ്ങള് അല്ലേ? സൂക്ഷ്മമായത് 36 തത്വങ്ങള്, സൂക്ഷ്മതരമായിട്ടുള്ള കലകൾ 5 കലകള്. ഓക്കെ, അതിൽ നിവൃത്തി, പ്രതിഷ്ഠ, വിദ്യ, ശാന്തി, ശാന്തിയാതീതം. ഇതില് ഈ വിദ്യയിൽ വരുന്ന മായയുടെ 5 കഞ്ചകങ്ങളിൽ ഒരു കലയുണ്ടല്ലോ, ആ കലയും ഈ കലയും തമ്മിൽ എനിക്കൊരു ഡൗട്ട് വന്നു. അത് ഒന്നല്ല, അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചാലേ 36 തത്വങ്ങൾ എടുത്തപ്പോ അവിടെ അല്ല ഈ കല ഏതാപ്പോ? ഈ നിവൃത്തി, പ്രതിഷ്ഠ, വിദ്യ, ശാന്തി, ശാന്തിയാതീതം. അത് കല എന്ന് പറയുമ്പോ ഒരു പെട്ടെന്നൊരു ഓക്കെ അർത്ഥത്തിന്റെ സൂക്ഷ്മതരമായിട്ടുള്ള അവസ്ഥയാണ് കലയായിട്ട് പറയുന്നത്. അതാ കല അവിടെ നിൽക്കട്ടെ. മായയുടെ കഞ്ചുകങ്ങളിൽ വരുന്ന കല എന്ന് പറയുന്നത് ലിമിറ്റഡ് ആക്ഷൻ ആണ്. അതായത് നമ്മളെ പരിമിതപ്പെടുത്തുന്ന കഞ്ചുകമാണ്. അതില് കാലം, കല, രാഗം, വിദ്യ, നിയതി. കല എന്ന് പറയുന്ന അവിടെ ലിമിറ്റഡ് ആക്ഷൻ ആണ്. എന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ എന്നെ പരിമിതപ്പെടുത്തിയിരിക്കുന്ന കഞ്ചുകമാണ് കല. ഓക്കെ, അപ്പൊ ഈ നേരത്തെ പറഞ്ഞ സൂക്ഷ്മതരമായിട്ടുള്ള കല ഉണ്ടല്ലോ, 5 കലകള്, ആ കലയ്ക്ക് വേറെ എന്തെങ്കിലും പറയാൻ പറ്റും പേര്? അല്ലെങ്കിൽ ഇങ്ങനെ കൺഫ്യൂഷൻ? ഞാൻ എങ്ങനെയാ പേരിടുക? ശൈവ അങ്ങനെ ഒരു പേര് അങ്ങനെയല്ല, വേറെ പേരുണ്ടോ ചോദിച്ചത്? പേരുണ്ടോ? വേറെ പേരിന്റെ അറിവിലില്ല. കലാധ്വം എന്ന് പറയും. അതായത് ഇതിനെ പറയുന്ന സമയത്ത് കലാധ്വം എന്ന് പറയും. ഭുവനാധ്വം, തത്വാധ്വം, കലാധ്വം എന്നാണ് വിളിക്കുക. അപ്പൊ കലാധ്വം എന്ന് എഴുതിക്കോളൂ, ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? മറ്റേ സ്ഥലത്തും ഇതുപോലെ തന്നെ വർണ്ണാധ്വം, മന്ത്രാധ്വം, പാദാധ്വം അങ്ങനെ പറയാം. വലിയൊരു പ്രശ്നം പരിഹരിച്ചു. ശ്രീകണ്ഠൻജി ഇപ്പൊ പുതിയതായിട്ട് പെട്ടെന്ന് കയറി വന്നാണല്ലോ, പറഞ്ഞോളൂ. സച്ചിൻജി നമസ്തേ. ഞാൻ ഒരു യാത്രയിലായിരുന്നു, അതുകൊണ്ട് ക്ലാസ്സിലെ ലാസ്റ്റിലാണ് കയറിയത്. ഈ ഡൗട്ട് ക്ലിയറിംഗ് സെഷനിലാണ് ഞാൻ വന്ന് കയറിയത്. അപ്പോൾ ഇതിന്റെ ഒരു റെക്കോർഡിംഗ് കിട്ടുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. ഒന്ന് രണ്ടാമത്തത്, സംഗമേഷ് ജി ചോദിച്ച അതേ ചോദ്യത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ശിവന് നമ്മൾ സ്റ്റിൽനെസ് എന്നല്ലേ പറയുന്നത്, ശക്തിയല്ലേ വൈബ്രേഷൻ.
അത് തിരിച്ചും ചലനം പറയാം. അല്ല ആ ഒരു ആർഗ്യുമെന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോദ്യമേ ഇല്ല. തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ചോദ്യമില്ലല്ലോ. ഈ പറഞ്ഞു വെക്കുമ്പോൾ ചലനമില്ലാത്തത് ശിവനും ചലനമുള്ളത് ശക്തിയും എന്ന് പറയുമ്പോൾ ഈ ചലനമില്ലാത്തത് അർത്ഥമല്ലേ? അർത്ഥം പെർമനന്റ് അല്ലേ? ചലനം സൃഷ്ടിക്കുന്നത് ശബ്ദമല്ലേ? ശബ്ദത്തിലല്ലേ വൈബ്രേഷൻസ് ഉള്ളൂ. അപ്പോ ശക്തി ശബ്ദവും ശിവൻ അർത്ഥവും അല്ലേ ആവേണ്ടത്? മീനിങ് ഈസ് പെർമനന്റ്. ചലിക്കാത്തൊരു സാധനത്തിന് പറയൂ. ചലനം ഇല്ലാത്തൊരു സാധനവും ലോകത്തില്ല ആക്ച്വലി. അല്ല, ചലനമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പാൽ എന്ന് പറയുമ്പോൾ പാൽ എന്ന ശബ്ദത്തിന് വൈബ്രേഷൻ ഉണ്ട്. പാൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിന് എന്റെ മനസ്സിൽ ഒരു ചലനമില്ല. അത് ഞാൻ കുഞ്ഞായിരുന്നപ്പോഴും പാലാണ്, ഇപ്പോഴും പാലാണ്. പാൽ എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആണ്. അത് ചലിക്കുന്നില്ല, അതിന് മാറ്റം വരുന്നില്ല. പക്ഷെ ഞാൻ ഓരോ സമയം പാൽ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അത് വൈബ്രേറ്റിംഗ് ആണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശക്തിയല്ലേ ശബ്ദം, ശിവനല്ലേ അർത്ഥം? ശക്തിയാണ്. ശബ്ദത്തിനെ ശക്തിയാക്കേണ്ടവർക്ക് ശക്തിയാണ് ശബ്ദം. ആണെന്ന് സമ്മതിച്ചാൽ പ്രശ്നം കഴിഞ്ഞു സച്ചിനെ. ശ്രീകണ്ഠൻജി ആണെന്ന് സമ്മതിച്ചാൽ മതി. സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ ഇല്ല. അല്ല ആണെന്ന് സമ്മതിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. അതങ്ങനെയാണ്. ഓക്കെ, അത് തിരിച്ചും ആണ്, ഇങ്ങനെയുമാണ്. അതാണ് അതിന്റെ ഉത്തരം. ഒരു ഈക്വൽ ടു അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ഓക്കെ. ഈ പുതിയ കൈകളൊക്കെ കണ്ടല്ലോ. രാജേഷ് ജി അൺമ്യൂട്ട് ചെയ്തോളൂ. ലാസ്റ്റ് വേണ സമയം ഇല്ലെങ്കിൽ ഉണ്ടെങ്കിലും മതി, വെറുതെ എന്താക്കണ്ട. ഞാൻ ചെറിയൊരു നിസ്സാര ചോദ്യമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഈ ശക്തി, ഈ ചലനം ഇല്ലാത്തതിന് ശക്തി ഇതാവും. പക്ഷെ നമ്മള് സാങ്കല്പികമായിട്ട് ചില ശക്തികൾ ഇല്ലേ? ഇപ്പൊ നമ്മളെ മനസ്സിലായാലും ഇപ്പൊ ഒരു വിഗ്രഹത്തിന്, അല്ലെങ്കിൽ ഇപ്പൊ കുരിശായാലും, ഞാൻ വിഗ്രഹം എന്ന് മാത്രം പറയുന്നില്ല, എന്തായാലും അതിനൊരു ശക്തി നമ്മൾ സങ്കല്പിച്ചിട്ട് കൊടുക്കുന്നില്ലേ ചില അവസരത്തിൽ? അപ്പൊ അതിന് നമ്മുടെ ഉള്ളിലല്ലേ ആ ശക്തി ഉള്ളത്, അതില് നമ്മൾ ആരോപിക്കല്ലേ ചെയ്യുന്നത് ചില കേസില്. പക്ഷെ അതിന് ശക്തി ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കല്ലേ? അപ്പോ ശരിക്കും അതിന് ശക്തി ഉണ്ടോ? അങ്ങനെ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ശരിക്കും ശക്തി ഇല്ലാത്തതിന് ശക്തി ഉണ്ട് എന്ന് നമ്മൾ നിരൂപിക്കുന്നില്ല ചിലതില്. ശക്തി ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ ആ ശക്തി വർക്ക് ചെയ്യുന്നില്ല എങ്ങനെയുണ്ട്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശക്തി അതല്ല. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിഗ്രഹത്തിൽ നിന്ന് വരുന്ന ശക്തി, ഈശ്വരന്റെ ശക്തി. വിഗ്രഹത്തിലല്ല ഞാനിത്. അല്ല, ചലനം ഇല്ലാത്തതായാലും ഇപ്പൊ ശക്തി നമ്മൾ ആരോപിക്കുന്ന ശക്തികളുണ്ടല്ലോ, അതിന് സ്വതവേ ഇല്ലാത്ത ശക്തി ഇല്ലത്. എനിക്ക് ക്ലിയർ അല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പൊ പോട്ടെ, വിട്ട്. അതാ ഞാൻ പറഞ്ഞത്, അത് കുറച്ച് ഇതാണ്, മിസ്റ്റേക്ക് ആണ്. നമ്മൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്ന ശക്തി രണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ നമ്മളിവിടെ പറഞ്ഞ ഓക്കെ, അതെന്തായാലും ആലോചന നടന്നോട്ടെ. എപ്പോഴെങ്കിലും അതിൽ ക്ലാരിറ്റി വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഞാനത് ചോദിച്ചിട്ട് വെച്ചിട്ട് മിണ്ടാടുക്കായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. അശ്വതി പ്രസാദ്, പെട്ടെന്ന് ചോദിക്കണേ. എനിക്കൊരു സംശയമാണുള്ളത്. നമുക്കിപ്പോ ഉമാമഹേശ്വര സങ്കല്പമൊക്കെ നമ്മളിപ്പോ ആരോ വരച്ചു വെച്ചിട്ടുള്ള ഒരു ചിത്രം കൊണ്ട് നമ്മുടെ മനസ്സിനുള്ളിൽ നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടല്ലേ നമുക്കിത് രണ്ടായിട്ട് തോന്നുന്നുണ്ടാവുക? നമ്മൾ ലോകത്ത് നോക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മളെ ഡ്യുവാലിറ്റി ആണ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, എനിക്ക് എന്റെ ചെറുപ്പത്തിലുണ്ടായ ഒരു അനുഭവമാണ്. ഒരു 5 വയസ്സ് 6 വയസ്സുള്ളപ്പോ അമ്മുമ്മയുടെ കൂടെ ഒരു ശിവരാത്രി നോറ്റിട്ടുള്ളതാണ്. അപ്പൊ നല്ല രാത്രിയില് അവരുടെ പൂജാമുറിയിൽ ഇരുന്നിട്ട് നമ്മൾ നമശിവായ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഓം നമശിവായ നമശിവായ. ഇനി ഞാൻ ഉറങ്ങിപ്പോയതാണ്, എനിക്കറിയില്ല, അത് എങ്ങനെ പറയണ്ടേന്ന് അറിയില്ല. അത്രയും കുഞ്ഞാണ്. അന്ന് കിട്ടിയ ഒരു അനുഭവത്തിന്റെ പിന്നാലെയാണ് ഇപ്പൊ 36 വയസ്സായിട്ട് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കണത് കേട്ടോ. വലിയ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഇങ്ങനെ പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും. അങ്ങനെ നോക്കുമ്പോ എനിക്ക് ആ ടൈമിൽ ഇപ്പൊ എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ എങ്ങനെ അത് ചെയ്തേന്ന് പറയാൻ പോലും അറിയില്ല. പക്ഷെ അതങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ഉറക്കത്തിൽ എന്റെ സ്വപ്നാണോ പോലും എനിക്ക് അറിയാത്തൊരവസ്ഥ. ഒരു സമയത്ത് അങ്ങനെ നമ്മള് നല്ല ഉറക്കെയാണ് എല്ലാവരും കൂടി ജപിച്ചുകൊണ്ടിരിക്കണേ. അപ്പോ ഒരു സമയം ഭയങ്കരമായിട്ടൊരു വെളിച്ചം, പിന്നെ ഭയങ്കര മൂളല്, ഞാനൊന്നും പറയാത്ത പോലെ നമ്മൾ തല ചുറ്റുമ്പോഴൊക്കെ ഉണ്ടാവണ ആ ഒരവസ്ഥയുണ്ടല്ലോ. എനിക്കറിയില്ല അത് എത്രമാത്രം പറഞ്ഞു തരാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ ഒരവസ്ഥ. പിന്നെ അതെനിക്ക് എങ്ങനെ നമുക്ക് അത് അറ്റൈൻ ചെയ്യാൻ പറ്റും, പിന്നെ ആ ഒരു അവസരം കിട്ടണം എന്നുള്ളത്. അത് കുഞ്ഞിലേ കിട്ടിയിരിക്കണതാണ്. പിന്നെ നമ്മൾ ആ വളർച്ചയുടെ ഇടയിലൊക്കെ പോണു.
പക്ഷെ ഈ ഇടയ്ക്കും ഞങ്ങള് ഇവിടെ ഗുരുവായൂരായ കാരണം കൊണ്ട് തന്നെ കൂടുതലും ഗുരുവായൂരപ്പന്റെ അടുത്ത് പോണു നാരായണ ജപിക്കുന്ന കൂട്ടത്തിലാണ്. കൂടുതലും നാരായണ ജപിക്കുക. പക്ഷെ പുലർച്ചെ 3 മണിക്ക് നീക്കും. പക്ഷെ ആ നീക്കണേന്റെ തൊട്ട് മുന്നേ, എനിക്ക് ഉറക്കത്തിലാണോ എന്ന് പറയാൻ അറിയില്ല കേട്ടോ അതില്. എണീക്കണേന് മുന്നേ ഞാൻ ഉള്ളിൽ നമശിവായ ജപിച്ചിട്ടാ നീക്കണേ. അറിയില്ല, ഞാൻ ജപിക്കണതല്ല, എവിടുന്നോ എനിക്ക് നമശിവായ എന്ന് കേട്ടിട്ടാ ഞാൻ അലറാൻ അടിക്കണ ശബ്ദം പോലെ നീച്ചു വരണത്. അത് പറയാറിയില്ല എങ്ങനെയാന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കും, നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയാണല്ലോ അത് എന്നുള്ള അത് ഉണർത്ത് എങ്ങനെയാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുപാട് പഠിക്കാം അല്ലെങ്കിൽ അറിയാം എന്നുള്ള ഒരു ഇതിലേക്ക് വരാൻ പറ്റണത്. അപ്പൊ അത് തന്നെ ചോദിച്ചത്. ഇപ്പൊ ഇങ്ങനെ ഇതില് വരുമ്പോ, ദ്വന്ദ്ം വരുമ്പോ നമുക്ക് എന്താ പറയാ, അത് രണ്ടും ഒന്നാന്നുള്ള ഒരു ഇത് നമ്മുടെ ഉള്ളിൽ എവിടെയോ ഇങ്ങനെ ചിത്രമൊക്കെ കണ്ടുകൊണ്ട് ഉണ്ടാക്കല്ലേ എന്നുള്ള ഒരു തോന്നല്. ഒരുപാട് അറിവ് എവിടുന്നൊക്കെയോ, ഇങ്ങനെ അറിവ് എന്ന് പറയാൻ പറ്റില്ല തോന്നുന്നു അതിന്. അറിവ് വേറെ എന്തൊക്കെയോ നമ്മൾ അറിഞ്ഞു വെച്ചു, അപ്പൊ നമുക്ക് നമ്മൾ എന്താന്ന് അറിയാതെ പോയി എന്നുള്ള ഒരു അവസ്ഥ. അറിഞ്ഞു വെച്ചത് തന്നെയാണ് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. അതാണ് ശൈവം പറയുന്നത്. നമ്മൾ ആർജിച്ച ജ്ഞാനമാണ് നമ്മുടെ ബന്ധനം. ശരി, പറഞ്ഞോളൂ. നമ്മള് ഒരു ലൂപ്പ് ക്വസ്റ്റ്യൻ ആണ്, എന്നാലും നമ്മള് സച്ചിൻജി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ വ്യത്യാസങ്ങൾ ഇല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ 6 വഴികൾ, അല്ലെ? ഈ ഷഡാധ്വങ്ങൾ എന്ന് പറഞ്ഞ 6 വഴികൾ, ആ വഴിയുടെ ആവശ്യം കൃത്യത്തിന് ഇല്ലായിരുന്നു എന്നുള്ള ശിവബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വഴിയുടെ അപ്പൊ നമ്മൾ ഈ വഴികളെ കുറിച്ചുള്ള അതൊരു മെഡിറ്റേഷൻ അങ്ങനത്തെ രീതിയിലാണ് നമ്മളിത് പഠിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഈ കണക്ഷൻ. ഈ വഴിയെ ക്രോസ് ചെയ്യലാണ് പല മെഡിറ്റേഷൻസും. അത് ശരി. അപ്പൊ ഇത് നമുക്കൊരു ചിന്തിക്കാനുള്ള ഒരു റെഫറൻസ് ഫ്രെയിം ആയിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. കാരണം ഇത് പ്രാക്ടിക്കലായിട്ട് ഉപയോഗം ഇല്ലാന്നാണ് സച്ചിൻജി പറയുന്നത്. അല്ലല്ല, ഇത് പ്രാക്ടിക്കൽ ഉപയോഗം ഉണ്ട്. അതായത് വഴിയുണ്ട്. വഴി എന്തിനാ? നടക്കാനുള്ളതാണ്. നടക്കുക എന്നുള്ളതാണല്ലോ വഴിയുടെ പ്രാക്ടിക്കൽ ഉപയോഗം. ആ നടക്കുന്ന എന്തിനാ? ആ വഴിയെ ഉപേക്ഷിച്ച് ആ വഴിയുടെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാ. അപ്പോ നടപ്പ് എന്നുള്ള ചിന്തയുടെ വഴിയാണ്. അതില് മനസ്സിന് ആ വഴികളെ കുറിച്ചുള്ള ചിന്തയുടെ വഴി മാത്രമായി കഴിഞ്ഞാൽ ഇതൊരു ആംചെയർ ഫിലോസഫി ആയി മാറും. അത് അങ്ങനെയല്ല, ഇതിനൊരു പ്രാക്ടീസ് ഉണ്ട്. തന്ത്ര എന്ന് പറഞ്ഞാൽ ഫിലോസഫിക്ക് ഒരു കേട്ടില്ല. ഷഡത്വം വഴികളാണെങ്കിൽ നടക്കൽ എന്താണ്? ഈ വഴിയിലെ ക്രോസ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പൊ തന്ത്രം എപ്പോഴും ഒരു ഫിലോസഫിക്കൊപ്പം അതിനൊരു പ്രാക്ടീസും ഉണ്ട്. ആ പ്രാക്ടീസിലൂടെ നമ്മൾ ചെയ്യുന്നതാണ് ഈ നടത്തം. ആ നടത്തമാണ് ഈ വഴിയെ ക്രോസ് ചെയ്യുക എന്നുള്ളത്. ക്രോസ് ചെയ്ത് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ വഴി ഉണ്ടായില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. ഞാനും ഇല്ല എന്നിട്ടോ. സാധന. അതെ. ഈ തത്വങ്ങളെയൊക്കെ സംഹരിച്ച് മുന്നോട്ട് പോകുന്ന സാധനകളൊക്കെ ജ്ഞാനഭൈരവതന്ത്രത്തിലും ഒക്കെ പറയുന്നത് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന എഫക്റ്റ് ഇതാണ്. എന്റെ പ്രശ്നമാണോ അതോ നിങ്ങൾക്കൊക്കെ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? സോറി, തന്ത്രസാറിന്റെ കണ്ടന്റും ഒരു നമ്മൾ പറയുമ്പോൾ 6 ഈക്വൽ ആയിട്ട് 6 പറയുന്നത്. സാധാരണ പറയുമ്പോ വോയിസ് കട്ടാവുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? നീ പറയുമ്പോ നമ്മള് നേരത്തെ 6 ആയിട്ടായാലും ഇപ്പൊ ഭുവനം, തന്മാത്ര, വർണ്ണം എന്ന് സോറി ഭുവനം, തത്വം, കല. സോറി, തന്മാത്ര, കല. ഭുവനം, തന്മാത്ര, കല. ഭുവനം, തത്വം, കല. സോറി, ഭുവനം, തത്വം, കല. ഭുവനം, തത്വം, കല ഒന്നിനോട് മേളിലോട്ടാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. ഒന്നിക്കൂടെ അല്ലേ നമുക്ക് മറ്റതിനെ, ഒന്നിന്റെ ഉപാധി വെച്ചല്ലേ നമ്മൾ മറ്റേ ചിന്തിച്ചത്. നമുക്ക് പ്രത്യക്ഷമായിട്ടുള്ളത് ഭുവനം. ആ ഭുവനത്തിന്റെ മുകളിലും താഴെ എന്നുള്ള കോൺസെപ്റ്റ് എടുക്കരുത്. കാരണം നിവൃത്തി എന്ന് പറയുന്ന കല എടുത്തു. നിവൃത്തി കല തന്നെയാണ് ഇപ്പുറത്ത് ഭൂമി തത്വമായിട്ട് വരുന്നത്. ഭൂമി തത്വം തന്നെയാണ് അവിടെ 7 ഭുവനങ്ങളായിട്ട് മാറുന്നത്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ എടുക്കണ്ട, ഇതിന് മേളിൽ എടുക്കണ്ട. സൂക്ഷ്മത്തിലേക്കുള്ള ട്രാവൽ ആണെന്ന് മാത്രം. ഒന്നിന്റെ മേലെ എന്ന് വിചാരിക്കരുത്. യെസ്. ഇനി ഒരു ഹാൻഡ് റൈസും കൂടിയാണ് ഉള്ളത്.
അൺമ്യൂട്ട് ചെയ്യാൻ നിഷാജി പറഞ്ഞോളൂ. നമസ്തേ. ആ. ഞാൻ തത്വബോധത്തിന്റെ ക്ലാസ്സും പിന്നെ ഇപ്പോൾ ശിവസൂത്രത്തിന്റെ ക്ലാസ്സും ഇത് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഇതാണ്. അപ്പൊ അതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വാക്കിന്റെ തന്നെ പര, പശ്യന്തി, മധ്യമം, വൈഖരി. ഈ സ്ഥലത്ത് പരയിൽ നിന്നാണ് ആശയത്തെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് പശ്യന്തി. എന്ത് പറയണം എന്ന് ചിന്തിക്കുന്നു എന്നൊരവസ്ഥ. എന്ത് ആശയമാണ് ഞാൻ വ്യക്തമാക്കേണ്ടത് എന്നുള്ള അവസ്ഥ. ഈ ആശയം വരുന്നത് പരയിൽ നിന്നാണോ? അതെ. ഞാനിപ്പോൾ ഒരു ഓക്കെ, ഞാൻ പരയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതെ. ഒന്നുമില്ലാത്ത ആ അവസ്ഥയിൽ നിന്നാണ്, ശൂന്യതയിൽ നിന്നോ അല്ലെങ്കിൽ ആ ശിവശക്തി അവസ്ഥയിൽ നിന്നാണ് ആശയം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അത് നമ്മളെന്ന വ്യക്തി എന്ന് വരുന്ന വ്യക്തിനെ അദ്വൈതമായിട്ട് കാണുകയാണ്. അപ്പോഴും അതില് നമുക്ക് നമ്മളിപ്പോ ഞാൻ ഈ പറയുന്ന വാക്കുപോലും വൈഖരിയായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതും പരയിൽ നിന്ന് വരുന്നതാണ് എന്നതാണോ? അതെ. ഓക്കെ. പരാസമയത്തിൽ നിന്ന് എങ്ങനെയാണോ പ്രപഞ്ചം ഉണ്ടായത്, അതുപോലെ തന്നെ പരയിൽ നിന്ന് നമ്മളുടെ വൈഖരി ഉണ്ടായി വരുന്നു. ആ വൈഖരിയാണ് നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നത്. എല്ലാത്തിന്റെയും സ്റ്റാർട്ടിങ് അവിടെ നിന്ന് തന്നെയാണ്, പരയിൽ നിന്ന് തന്നെയാണ്. നമ്മളുടെ ക്രിയകളും നമ്മൾ സംസാരിക്കുന്നതും നമ്മളുടെ അറിവും എല്ലാം അതിൽ നിന്ന് തന്നെയാണ്. അതെ. ഓക്കെ. കേൾവി. ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ കുറച്ച് നീണ്ടുപോയി. അപ്പോൾ ഇനി ഇതുപോലെ ഒരു ക്ലാസ്സും കൂടിയാണ് ഉണ്ടാവുക. തന്ത്രസാര എലിജിബിലിറ്റി ടെസ്റ്റിന് മുമ്പായിട്ട് ഇനി ഇതുപോലത്തെ ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞൊരു ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. ആ ഡേറ്റിന് ഓൺലൈനായിട്ട് തന്നെ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിലെല്ലാവരും പ്രിപ്പയർ ചെയ്ത് ആ ടെസ്റ്റൊക്കെ പാസ്സാവുക. അത് കഴിഞ്ഞ് രാംജി ഒരു ഡേറ്റ് അനൗൺസ് ചെയ്തിട്ട് തന്ത്രസാര ക്ലാസ് നമുക്ക് ആരംഭിക്കാം. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 26-ന് നമുക്ക് എറണാകുളം കലൂര് ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് ഒരു ശിവരാത്രി ആഘോഷമുണ്ട്. ഇത്തവണത്തെ തീം സൗന്ദര്യലഹരിയാണ്. സൗന്ദര്യലഹരിയെ ബേസ് ചെയ്തിട്ട് രാവിലെ മുതൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന ഒരുപാട് പരിപാടികളോട് കൂടി നമ്മൾ ശിവരാത്രി ആഘോഷിക്കുകയാണ്. അപ്പൊ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നു. വേവ്സ് ഓഫ് ബ്ലിസ് എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്. പരിപാടി എന്തൊക്കെയാണെന്ന് പറയാ സച്ചിൻ, എന്തായാലും ഇത്ര സമയമില്ലേ. ഓക്കെ, രാജു പറയുന്നോ? അല്ല, സച്ചിൻ പറഞ്ഞു. ആരംഭിക്കുന്നത് ഒരു നവാവരണ പൂജയോടെയാണ്. ശ്രീനാഥ്ജിയാണ് അത് ചെയ്യുന്നുണ്ടാവുക. ആ നവാവരണ പൂജയോടൊപ്പം തന്നെ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച നവാവരണ കൃതികളുടെ ആലാപനം ഉണ്ടാവും. വയലാ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞനും ശിഷ്യന്മാരൊക്കെയാണ് അത് ആലപിക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് സൗന്ദര്യലഹരി ഫോർ യൂത്ത് എന്നുള്ള വിഷയത്തിൽ ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ടാവും. ലക്ഷ്മി ശങ്കർ, ശങ്കുട്ടി ദാസ്, ശ്രീജിത്ത് പണിക്കർ, സരിത അയ്യർ, അഖില ശശിധരൻ, രാംജി, അങ്ങനെ ഇവരൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു പാനൽ ഡിസ്കഷൻ ആണ് അവിടെ നടക്കുക. അതിൻ്റെയും തീം സൗന്ദര്യലഹരിയാണ്. സൗന്ദര്യലഹരി യുവാക്കൾക്ക് എന്നതാണ് വിഷയം. അത് കഴിഞ്ഞ് സൗന്ദര്യലഹരിയെ ആസ്പദമാക്കിയിട്ട് ശ്രീ എടനാട് രാജൻ നമ്പ്യാർ അവതരിപ്പിക്കുന്ന ഒരു ചാക്യാർകൂത്ത് ഉണ്ടാവും. സൗന്ദര്യലഹരി തന്നെയാണ് അതിൻ്റെ കഥ. സൗന്ദര്യലഹരിയുടെ ചാക്യാർകൂത്ത് അവതരിപ്പിക്കുന്നു. അടുത്തത് ഒരു നേത്രോന്മീലനാണ്. മൂകാംബിക ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ 11 ദേവിമാരുടെ ചിത്രങ്ങൾ വരച്ചു കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അഭിനവഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് ചെയ്യുന്നത്. ഋതംഭരയിൽ വെച്ചിട്ടാണ് അത് വരയ്ക്കുക. മോഹൻലാലാണ് അത് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ആ പദ്ധതിയുടെ ഒരു അനൗൺസ്മെന്റ്, ഒരു പ്രഖ്യാപനം അവിടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ അതിൽ ആദ്യ ചിത്രത്തിന്റെ, അന്നപൂർണയുടെ ചിത്രത്തിന്റെ നേത്രോന്മീലനം ഉണ്ടാവും. അത് കഴിഞ്ഞ് മേതിൽ ദേവിക അതിന് മോഹൻലാൽ വരും. മേതിൽ ദേവിക അവതരിപ്പിക്കുന്ന സൗന്ദര്യലഹരിയെ തന്നെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു നൃത്തം, മോഹിനിയാട്ട രൂപത്തിലുള്ള ഒരു നൃത്തം. അത് കഴിഞ്ഞ് സുദീപ് പാലനാട്, ദീപ പാലനാട് അവരുടെ ഒരു ബാൻഡ് അവതരിപ്പിക്കുന്ന ഒരു സംഗീത പ്രോഗ്രാമും കൂടി ഉണ്ടാവും. ഇത്രയുമാണ് ഇതിൻ്റെ ഈ നേത്രോന്മീലന പരിപാടി കഴിഞ്ഞിട്ട് ഒരു സ്പീച്ച് ഉണ്ട്. ജെ നന്ദകുമാർ, നരസിംഹാനന്ദ ഇവർ ഒരു പ്രഭാഷണം ഉണ്ടാവും. സൗന്ദര്യലഹരി നവഭാരതത്തിന് എന്നതാണ് വിഷയം. അത് പറയാൻ വിട്ടുപോയതാണേ. അപ്പോൾ ഇത്രയും രാവിലെ മുതൽ, രാവിലെ ഒരു 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി ഒരു 10:30-11 മണിയൊക്കെ ആവും തീരാനാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ പരിപാടിയുടെ ഭാഗമാവണം എന്നുകൂടി അറിയിക്കുന്നു. എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നു. ചാറ്റിൽ രാംജി ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, wavesofbliss.in. ഗ്രൂപ്പുകളിലൊക്കെ കിട്ടുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പാസ് എടുക്കാം.
ഗെറ്റ് യുവർ പാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ ID മൊബൈൽ നമ്പർ ഒക്കെ കൊടുത്ത് പാസ് എടുക്കാം. കലൂരാണ് ഇത് നടക്കുക. എന്തോ ചോദിക്കാണോ? ഹൃദയിച്ച് എന്തോ ചോദിക്കാണ്ടോ? യെസ്. മ്യൂട്ടാണ് അൺമ്യൂട്ട് ഭക്ഷണം ചെയ്യണം. ഉണ്ടാവുമെന്നല്ലേ? ആക്ഷൻ അല്ല, ഭക്ഷണം ഉണ്ടാവും. അത് ഓൺലൈനായിട്ട് ലൈവ് സ്ട്രീം ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടോ? ഓൺലൈനായിട്ട് ലൈവ് സ്ട്രീം ചെയ്യാൻ ഇപ്പൊ ആലോചിക്കുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാല് നമ്മളോട് ആ പരിപാടി ഇത്രയും എലഗന്റ് ആയിട്ടുള്ള പരിപാടി ആയതുകൊണ്ടും ഇത്രയും വൈജാത്യങ്ങൾ വൈജാത്യങ്ങൾ എന്ന് പറയും അതുള്ള പരിപാടി ആയതുകൊണ്ടും അത് ഒരു സംപ്രേഷണാവകാശം 2-3 ചാനൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഓൺലൈനായിട്ട് നമ്മൾ ഇപ്പൊ ആലോചിച്ചിട്ടില്ല. ഇനി അഥവാ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് ഓൺലൈൻ പരിപാടിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആ ഗ്രൂപ്പിൽ അറിയിക്കാം. അപ്പൊ രാവിലെ 8 മണിക്ക് നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഉള്ളിൽ കയറിയാൽ 9 മണി മുതൽ നമ്മുടെ പരിപാടിയാണ്. ഒരു ശ്രീചക്ര പൂജ വിത്ത് ശ്രീചക്ര നവാവരണ കൃതിയൊക്കെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ശിവരാത്രി വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ശിവരാത്രി ആക്കാൻ എല്ലാവരും ശ്രമിക്കുക. രാവിലെ മുതൽ രാത്രി വരെ അവിടെ ഇരിക്കാം. അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, ഭക്ഷണം ഒക്കെ അവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം എന്നാണ് ആഗ്രഹം. നമ്മൾ ആദ്യത്തെ ഒരു 100 പേർക്ക് നമ്മളൊരു ഏർലി ബേർഡ് ഓഫർ എന്നുള്ള പോലെ ഒരു ഇത് വെച്ചിരുന്നു. നമുക്ക് ഏതാണ്ട് എല്ലാ പരിപാടിയും നമ്മൾ പൊതുവേ പരിപാടികൾ ചെയ്യാറുള്ളത് ക്ലാസ് എടുത്തിട്ടാണ്. ക്ലാസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണത്. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുകയും ആ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ഫീസാണ് മിക്കവാറും പരിപാടികളുടെ എക്സ്പെൻസ് ആയിട്ട് എടുക്കാറുള്ളത്. രാജാനഗ പുരസ്കാരം ആയിക്കോട്ടെ, അതിന് മുമ്പുള്ള ബ്ലിസ് ഓഫ് ശിവ ആയിക്കോട്ടെ. പക്ഷെ അതിനൊക്കെ ഒരു 15 ലക്ഷം രൂപയുടെ ഉള്ളിൽ തീരുമായിരുന്നു. പക്ഷേ ഈ പരിപാടിക്ക് ഏതാണ്ട് 40 ലക്ഷം രൂപ ചിലവ് വരും. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് എടുത്തിട്ട് ആ പൈസ ഉണ്ടാക്കാൻ പറ്റൂല എന്ന യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നിട്ടാണ് ഈ പരിപാടിക്ക് ടിക്കറ്റ് വെച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് ടിക്കറ്റ് വെച്ച് പരിപാടി ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും 1400 പേര് ടിക്കറ്റ് വെച്ചാൽ നമുക്ക് കടമില്ലാത്ത പരിപാടി നടത്താം എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഏതാണ്ട് ഒരു 34 ലക്ഷം രൂപ അപ്പം കിട്ടും. പിന്നെ കുറച്ച് സ്പോൺസേഴ്സ് ഒക്കെ ആയാൽ നമുക്ക് പരിപാടി നന്നായി ചെയ്യാൻ പറ്റും. എന്തായാലും ലഹരിയാണ് എല്ലാത്തിൻ്റെയും വിഷയം. ആനന്ദലഹരി, ജ്ഞാനലഹരി, പ്രജ്ഞാലഹരി, നാദലഹരി, നാട്യലഹരി, ഹാസ്യലഹരി, ഇതൊക്കെയാണ് പരിപാടിയുടെ തീം. അപ്പോൾ യൂത്തിനെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. യൂത്ത് വരണം എന്നാണ് വിചാരിക്കുന്നത്. ലഹരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യൂത്തിന് ഒരു മറുമരുന്ന് സൗന്ദര്യ ലഹരിയിലൂടെ, അതാണ് നമ്മുടെ ഇത്തവണത്തെ തീം. അപ്പൊ കൊച്ചി നഗരത്തെ ലഹരിയിൽ മുക്കാനുള്ള പരിപാടിയാണ്, പക്ഷെ സൗന്ദര്യ ലഹരി. അതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഒരു തീം. വലിയ പരിപാടിയാണ്, വലിയ ഓഡിയൻസിനെ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ തന്നെ നമ്മൾ അനൗൺസ് ചെയ്തിട്ട് ഏതാണ്ട് ഇന്നലെ രാത്രി ഈ സമയത്താണ് ഏതാണ്ട് അനൗൺസ്മെന്റ് ചെയ്തത്. ഇന്നേക്ക് തന്നെ ഒരു 100 പേരോളം നമ്മുടെ ആയി. അപ്പം എല്ലാം ഫില്ലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ഉണ്ടായ സന്തോഷം. നമ്മളെ പരിചയമുള്ള ആളുകളാകുമ്പോൾ സന്തോഷം, പരിചയമില്ലാത്ത ആളുകളാകുമ്പോൾ എന്തായാലും അത് ടിക്കറ്റ് ഫില്ലായേ പറ്റൂ. അപ്പം നിങ്ങളൊക്കെ ആകുമ്പോൾ വളരെ സന്തോഷം. അപ്പം എല്ലാവരും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ലിങ്ക് ഗ്രൂപ്പിലിടാം. പെട്ടെന്ന് സീറ്റ് ബുക്ക് ചെയ്ത് പോയാൽ മുമ്പിലിരിക്കാം. മുമ്പിലായാലും ഏറ്റവും പുറകിലായാലും ടിക്കറ്റ് ചാർജിന് വ്യത്യാസമില്ല. അങ്ങനെ പ്രത്യേകത ഉണ്ട്. ശരി. അപ്പൊ സൂക്ഷ്മമായിട്ട് ഓൺലൈനിൽ വരുന്ന നിങ്ങൾ എല്ലാവരും സ്ഥൂലായിട്ട് അവിടെ വരിക. അതെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൗന്ദര്യലഹരി ശിവരാത്രി അർത്ഥമുള്ളതാക്കുക, മീനിങ് ഫുൾ ആക്കുക എന്നുള്ള. ശരി. അപ്പൊ അപ്പോൾ ശിവ